കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു മതത്തിൻ്റെ ദൈവങ്ങളെയും, ഹിന്ദു എന്നല്ല, ലോകത്തിലെ ഒരു മതഗ്രന്ഥങ്ങളെയും മതചിഹ്നങ്ങളെയും മതമുദ്രകളെയും മതാശയങ്ങളെയും മതത്തെയാകെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയല്ലാതെ കരിമ്പ് പോലും അപമാനിക്കണമെന്ന് അജണ്ടയുള്ള പാർട്ടിയല്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ, ഞങ്ങളുടെ യോഗങ്ങളിൽ സാധ്യമായിടത്തോളം കലാരൂപങ്ങളെ, അനുഷ്ഠാന കലാരൂപങ്ങളെ അടക്കം ആകാവുന്ന വിധത്തിൽ വളരെ ബഹുമാനത്തോടെയും മാന്യമായും ആനയിക്കുന്ന നിലപാട് ഏത് പൊന്നു പൂമോൻ എതിർത്താലും ഈ പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അതിനിയും തുടരും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ഓശാരം കൊണ്ടല്ല എന്നുകൂടി പറഞ്ഞു വെക്കാൻ അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ സാങ്കത്യവും സന്ദർഭവും സംബന്ധിച്ച് ഇവിടെ സ്വാഗതം ആശംസിച്ച സഖാവ് ഒന്നോ രണ്ടോ വാചകത്തിലാണെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ജില്ലാ ഏരിയ നേതാക്കൾ ഒന്നിലധികം പേർ നമ്മളോടിവിടെ സംസാരിക്കാനുമുണ്ട്. ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയസംബന്ധമായി ചില കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളോട് സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരെ പിറവി കൊണ്ട നാൾ മുതൽ പിന്മടക്കമില്ലാതെ പൊരുതിയ പ്രസ്ഥാനമാണ് CPIM. എപ്പോഴെപ്പോഴെല്ലാം നാം അങ്ങനെ പൊരുതിയിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയവാദികളുടെയും മതാന്ധ ശക്തികളുടെയും ഭാഗത്ത് നിന്ന് പിശുക്കില്ലാതെ പുലമ്പിക്കേട്ട ഒരു വിദണ്ഡവാദമുണ്ട്. അതേതാണ്ട് ഇങ്ങനെയാണ്: നിരീശ്വരവാദികളായ നിർമ്മത പ്രസ്ഥാനക്കാരായ സ്വർഗ നരക പരലോക പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് വീമ്പ് പറയുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ നിലപാടുതറയിൽ നെഞ്ചുവിരിച്ച് നിൽക്കുകയാണെന്ന് നകളിക്കുന്ന അമ്പലത്തിൽ പോവാത്ത, പള്ളിയിൽ കയറാത്ത, മാമോദീസ മുക്കാത്ത, മഹറോൻ ചൊല്ലേണ്ടവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് മതത്തെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുന്നത്? ഉത്കണ്ഠയിൽ അമർന്ന് ഉപന്യാസ രചനയ്ക്ക് മുതിരുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മതമില്ലാത്ത മാർക്സിസ്റ്റുകാരെ നിങ്ങൾക്ക് മതത്തിൽ എന്ത് കുന്തം എന്നാണ് ചോദ്യം. പുറന്തോടിൽ പരിശോധിച്ചാൽ ശരിയാണെന്ന് തോന്നിയേക്കാം. അകക്കാമ്പിലേക്ക് അവലോകനത്തിന് ചെന്നാൽ അരക്കഴഞ്ചും സത്യമില്ലെന്ന് ബോധ്യപ്പെടും ഈ വിദണ്ഡവാദത്തിന്. ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. CPIM ഈ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരല്ല. എന്തുകൊണ്ട്? CPIM ഒരു മതവിരുദ്ധ പാർട്ടിയല്ല. സംശയിക്കരുത്. CPIM ഒരു മതവിധേയ പ്രസ്ഥാനവുമല്ല. ഉറപ്പുണ്ടാവണേ. CPIM ഒരു മതവിരുദ്ധ പാർട്ടിയല്ല. അതേ ശ്വാസത്തിൽ പറഞ്ഞോളണം, CPIM ഒരു മതവിധേയ പ്രസ്ഥാനവുമല്ല. മതവിരുദ്ധമല്ലാത്ത, മതവിധേയമല്ലാത്ത CPIM പിന്നെ എന്താണ്? ഉത്തരം നേരെ പറഞ്ഞാൽ ഇതാണ്: ഇന്ത്യയിൽ ഏറ്റവും ശക്തവും സംഘടിതവും സുസജ്ജവും സക്രിയവും സചേതനവുമായ മതനിരപേക്ഷ ജനാധിപത്യ ബഹുജന വിപ്ലവ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM. അതിൽ മറ്റു ഭാഗങ്ങളൊക്കെ വിടാം നമുക്ക്. ഏത്? ഇവിടെ വിഷയത്തിലേക്ക് മാത്രം ഊന്നി മതനിരപേക്ഷ ബഹുജന വിപ്ലവ പ്രസ്ഥാനമാണ് CPIM. അത് മാത്രം എടുക്കാം. എന്താണ് മതനിരപേക്ഷത? മതത്തിനു രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയത്തിനു മതവും. തെറ്റിപ്പോകരുത് കേട്ടോ. മതത്തിനു രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയത്തിനു മതവും. എന്ത് നമ്മൾ പറഞ്ഞിട്ടില്ല? മതക്കാർക്കു രാഷ്ട്രീയം പാടില്ല പറഞ്ഞിട്ടില്ല, ആവോളമാവാം. രാഷ്ട്രീയക്കാർക്കു മതം പറ്റില്ല പറഞ്ഞിട്ടേ ഇല്ല, വേണ്ടുവോളം സ്വീകരിക്കാം.
ആവർത്തിക്കാം നമുക്ക്. മതത്തിനു രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയത്തിനു മതവും. മതക്കാർക്ക് രാഷ്ട്രീയമാവാം, രാഷ്ട്രീയക്കാർക്ക് മതവും. ഇതാണ് മതനിരപേക്ഷത. കുറച്ചുകൂടി ലളിതമായി പറയാം. CPIM-ന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ഞാനോ ആരോ, കോൺഗ്രസിന്റെയോ മറ്റേതെങ്കിലും പാർട്ടിയുടെയോ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന ആളായാലും കുത്തുറാത്തീബ് എന്നാണ്, ഖത്തം ദുആ എന്നാണ്, ദുആ മജ്ലിസ് എന്നാണ്, കൊണ്ടോട്ടി നേർച്ച കഴിഞ്ഞോ, ഭരണങ്ങാനത്തെ പള്ളിക്ക് കൊടിയേറിയോ, ശബരിമല നട തുറന്നോ അടച്ചോ, ഗുരുവായൂർ ഏകാദശി ബുധനാണോ വെള്ളിയാണോ, കാടാമ്പുഴയിലെ ഭഗവതിയുടെ പൂമൂടൽ പരിപാടിക്ക് ഒഴിവുണ്ടോ, എത്രയാ ചാർജ്, ഇതൊന്നും പ്രസംഗിക്കരുത്. അത് നമ്മുടെ പണിയല്ല. ഇതുപോലെ പ്രധാനമാണ് സംസാരിക്കുന്നത്. വേറെ പരിപാടി. ഇതുപോലെ പ്രധാനമാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിനെത്തുന്ന മുസ്ലിം മതവിശ്വാസികളോട് പ്രാർത്ഥനാനന്തരം പള്ളിയിലെ കാന്തി എന്ന് പറഞ്ഞ മതപണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് കുത്തുബയെ പറയാവൂ എന്ന് പറഞ്ഞ മതപ്രബോധനം. അല്ലാതെ മുസ്ലിം ലീഗിന്റെ ജാഥ 14-ാം മൈലിൽ വരുന്നുണ്ട്, നേതാവിന്റെ കഴുത്തിൽ നേരത്തിനെത്തി നോട്ടുമാല അണിയിക്കണം എന്ന് പള്ളിക്കകത്ത് പുലമ്പരുത്. ഇതാണ് മതനിരപേക്ഷത. ചുരുക്കി ഇങ്ങനെ പറയാം നമുക്ക് ആ ഭാഗം. അരുത് ആരാധനാലയങ്ങളിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള വോട്ട് പിടുത്തം പാടില്ല. പാർട്ടി വേദികളിൽ ആത്മീയ പ്രഘോഷണം. ഇതിന്റെ പേരാണ് സെക്കുലറിസം അഥവാ മതനിരപേക്ഷത. പാർട്ടിക്കാർക്ക് മതമാവാം, പാർട്ടിക്ക് മതം പറ്റില്ല. മതക്കാർക്ക് പാർട്ടികളാവാം, പക്ഷേ മതത്തിന് പാർട്ടി പറ്റില്ല. അത് മതി സഖാവ്. എൻ്റെ ശബ്ദത്തിന് കുഴപ്പം കൊണ്ടാ മതി. അദ്ദേഹത്തിന് വഴക്ക് പറയണ്ട, ഇത് കറക്റ്റാണ്. എനിക്ക് ശബ്ദമില്ലാത്തതുകൊണ്ട് ആ ഭാഗം നമുക്ക് അവിടെ നിർത്താം. ഇന്ത്യയിലെ ഏറ്റവും സക്രിയവും സചേതനവും സുശക്തവും സംഘടിതവുമായ മതനിരപേക്ഷ പ്രസ്ഥാനമാണ് CPIM. മതവിരുദ്ധ പാർട്ടിയല്ല, മതവിധേയ സംഘടനയുമല്ല. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. 2, മതനിരപേക്ഷത, മതരഹിത ജീവിതം ഇതൊക്കെ കുറ്റമാണോ? അല്ല. ഒരാൾക്ക് മതസഹിതമായി ജീവിക്കാനാണ് ഇഷ്ടം, ആവാം. എനിക്ക് മതരഹിതമായി ജീവിക്കാനാണ് ഇഷ്ടം, ആയിക്കോട്ടെ. മതരഹിത ജീവിതം മ്ലേച്ഛവും മതസഹിത ജീവിതം ശ്രേഷ്ഠവുമാവുക വയ്യ. എവിടെ? മതനിരപേക്ഷ രാജ്യത്ത്. എവിടെയാകാം? മതാധിഷ്ഠിത രാജ്യത്ത് മതരഹിത ജീവിതം ചിലപ്പോൾ കുറ്റാവാം. ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഒരാൾക്ക് മതമുണ്ട് എന്നത് അധിക യോഗ്യതയായിക്കൂടാ. ഇനി ഒരാൾക്ക് മതമില്ല എന്നത് അരക്കഴഞ്ചു പോലും അയോഗ്യതയുമായിക്കൂടാ. കാരണം ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചത് CPIM-ന്റെ ഭരണഘടനയിലല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണ്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ആദ്യ പാഠം അറിയുന്നവർക്കറിയാം, ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്നാണ്. വാസ് എന്നല്ല, ആയിരുന്നു ഒരു കാലത്ത് എന്നല്ല, ആണ് ഇപ്പോഴും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മതനിരപേക്ഷതയുടെ മണ്ഡലത്തിൽ കാലമർത്തി ചവിട്ടി നിൽക്കാൻ, മതവിശ്വാസത്തെ മലയോളം ബഹുമാനിക്കാൻ, മതമില്ലായ്മയെ സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ ഇന്ത്യ എല്ലാ പൗരന്മാർക്കും തുല്യവും ശക്തവുമായ അവകാശാധികാരങ്ങൾ നൽകുന്നുണ്ട്. നമുക്ക് ആ ഭാഗം അവിടെ നിർത്താം. CPIM ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഇവിടെ മതമുണ്ടായാലും മതമില്ലെങ്കിലും ജീവിക്കാൻ ഒരേ അവകാശാധികാരങ്ങളാണുള്ളത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് CPIM മതതീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുന്നത്? ചുരുക്കി വിശദീകരിച്ചു പോവാം. മതതീവ്രവാദം, വർഗീയത മനുഷ്യനെതിരാണ്, മതത്തിനെതിരാണ്, ദൈവത്തിനെതിരാണ്. ഈ 3 കാരണങ്ങളാണ്. 1000 നാവുള്ള അനന്തന് ആവോളം ദിവസം അനുവദിച്ചാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വിപുലവും വിശാലവുമാണ് മതനിരപേക്ഷതയെ സംബന്ധിച്ച് അഥവാ വർഗീയതയെ സംബന്ധിച്ചൊക്കെയുള്ള വിശകലനങ്ങളും അവലോകനങ്ങളും. അതൊന്നും ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് 10,000-ത്തെ 10 ആക്കുക, ആകാശത്തെ ചിമിഴിലൊതുക്കുക, സപ്തസാഗരത്തെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുക എന്നൊക്കെ വലിയ ആളുകൾ പറയുന്നത് പോലെ ചുരുക്കിയല്ല, വളരെ വളരെ ചുരുക്കി നമുക്കിതിനെ 3 ആക്കി പറയാം. മതതീവ്രവാദം മതവിരുദ്ധമാണ്,
മതതീവ്രവാദം മനുഷ്യവിരുദ്ധമാണ്, മതതീവ്രവാദം ദൈവനിഷേധപരമാണ്. അത് ചുരുക്കി നമുക്ക് വിശദീകരിക്കാം. മനുഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മതതീവ്രവാദികൾ, വർഗീയവാദികൾ ഇവിടെ കുറച്ചു മുമ്പ് വലിയ ഘോഷം നടത്തിയ ചില കൂട്ടർ സംസാരിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അരവിന്ദാക്ഷ നിനക്ക് അരി കിട്ടാത്തത് അബ്ദുറഹിമാൻ എന്ന മുസൽമാൻ ഉള്ളത് കൊണ്ടാണ് എന്നല്ലാതെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് അലറി വിളിച്ച ആ സ്ത്രീയുടെ പ്രസ്ഥാനം നാട്ടിൽ ആരോടെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ്? അരവിന്ദാക്ഷൻ അരി കിട്ടാത്തത് അബ്ദുറഹിമാൻ എന്ന മുസൽമാൻ ഉള്ളത് കൊണ്ടാണ്, അവനെ കൊല്ലണം. അപ്പുറത്ത് വേറെ കൂട്ടരുണ്ട് 14 മൈലിൽ തിരുവല്ലയിൽ, അത് അത്ര ശക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേയുള്ളൂ. മുസ്തഫ നിനക്ക് മുണ്ട് തികയാത്തത് മുകുന്ദന്മാർ മുണ്ടുടുക്കാനുള്ളത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓന്റെ പണി വേറെ ഉണ്ട്. അരവിന്ദാക്ഷൻ അരി കിട്ടാത്തത് അബ്ദുറഹിമാൻ ഉള്ളത് കൊണ്ടാണ് ഒരു കൂട്ടര്. മുസ്തഫയ്ക്ക് മുണ്ട് തികയാത്തത് മുകുന്ദന്മാർ ഉള്ളത് കൊണ്ടാണ് മറ്റേ കൂട്ടര്. മനുഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അരി എവിടെ, തുണി എവിടെ, പണി എന്താണില്ലാത്തത് എന്ന ചോദ്യം ലോകത്തിലെ ഒരു മതതീവ്രവാദ പ്രസ്ഥാനത്തിന്റെയും മനനമണ്ഡലത്തിലില്ല, ആലോചനാ വിഷയങ്ങളിൽ പെടുന്നില്ല. പ്രക്ഷോഭ രാഷ്ട്രീയ അജണ്ടയിൽ അവസാനത്തെ ഇനം പോലുമല്ല മനുഷ്യന്റെ പ്രശ്നങ്ങൾ മതതീവ്രവാദികൾക്ക്. വിശദാംശങ്ങൾ വിട്ടുകളയാം. CPIM വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു, മതതീവ്രവാദം മനുഷ്യന്റെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ചോദ്യം ചെയ്യാനുള്ള ചേതനയെ, ഉത്തരം തേടാനുള്ള ഉത്തരവാദിത്ത ബോധത്തെ, വിവരങ്ങൾ വിവേചിച്ചറിയാനുള്ള വിശേഷണ ബുദ്ധിയെ വേരോടെ പിഴുതെടുത്ത് തങ്ങൾക്കിഷ്ടമുള്ള ആകാശവിധാനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മതത്തിൻ്റെതാണെന്ന് ധ്വനിപ്പിച്ച ഇരുമ്പ് കുറ്റിമേൽ ദൈവവിശ്വാസത്തിൻ്റെതാണെന്ന് ധ്വനിപ്പിക്കുന്ന ചങ്ങല കൊണ്ട് കഴുത്തിൽ കുറുക്കി കെട്ടുകയാണ് ലോകത്തിലെ എല്ലാ മതതീവ്രവാദികളും വർഗീയ പ്രസ്ഥാനങ്ങളും പിശുക്കില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതതീവ്രവാദം, വർഗീയത മനുഷ്യനെതിരാണ് എന്ന് ചുരുക്കം. 2, മതതീവ്രവാദം മതത്തിനെതിരാണ്, വർഗീയത മതത്തിന് വിരുദ്ധമാണ് എന്ന് നാം കാണണം. ചുരുക്കി പറയാം, ലോകത്തിലെ ഒരു മതതീവ്രവാദിക്കും മതവിശ്വാസമില്ല. മരുന്നിനെടുക്കാൻ പോലും മനസ്സിൽ മതബോധം സൂക്ഷിക്കാത്ത കുടില ചിന്തയുടെ കൊടുമുടിയിൽ കുടിൽ കെട്ടി പാർക്കുന്നവരാണ് മതതീവ്രവാദികൾ. ഉദാഹരണങ്ങൾ ആയിരങ്ങളുണ്ട്. 2 പറയാം എളുപ്പത്തിൽ. 10 കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് മുസൽമാന് പ്രത്യേക രാജ്യം വേണമെന്ന് മുക്രയിട്ട് ചുരമാന്തി കയറ് പൊട്ടിച്ച് പാകിസ്ഥാൻ വാങ്ങിപ്പോയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം മുസൽമാന്റെ നാട് എന്നല്ല, പുണ്യങ്ങളുടെ ഭൂമി എന്നാണ്. അത് വിട്ടുകളയാം. മുസൽമാന് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിപ്പോയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പിതാവ്. അദ്ദേഹം മുസൽമാനാണോ? അല്ല. എനിക്ക് തെറ്റിയതല്ല കേട്ടോ, ബോധപൂർവം പറഞ്ഞതാ. ജന്മം കൊണ്ട് അതെ, ഉമ്മയ്ക്കും ബാപ്പയ്ക്കാണ് മുഹമ്മദ് അലി ജിന്ന ജനിച്ചത്. കർമ്മം കൊണ്ട് കഴഞ്ചും, പക്ഷേ ജിന്ന മുസൽമാനല്ല. നാമം കൊണ്ടതെ മുഹമ്മദ് അലി എന്നാണ് പേര്, നല്ല മുസ്ലിം പേര്, പക്ഷെ കർമ്മം കൊണ്ടല്ല. മുഹമ്മദ് അലി ജിന്ന 1 മിനിറ്റ് പോലും മുസൽമാനായി ജീവിച്ചിട്ടില്ല. 5 നേരം നിസ്കരിക്കണം മുസൽമാൻ, അങ്ങനെയാ കണക്ക്. കോഴിക്കോട്ടെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നിട്ട് പോലും ഈ മഹ്ലൂക്ക് അതിന് മെൻകെട്ടിട്ടില്ല ഇതിന് നിസ്കരിക്കാൻ. 10 കിലോ ഉള്ള ഒരു കമ്പിയെടുത്ത് പിന്നാമ്പുറത്ത് ആഞ്ഞടിച്ചാൽ പോലും തല പടിഞ്ഞാറ്റ് കുമ്പിട്ടു പോയിട്ടില്ല, അറിയാതെ പോലും മുഹമ്മദ് അലി ജിന്നയ്ക്ക്. ജീവിതത്തിലൊരിക്കലും മുഹമ്മദ് അലി ജിന്ന നിസ്കരിച്ചിരുന്നില്ല. മുസൽമാനാണോ? അല്ല. കള്ളു കുടിക്കരുത് മുസൽമാൻ, കടുത്ത കുറ്റത്തിന്റെ പട്ടികയിലാണ് പെടുത്തിയത്. കടുത്ത കുറ്റമാണ് മദ്യപാനം എന്ന് ഇസ്ലാം. വയറ് നിറച്ചും മോന്തുമായിരുന്നു നാടൻ പട്ട മുതൽ ഓസി കിട്ടിയാൽ ഏത് കമ്പനിയുടേതും മദ്യം. ആര്? മുഹമ്മദ് അലി ജിന്ന. പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല മുസൽമാൻ, അത് കടുത്ത കുറ്റത്തിന്റെ പട്ടികയിലാണ് ഇസ്ലാം പെടുത്തിയത്. പന്നിയിറച്ചി കഴിക്കൽ മുഹമ്മദ് അലി ജിന്നയുടെ ഇഷ്ടഭോജ്യമായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥമായിരുന്നു പന്നിയിറച്ചി. ഇതെല്ലാം വിശദമായി പറയണ്ട. അദ്ദേഹത്തിന്റെ ഒരു ഇത്താത്ത സഹോദരി ഐഷ ജിന്ന അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭയായ പല്ല് ഡോക്ടറായിരുന്നു, ഡെന്റിസ്റ്റ് ആയിരുന്നു ഐഷ ജിന്ന. അവര് അനിയനെ കുറിച്ച് എഴുതിയ പ്രസിദ്ധമായ ജീവചരിത്രമുണ്ട്, ജിന്ന ദ ലാസ്റ്റ് ഫേസ്. ആ പുസ്തകം വായിച്ചാൽ മതി, വിശദമായിട്ടുണ്ട് അനിയനെ സംബന്ധിച്ച്.
കള്ളു കുടിക്കും, നിസ്കരിച്ചിരുന്നില്ല, പന്നിയിറച്ചി തിന്നും, ഇങ്ങനെ 100 കണക്കിന് ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ നിരന്തരം അനുഷ്ഠിച്ച മനുഷ്യനാണ് മുഹമ്മദ് അലി ജിന്ന. തെറ്റാണോ? അല്ല. ഈ ചോദ്യം ഇസ്ലാമിക തീവ്രവാദികളോടായതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലാതെ കള്ളു കുടിക്കണോ? കുടിച്ചോട്ടെ. പന്നിയിറച്ചി തിന്നണോ? തിന്നോട്ടെ. നിസ്കരിക്കണ്ടേ? വേണ്ട. SDPIക്കാരുടെ ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിങ്ങനെയാണ്: സ്വസമുദായത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിങ്കൽ അഭികാമ്യം. അർത്ഥം മനസ്സിലായോ? അല്ലെങ്കിൽ നാടൻ ഭാഷയെ പറയാം. അരവിന്ദാക്ഷന്റെ മകൻ അബ്ദുറഹിമാന്റെ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ പരസ്പരം അന്യമതക്കാരായതുകൊണ്ട് അനനുവദനീയമാണ്, അതുകൊണ്ടോ അവരെ ഞങ്ങൾ വെട്ടും. ഇതാണ് SDPIയുടെ മുദ്രാവാക്യം. സ്വസമുദായത്തിൽ നിന്നും ഇണകളെ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമിൽ അഭികാമ്യം. ഇങ്ങനെ വാക്യമുണ്ട് ഇസ്ലാമിൽ. അഭികാമ്യം എന്നതിൻ്റെ അർത്ഥം എന്താ? അനിവാര്യം എന്നതല്ല. PSC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടില്ല നിങ്ങൾ? ഇന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം. ഉണ്ടായാൽ നന്ന്, ഇല്ലെങ്കിലും അപേക്ഷിക്കാം. അത്രയാണ്. നിർബന്ധമെന്നല്ല. പോട്ടെ, ഞാനത് വിശദീകരിക്കാനല്ല. മുഹമ്മദ് അലി ജിന്ന സാഹിബിന്റെ ഭാര്യയുടെ പേരെന്താ? ആയിഷ അല്ല, ഖദീജ അല്ല, ഉമൈബാനു അല്ല, പിന്നെ എന്താ? രത്തീഭായി. അൽഹംദുലില്ലാഹ്, ഇസ്ലാം അല്ല, തികഞ്ഞ പാർസി യുവതിയാണ്. പാർസി മതക്കാരിയായ രത്തീഭായി അഥവാ റൂട്ടിയ എന്ന സ്ത്രീയാണ് ഇസ്ലാമിക രാഷ്ട്രത്തലവനായ മുഹമ്മദ് അലി ജിന്ന കല്യാണം കഴിച്ചത്. അത് തെറ്റാണോ? അല്ല. അനുവദനീയമല്ലേ? ആണ്. ചോദ്യം SDPIയുടെ ആയതുകൊണ്ട് ചോദിച്ചൂന്നേ ഉള്ളൂ. മുഹമ്മദ് അലി ജിന്നയ്ക്കും റൂട്ടിയയ്ക്കും ഒരു മോള ഉണ്ടായത്. അവളുടെ പേര് ദിന എന്നാണ്. ദിന, DINA. ദിന കല്യാണം കഴിച്ച പുയ്യാപ്പളയുടെ പേരെന്താ അറിയോ? അഷ്റഫ്, അഹമ്മദ്, അജ്മൽ, മുസാഫർ, മുനീർ, മുസ്തഫ അല്ല. നെൽവിൻ വാടിയ കറകളഞ്ഞ ക്രിസ്ത്യാനി, 4 തികഞ്ഞ നസ്രാനി. അത് തെറ്റാണോ? അല്ല. ഞാൻ പറഞ്ഞത് കള്ളുകുടിക്കുമായി ഒച്ച കൂട്ടില്ല. മതി 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 സമയം മതി, കുഴപ്പമില്ല. മദ്യപിക്കുമായിരുന്ന, നിസ്കരിച്ചിട്ടില്ലാത്ത, പന്നിയിറച്ചി തിന്നിരുന്ന അന്യമതക്കാരിയെ കല്യാണം കഴിച്ച, സ്വന്തം മകളെ ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട പയ്യനെ കല്യാണം കഴിക്കാൻ അനുവദിച്ച തികഞ്ഞ മുസ്ലിം തീവ്രവാദികളുടെ ഭാഷയിൽ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. പക്ഷേ ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത് പാകിസ്ഥാന്റെ പിതാവ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെയാണ്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്താൻ ഇസ്ലാമിക ചിന്ത മനസ്സിൽ വേണമെന്നില്ല. മതരാഷ്ട്രവാദം ഉയർത്താൻ മതബോധം മനസ്സിലുണ്ടാകണമെന്നില്ല. ചുരുക്കം തിരിച്ചു പറഞ്ഞു നോക്കൂ. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രവാദത്തിന്റെ തലതൊട്ടപ്പനും തമ്പുരാനുമാണ് VD സവർക്കർ. പുള്ളി ഞങ്ങൾക്കറിയില്ലേ? വീര ദാമോദര വിനായക സവർക്കർ എന്നാണ് RSS വിളിക്കുക. VD സവർക്കർ ഹിന്ദുവായിരുന്നോ? ജന്മം കൊണ്ടാണ്, നാമം കൊണ്ടാണ്. ജീവിതത്തിൽ 1/2 മിനിറ്റ് പോലും അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയായി ജീവിച്ചിട്ടില്ല. സവർക്കറുടെ അനുയായികൾ എഴുതിയ ധാരാളം ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അത് വെച്ച് വായിച്ചു നോക്കൂ. ഒരിക്കൽ പോലും അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയായി VD സവർക്കർ ജീവിച്ചിട്ടില്ല. നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. മുസ്ലിം മത തീവ്രവാദം ഉയർത്താൻ, മുസ്ലിം മതരാഷ്ട്രവാദം ഉയർത്താൻ മുസൽമാനാകണമെന്നില്ല. ഹിന്ദു രാഷ്ട്രവാദം ഉയർത്താൻ ഹിന്ദുവാകണമെന്നില്ല. എന്തായാ മതി? ഹിന്ദു മുസ്ലിം തീവ്രവാദിയായാൽ മതി. നമുക്ക് അവസാനിപ്പിക്കാം ഭാഗം. മതവിശ്വാസിക്ക് മനസ്സിൽ മത തീവ്രവാദം ഉണ്ടാകില്ല. മത തീവ്രവാദിക്ക് മനസ്സിൽ മരുന്നിനെടുക്കാൻ പോലും മതബോധവും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. മത തീവ്രവാദം, വർഗീയത മതത്തിനെതിരാണ് എന്നതാണ് നാം രണ്ടാമതായി കണ്ടത്. മൂന്നാമത് നാം പറഞ്ഞു തുടക്കത്തിൽ, മത തീവ്രവാദം മനുഷ്യനെതിരാണ് എന്നതുപോലെ, മതവിരുദ്ധമാണ് എന്നതുപോലെ, അഥവാ അതിനേക്കാൾ 10,000 മടങ്ങ് അധികം ദൈവനിഷേധപരമാണ്, ഈശ്വരവിരുദ്ധമാണ് എന്ന് നാം അറിയണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കേട്ടോളൂ, ചുരുക്കി പറയാം. ലോകത്തിലെ ഒരു മതഗ്രന്ഥവും ദൈവത്തെ അപഹസിക്കുന്നതായിട്ടില്ല. ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് ആർത്തു വിളിച്ച് പ്രഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ കഴിവുകളെക്കുറിച്ചാണ്, മേന്മകളെക്കുറിച്ചാണ്, ശക്തിയെക്കുറിച്ചാണ്, വിപുലതയെക്കുറിച്ചാണ്. അറിയാലോ നിങ്ങൾക്ക്? ഹിന്ദു മതവിശ്വാസികൾക്ക് 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ എന്നാണ് പറയുക. ഹിന്ദു മതവിശ്വാസികൾക്ക് പുരാണം രാമായണം എന്ന പേരാണ്. ഹിന്ദു മതവിശ്വാസികളുടെ ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം. ഹിന്ദു മതവിശ്വാസികൾക്ക് ഉപപുരാണങ്ങൾ 18ആണ്.
ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം, ശിവപുരാണം, വായുപുരാണം, ഗരുഡപുരാണം, അഗ്നിപുരാണം എല്ലാം കൂടി പറഞ്ഞാൽ രാവിലത്തെ ബസ്സിനെ പോകാനാവും. 18ാമത്തത് മാർക്കണ്ഡേയ പുരാണമാണ്. 18 ഉപപുരാണങ്ങൾ കഴിഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തക സഞ്ചികകളിലൊന്നാണ്, ഗ്രന്ഥങ്ങളിലൊന്നാണ് ഉപനിഷത്തുകൾ. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, ഉപനിഷത്തുകൾ 108 കേരളത്തിന്റെ സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രശോഭ, സൂര്യ തേജസ്, നക്ഷത്ര തിളക്കം എന്നൊക്കെ വിളിക്കാവുന്ന ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞു 10 പ്രാധാന്യത്തോടെ പരിഗണിച്ചാൽ മതിയാകും. ആയിക്കോട്ടെ, 108 10 നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അരിയുടെ അളവൊന്നും അല്ലല്ലോ. 4 കുറഞ്ഞു, 3 കൂടി, ഒരബദ്ധമില്ല, എത്രയെങ്കിലും ആവട്ടെ. 108 ഉപനിഷത്തുണ്ട് എന്ന കണക്ക്. ഈശോവാസം, കഠം, കേനം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തരീയം, ബൃഹദാരണ്യകം, അതും പറഞ്ഞാൽ നേരം വെളുക്കും. ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസ സംബന്ധമായ പുസ്തകങ്ങളെല്ലാം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു 4 ടിപ്പർ ലോറി വേണം, പിന്നെ ഒരു 3 ഓട്ടോറിക്ഷ വിളിക്കണം. അത്രയുണ്ട്. സപ്തസാഗരം പോലെ പരന്നു കിടക്കുകയാണ് ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസ സംബന്ധമായ പുസ്തക സഞ്ചയം. അതിലെവിടെയെങ്കിലും ഒരു വരി വേണ്ട, ഒരു വാക്കു വേണ്ട, ഒരക്ഷരം ദൈവത്തിനെതിരായി പറയുന്നതുണ്ടോ? ഉണ്ടെങ്കിൽ പരിശോധിച്ചോളൂ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പരിമിതമായി മാത്രമേ ഇസ്ലാമിക, ഹൈന്ദവ, ക്രൈസ്തവ മതഗ്രന്ഥങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ളൂ. പരിചയപ്പെട്ടിടത്തോളം ഉറപ്പിച്ചു പറയാൻ കഴിയും അവിടെ എവിടെയും ദൈവത്തിനെതിരായി വാക്കില്ല. ഉപപുരാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രഹ്മപുരാണം, 2ാമത്തത് വിഷ്ണു പുരാണം, 3ാമത്തത് ശിവപുരാണം. ശിവപുരാണം എഴുതിയത് സംസ്കൃതത്തിലാണ്. 1123 ശ്ലോകങ്ങളുണ്ട് സംസ്കൃതത്തിൽ എഴുതിയ ശിവപുരാണത്തിന്. 1ാമത്തെ ശ്ലോകം എന്താണെന്നറിയോ? ശിവമിതം പരമം. ഒടുക്കത്തെ ശ്ലോകം എന്താണെന്നറിയോ? ശിവമിതം പരമം. എന്താ അർത്ഥം? ശിവനാണ് പരമപ്രധാനി എന്നാണ്. ചുടലഭസ്മധാരിയായ ശിവൻ, പുലിത്തോല് കൊണ്ട് വസ്ത്രം ധരിക്കുന്ന ശിവൻ, കൊടിയ വിഷം ചീറ്റുന്ന ഭീകര സർപ്പത്തെ കണ്ഠാഭരണമാക്കി മാറ്റാൻ കരുത്തു കാണിച്ച ഭഗവാൻ ശിവൻ. 3ാം തൃക്കണ്ണ് അരമിനിട്ട് തുറന്നാൽ അണ്ടകടാഹങ്ങളെയും 14 ലോകങ്ങളെയും കത്തിച്ചു ചാമ്പലാക്കി ചാരം കൈവെള്ളയിലെടുത്ത് രുദ്രതാണ്ഡവം നടത്താൻ കഴിയുന്ന കാശി വിശ്വനാഥൻ, വാരാണസിയുടെ അധിപൻ, മഹേശ്വരൻ, മരണദേവൻ, സർവേശ്വരൻ, സർവവ്യാപി, സർവശക്തൻ, സംഹാരേശ്വരൻ. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ മടിയിൽ കിടന്ന് ചെറുപ്പത്തിൽ കേട്ടുപഠിച്ചതും പിന്നെ DYFI ഒക്കെ ആയതിനു ശേഷം നിർബന്ധിച്ചു വായിച്ചു പഠിച്ചതുമായ ശിവപുരാണത്തിൽ ഞാൻ പരിചയപ്പെട്ട വാക്യം. നിങ്ങൾ RSSനോട് ചോദിക്കുക അതല്ലേ എന്ന്. അല്ലെങ്കിൽ നിരുപാധികം നാം മാപ്പ് പറയാം, മുൻകാല പ്രാബല്യത്തോടെ അവർ ക്ഷമ ചോദിക്കാം നമുക്ക്. പക്ഷെ RSSകാർ പറയുന്നത് ശിവൻ ആത്മയാണ്, നടുവിന് ഞെട്ടലുണ്ട്, കാൽമുട്ടിന് നീരിറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടോ ദക്ഷ, ആരമ, അർദ്ധ, മൃത, സംഘ, സാവധാൻ. കേട്ടിട്ട് ബേജാറാവണ്ട, ചവിട്ടുക, കുത്തുക, മാന്തുക, കൊല്ലുക എന്നാണ് അതിൻ്റെ അർത്ഥം. ശാഖയെ പഠിപ്പിക്കുന്ന കച്ചവടം, അത് സമയമുണ്ട്, ഞാൻ പിന്നെ പറയാം. ഹിന്ദു തീവ്രവാദികൾ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നത്, പുരപ്പുറത്ത് കയറി പെരുമ്പറ കൊട്ടി പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശിവന് ശക്തിക്ഷയമുണ്ട്, ശിവനെ കാക്കാൻ ശിവദാസൻ ശിവസേനയിൽ ചേരണം. ദൈവമേ, ശാഖയിൽ വരണം, കരാട്ടെ പഠിക്കണം. ശിരോമാർ മലയാളത്തിലാക്കിയാൽ മൂർധാവിനടിയുന്ന, അധോമാർ വാര്യലിന് കുത്തുന്ന. മനസ്സിലായോ? ശരത് സഖ ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ സംസ്കൃതത്തിൽ പറയുന്നതുകൊണ്ടാണ് ഏർപ്പാട്. എളുപ്പമുണ്ട് സംസ്കൃതം പറഞ്ഞാൽ. യഥാ കർമ്മേണ ക്ഷിപ്രച്ചലോ. കമ്മ്യൂണിസ്റ്റുകാരൻ അടി അങ്ങാടിയിൽ നിന്ന് കിട്ടിയാൽ കഴിയണ പരുവത്തിൽ വീട്ടിലേക്ക് ഓടുക എന്ന മലയാളം. ഞാൻ വിശദീകരിക്കാൻ നേരില്ല. യഥാ കർമ്മേണ, അവനവൻ്റെ കഴിവിനനുസരിച്ച് ക്ഷിപ്രച്ചലോ, മുറുക്കി ഓടുക. അതന്നെ ശാഖയിൽ ഇങ്ങനെ ഗുണമുണ്ട് സംസ്കൃതം പറഞ്ഞാൽ. അതൊക്കെ സമയത്തേക്ക് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. വിഷയത്തിൽ വ്യതിചലിച്ചു പോയാൽ മോശ. ഭഗവാൻ ശിവനെ കാക്കാൻ ശിവദാസൻ ശാഖയിൽ വരണം. ദൈവത്തെ കാക്കാൻ മനുഷ്യൻ പരുവപ്പെടണം. ഇതിനേക്കാൾ മോശം ദൈവനിന്ദ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇസ്ലാമിക തീവ്രവാദികളും അങ്ങനെയാട്ടോ. നമുക്കത് അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. CPIM രണ്ടിനെയും എതിർക്കുന്ന പാർട്ടിയാണ് എന്നതുകൊണ്ട്. മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ എവിടെയെങ്കിലും ദൈവത്തെ പ്രകീർത്തിക്കുന്നതല്ലാതെ അപകീർത്തിപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന അരക്കഷ്ണം ആയത്തുണ്ടോ? ആയത്തെന്ന് പറഞ്ഞാൽ ശ്ലോകശകലം ഇല്ല. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് എന്ന അധ്യായം എന്നാണ് അർത്ഥം. അൽ ബഖറ എന്നാ പറയും. 256 ശ്ലോകങ്ങൾ അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞ ആയത്താണ് അൽ ബഖറയിലുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്ത്, അധ്യായം അൽ കൗസർ. 3 വാക്യങ്ങളെ ഇതിലുള്ളൂ. അത് ഏറ്റവും ചെറുത്. പരിശുദ്ധ ഖുർആൻ വളരെ പരിമിതമായി മാത്രമേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ.
പരിചയപ്പെട്ടിടത്തോളം, ഞാൻ 2ാം വർഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് CN അഹമ്മദ് മൗലവി സാഹിബിന്റെ മലയാള പരിഭാഷ വായിച്ചത്. പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തും പറയുന്നില്ല, വലിയ അധ്യായത്തിലുള്ള ചെറിയ അധ്യായത്തിലുള്ള ദൈവം മോശമാണെന്ന്. പറയുന്നത് എന്താ? പൂക്കളെ, പുഴുവിനെ, പൂമ്പാറ്റയെ, പൂങ്കാവനങ്ങളെ, മണ്ണിനെ, മരത്തെ, മഹാപർവ്വതങ്ങളെ, മഞ്ചാടിക്കുരുവിനെ, ആകാശവീഥിയെ, ആഴക്കടലിനെ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് പടച്ച തമ്പുരാനാകയാൽ പ്രാർത്ഥനയെല്ലാം അള്ളാഹുവിങ്കലേക്ക്. ഇങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. ഇങ്ങനെയാണ് ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. പള്ളിയിൽ നിന്നും മുസൽമാന്റെ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, 5 നേരം കൊടുക്കുന്നത് അല്ലാഹു അക്ബർ. എന്താണ് അല്ലാഹു അക്ബർ? കുഞ്ഞാലിക്കുട്ടി അക്ബർ എന്ന വാക്കുണ്ടോ? ഇല്ല. എളമരം കരീം അക്ബർ അങ്ങനെ വാക്കില്ല. പാലോളി മുഹമ്മദ് കുട്ടി അക്ബർ വാക്കില്ല. അങ്ങനെ പാടില്ല. പടച്ചവനോടാണ് പ്രാർത്ഥന, പടപ്പിനോടല്ല. അങ്ങനെയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം പടച്ചവനാണ് പരമപ്രധാനി എന്നാണ്. പക്ഷെ ഇസ്ലാമിക ഭീകരവാദികൾ പറയുന്നത് അള്ളാഹ്ക്ക് എന്തോ ഒരു അപകടം വന്നിട്ടുണ്ട്, അബ്ദുറഹിമാനും അഷ്റഫും അബൂബക്കറും അജ്മലും മുഹമ്മദും മുനീറും മുസ്തഫയും എല്ലാം കരാട്ടെ പഠിക്കാൻ SDPIയിൽ ചേരണം. നമുക്ക് ആ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കാം. പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്നീ പരീക്ഷകൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. പടച്ചവനെ കാക്കാൻ പടപ്പുകൾ പടപുറപ്പെടണം എന്ന് പുലമ്പുന്നത് പടച്ചവന്റെ പരമപ്രാമാണികതയെ പരിഹസിക്കുന്ന പ്രത്യയശാസ്ത്ര പ്രചാരണ നിർവഹണമാണ്. മതബോധത്തിന്റെ, ദൈവചിന്തയുടെ, ഈശ്വര ഭയത്തിന്റെ, മാനവികതയുടെ കടുകുമണിയുടെ പകുതിയെങ്കിലും കരളിൽ കാക്കുന്ന ഒരു മതവിശ്വാസിക്കും, സഖാക്കളെ പ്രിയപ്പെട്ടവരെ, മതതീവ്രവാദിയാവുക വയ്യ. വർഗീയവാദിയുടെ വേലിക്കകത്ത് അരമിനിട്ട് പാർപ്പുറപ്പിക്കുക വയ്യ എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. നമുക്ക് ആ 1ാമത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കാം. മതതീവ്രവാദം മനുഷ്യനെതിരാണ്, മതതീവ്രവാദം മതത്തിനെതിരാണ്, മതതീവ്രവാദം ദൈവനിഷേധപരമാണ്. അതുകൊണ്ടോ മതതീവ്രവാദത്തിന്റെ മതയാനകൾ മതമിളകി വരുമ്പോൾ അതിന്റെ മസ്തകം തകർക്കാനുള്ള പോരാട്ടത്തിന്റെ മുൻനിരയിൽ മുണ്ടുമുറുക്കിയെടുത്തും മുഖം കുനിക്കാതെയും ഉശിരോടെ നിൽക്കേണ്ടത് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരല്ല മുൻനിരയിൽ. പിന്നെയോ എല്ലാ മതവിശ്വാസികളും അടങ്ങുന്ന മനുഷ്യ സഞ്ചയമാണ്, മനുഷ്യകുലം ഒന്നാകെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ വേണമെങ്കിൽ 2ാമത്തെ നിരയിൽ നിന്നാൽ മതി. ഞങ്ങൾ 1ാമത്തെ നിരയിൽ ഉണ്ട് കേട്ടോ. അതല്ല, എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് നിന്ന് മടിയും മറയും കൂടാതെ പൊരുതിച്ചത്താലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് നടത്തേണ്ടുന്ന ഒരു മാനവികതയുടെ മാറു പുലർത്തുന്നതിനെതിരായ മഹാപോരാട്ടത്തിന്റെ പേരാണ് മതനിരപേക്ഷതാ സംരക്ഷണം അഥവാ മത തീവ്രവാദ വിരുദ്ധ പോരാട്ടം എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് മതതീവ്രവാദികൾ ആദ്യം നമുക്കെതിരായി ഉയർത്തുന്ന വാക്യം, നിങ്ങൾക്ക് മതമില്ലല്ലോ, പിന്നെ ഞങ്ങളോടെന്തിന് നിങ്ങൾ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ പൊള്ളത്തരം നാം തിരിച്ചറിയണം എന്നാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ ഭാഗം നമുക്ക് വിടാം, മറ്റു ചില കാര്യങ്ങൾ പറയാം. രാഷ്ട്രപതിയെ വെടിവെച്ചു കൊന്ന രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന മനുഷ്യനാണ് നാഥുറാം വിനായക ഗോഡ്സെ. അറിയാലോ. 1948 ജനുവരി മാസം 30-ാം തീയതി വെള്ളിയാഴ്ച 5 മണി കഴിഞ്ഞ് 17 മിനിറ്റുള്ളപ്പോൾ മനു ആഭ എന്ന് പറയുന്ന 2 സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് ആരോഗ്യ പ്രശ്നത്തെയും പ്രായാധിക്യത്തെയും അസുഖത്തെയും എല്ലാം വകവയ്ക്കാതെ പ്രാർത്ഥനാ മണ്ഡപത്തിലെത്താൻ നേരം വൈകിയെന്ന് വേവലാതി പിറുപിറുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ബിർളാ മന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ പ്രാർത്ഥനാലയം നോക്കി അതിവേഗം നടക്കുകയായിരുന്ന ബാപ്പുജിയെ പ്രണമിക്കാനാണ്, നമസ്കരിക്കാനാണ് എന്ന വ്യാജേന കുമ്പിട്ട് വരുമ്പോഴാണ് അരയിൽ സൂക്ഷിച്ചിരുന്ന ഇറ്റാലിയൻ നിർമ്മിത ബരേറ്റ ചെറുതോക്ക് റിവോൾവർ എടുത്ത് കാരുണ്യലേശമന്യെ അതിന്റെ കാഞ്ചിയിൽ വിരലമർത്തി മാനവികതയുടെ മഹാപർവ്വതമെന്ന് മാലോകരാഗ വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയുടെ മാറിലേക്ക് കൃത്യതയോടെ, ക്രൂരതയോടെ 3 തവണ തീയുണ്ട പായിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ. ആ മനുഷ്യ സ്നേഹത്തിന്റെ മഹാപർവ്വതമായിരുന്ന മഹാത്മജിയെ മരണത്തിന്റെ താഴ്വാരത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത വിധം പറഞ്ഞയച്ച RSS തെമ്മാടിയുടെ പേരാണ് നാഥുറാം വിനായക ഗോഡ്സെ. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറെ പേര് പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണു കാർക്കറെ, മദൻലാൽ പക്വ, ദിഗംബർ ബാഡ്ജെ, നാരായൺ ആപ്തെ, ഗോപാൽ ഗോഡ്സെ, നാഥുറാം ഗോഡ്സെ, VD സവർക്കർ, ദത്താത്രേയ പർച്ചുറെ, അങ്ങനെ 5-10-15 ആളുകളെ. 2 പേരെയാണ് തൂക്കാൻ വിധിച്ചത്, നാരായൺ ആപ്തെയെയും നാഥുറാം ഗോഡ്സെയെയും. ചിലരെയെല്ലാം തെളിവിന്റെ അഭാവത്തിൽ വിട്ടു, മറ്റു ചിലരെ ദീർഘകാലത്തേക്ക് തടവിന് ശിക്ഷിച്ചു. അതൊക്കെയാണ് ഗാന്ധി വധക്കേസിന്റെ ബാക്കി പത്രം. അതൊരു വിഷയമല്ല, നമുക്ക് വിട്ടുകളയാം. ഗാന്ധി വധക്കേസിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട നാഥുറാം വിനായക ഗോഡ്സെയെ
കുപ്രസിദ്ധമായ അംബാല ജയിലിൽ വെളുപ്പിന് 2 മണിക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജയിൽ നിയമമനുസരിച്ച് അധികാരികൾ അയാളെ സമീപിച്ചു പറഞ്ഞു, തൻ്റെ അവസാനത്തെ ആഗ്രഹം ഞങ്ങൾ അറിയിച്ചോളൂ, അത് സാധിച്ചു തരാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, പറയാൻ നിനക്ക് അവകാശവും. എന്താ ഗോഡ്സെ പറഞ്ഞറിയോ? ഒരു കഷ്ണം കടലാസ് വേണം, ഒരു പെന്നും. എത്തിച്ചു കൊടുത്ത പേന അമർത്തിപ്പിടിച്ച് കയ്യിൽ കിട്ടിയ കടലാസ് കഷ്ണത്തിൽ അയാൾ എഴുതിയ ശീർഷകം, തലക്കെട്ട്, എൻ്റെ രാഷ്ട്രീയ ഒസ്യത്ത് അഥവാ മരണപത്രം എന്നാണ്. അതെഴുതിയതിന് താഴെ വരച്ച് അയാൾ തൻ്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിച്ചെഴുതിയിട്ടുണ്ട്. അത് വിശദമായി പറയേണ്ടതാണ്. ഇന്ത്യയുടെ ചരിത്ര രേഖാ സൂക്ഷിപ്പു കേന്ദ്രങ്ങളിൽ, ആർക്കൈവ്സുകളിൽ ഇപ്പോഴും അത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആർക്കും അത് ലഭ്യമാണ്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ മരണപത്രം അഥവാ അന്ത്യാഭിലാഷ പത്രിക എഴുതി കഴിഞ്ഞതിന് ശേഷം അയാൾ അടിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു കത്തെഴുതി ഒപ്പുവെക്കുന്നതിന് മുമ്പ് അഭിവാദ്യങ്ങളോടെ എന്നെഴുതും. നമ്മുടെ സാധാരണ മനുഷ്യരെല്ലാം സസ്നേഹം, വിശ്വസ്തയോടെ, ഉപചാരപൂർവം എന്നൊക്കെ എഴുതാറുണ്ട്. അതൊരു രീതിയാണ്. നാഥുറാം വിനായക് ഗോഡ്സെ തൻ്റെ അവസാന അഭിലാഷ പത്രിക, മരണപത്രം ഒപ്പുവെച്ചതിന് മുകളിൽ എഴുതിയ വാചകം, ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക് ഗോഡ്സെ എന്നാണ്. ഓർമ്മിക്കണം, ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക് ഗോഡ്സെ എന്നാണ്. തിരുവല്ലയിലെ, പത്തനംതിട്ടയിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ എല്ലാ മനുഷ്യ സ്നേഹികളും അറിയാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ മറയില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു, നാഥുറാം വിനായക് ഗോഡ്സെ ഹിന്ദുവാണെങ്കിൽ ഈ ഇരിക്കുന്ന ഒരാളും ഹിന്ദുക്കളല്ല, അത് ജന്തുത്വമാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ആ ഹിന്ദുത്വത്തിനെതിരാണ്. ഇതാ ഞങ്ങളുടെ നിലപാട്. അത് ഹിന്ദുത്വമാണെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല. ശശികലയുടെ ഹിന്ദുത്വം അതാണെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ല. നാഥുറാമിന്റെ ഹിന്ദുവാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കുറച്ചു മുമ്പാണ് ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ, CST എന്നാണ് ചുരുക്കപ്പേര്, മുഴുവൻ പേര് ഛത്രപതി ശിവജി ടെർമിനൽ എന്നാണ്, മുംബൈ. അവിടേക്കൊരു ചെറുപ്പക്കാരൻ, 10-28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, തോളിൽ തൂക്കിയ AK-47 തോക്കിന്റെ കാഞ്ചിയിൽ വിരലമർത്തി ചീറ്റപ്പുലിയെ പോലെ പ്ലാറ്റ്ഫോമിലേക്ക് ചാടി വീണു. കണ്ണിൽ കണ്ടവരുടെയെല്ലാം അടിവയറും നെഞ്ചകവും ലക്ഷ്യം വെച്ച് തുരുതുരാ നിറയൊഴിച്ചു. 62 പച്ച മനുഷ്യർ പ്രാണനൊടുങ്ങി തീർന്നുപോയി. പ്ലാറ്റ്ഫോമിൽ ചോരതുപ്പിയും ചക്രശ്വാസം വലിച്ചും. അത് ചെയ്ത തെമ്മാടിയുടെ പേര് മുഹമ്മദ് അജ്മൽ കസബ് എന്നാണ്. അയാളെ പട്ടാളം പോലീസ് പിടിച്ച് കയ്യാമം വെച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കോടതി വളപ്പിൽ കൂടി നിന്ന പത്രപ്രവർത്തകർ അജ്മൽ കസബിനോട് ചോദിച്ചു, മിസ്റ്റർ കസബ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒട്ടും ക്ഷോഭിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഏറെ അഭിമാനത്തോടെ കസബ് പറഞ്ഞ വാക്യം എന്താണെന്നറിയോ? ഉണ്ട്. മുത്തഖീനും മുജാഹിദുമായ മുസൽമാനാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്ന്. എന്താണ് മുത്തഖീൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം? സത്യവിശ്വാസി എന്നാണ്. മുജാഹിദ് എന്നാലോ? പടച്ച തമ്പുരാന്റെ മുന്നിലല്ലാതെ തലകുനിക്കാൻ സന്നദ്ധനല്ലാത്ത സുധീരനായ ഇസ്ലാമിക പോരാളി. അതിന്റെ അർത്ഥപ്പേരാണ് മുജാഹിദ്. സത്യവിശ്വാസിയും ധീരനുമായ മുസൽമാനാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ആരാ പറഞ്ഞത്? 62 പേരെ വെട്ടിയുതിർത്ത് കാലപുരിക്കയച്ച ഭീകരവാദിയായ കുടില ചിന്താഗതിയുടെ തമ്പുരാനായ മുസ്ലിം ഭീകരവാദി മുഹമ്മദ് അജ്മൽ കസബ്. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും കേൾക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, മുഹമ്മദ് അജ്മൽ കസബ് ഇസ്ലാമാണെങ്കിൽ, മുസൽമാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഇസ്ലാമികതയ്ക്കെതിരാണ്. കാരണം അത് തെമ്മാടിത്തത്തിന്റെ മതമാണെന്ന് പറയേണ്ടി വരും. അല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇസ്ലാം കസബിനെ സ്വീകരിക്കുന്നില്ല. ഹിന്ദു മതവിശ്വാസികൾ നാഥുറാം വിനായക് ഗോഡ്സെയെ നിഷ്കരുണം നിരാകരിക്കുന്നു എന്നതാണ് മതനിരപേക്ഷ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തും കാതലും എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് മതതീവ്രവാദത്തിനെതിരായ, രാഷ്ട്രീയത്തിനെതിരായ, വർഗീയതയ്ക്കെതിരായ നിലപാടുകൾക്ക് ഒരു സ്ഥാനവും മനുഷ്യന്റെ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാട്. ദൈവത്തിന് മനുഷ്യന്റെ കുപ്പായം ഒരുപക്ഷെ ചേർന്നെന്ന് വരും. ഒരിക്കലും മനുഷ്യന് ദൈവത്തിന്റെ കുപ്പായം ചേരില്ല എന്ന് നാം തിരിച്ചറിയണം. മറക്കരുത് കേട്ടോ. ദൈവത്തിന് മനുഷ്യന്റെ കുപ്പായം എടുത്തണിഞ്ഞേക്കാം, സാധ്യതയുണ്ട്. ദൈവത്തിന്റെ കുപ്പായം മനുഷ്യനെടുത്തണിയാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് നാം തിരിച്ചറിയണം. സമീപകാല സംഭവങ്ങളിൽ ഒന്നിനെ ലക്ഷ്യം വെച്ചാണ് CPIM-ന് വേണ്ടി ഞാനത് പറഞ്ഞത്. ഒരു വാചകം കൂടി പറഞ്ഞാൽ വേറെ സസ്പെൻസ് ഉണ്ടാവില്ല. അരമനകളിലിരിക്കുന്നവർ
ആത്മീയാചാര്യന്മാരായിരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വോട്ട് പിടുത്തത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർമാരായി അഭിരമിക്കുകയല്ല, അല്ലെങ്കിൽ അധപ്പതിക്കുകയല്ല എന്ന് നാം തിരിച്ചറിയണം. അരമനകളിൽ അമർന്നിരിക്കേണ്ടത് ആത്മീയതയുടെ പരിപോഷണത്തിലും അതിൻ്റെ പരിമളത്തിലുമാണ്, അല്ലാതെ വോട്ടുപെട്ടിയുടെ മുകളിലാകാൻ പാടില്ല എന്ന് നാം ഉറപ്പിച്ചറിയണം. ഇല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എതിർപ്പിനെ മതപരമാക്കുക എന്നതാണ് മതതീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗശലം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഒരു പ്രശ്നത്തിൽ CPIM ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലപാട് സ്വീകരിച്ചാൽ ആ പ്രശ്നത്തിന്റെ ശരിമയും ഗരിമയും ചർച്ച ചെയ്യുകയല്ല, അത് മതത്തിനും ദൈവത്തിനും എതിരാണെന്ന് വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും എന്നത് എല്ലാ മതതീവ്രവാദികളുടെയും സ്ഥിരം കലാപരിപാടിയാണ്. രാഷ്ട്ര ചുമതല മതമേറ്റെടുക്കുന്നു എന്നതാണ് മതതീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട കുഴപ്പം, മതതീവ്രവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൗശലങ്ങളിലൊന്ന് മതമുദ്രകളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ്. മതമുദ്രകളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് പത്തനംതിട്ടയിലെ പാർട്ടിക്കെതിരായി, തിരുവല്ലയിലെ CPIM-നെതിരായി RSSന്റെ ചില ആളുകൾ വളവളാന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജീവിതയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തി തെയ്യം, തിറ തുടങ്ങിയ അനുഷ്ഠാന കലകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലയങ്ങളിലേക്ക് കുറുക്കിക്കെട്ടി. ഇതൊക്കെയാണ് അവരുടെ ആക്ഷേപം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോണില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കേരളത്തിലെ എല്ലാ മനുഷ്യരും മതജാതി ഭേദമില്ലാതെ കൗതുകത്തോടെ TV-ക്ക് മുന്നിലിരുന്ന ഒരു പരിപാടിയായിരുന്നു രാമായണം സീരിയൽ. രാമാനന്ദ സാഗറിന്റെ രാമായണം സീരിയൽ. അരുൺ ഗോവിൽ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു രാമനായി വേഷമിട്ടത്. സീതാദേവിയായി വേഷമിട്ടത് ഉത്തരേന്ത്യയിലെ മാതകത്തിടമ്പെന്ന് വിളിക്കാവുന്ന വലിയ നടി ദീപിക ചക്കിലിയാണ്. ഇനി വിശദീകരിച്ച് കേട്ടോളൂ, അതേ ഇവിടെ പ്രശ്നമുള്ളൂ. രാമാനന്ദ സാഗറാണോ, അരുൺ ഗോവിലാണോ, ദീപിക ചക്കിലിയാണോ, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. അത് രാമൻ ആണെന്ന് കൂട്ടാം. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന തന്ത്രം RSS നന്നായി പ്രയോഗിച്ചു ദീപിക ചക്കിലിയുടെ കാര്യത്തിൽ. ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിരക്ഷരരായ മനുഷ്യരുടെ പോലും മനോമണ്ഡലത്തിൽ വലിയ മഹോന്നത സ്ഥാനമുണ്ടായിരുന്ന സീതാദേവിയായി അഭിനയിച്ച ദീപിക ചക്കിലിയെ അധികം വൈകാതെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു BJP. 2,47,000 വോട്ടിന് ദീപിക ചക്കിലിയ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ജയിച്ചതിന്റെ പിറ്റേന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഒന്ന് അതിനെക്കുറിച്ച് എഴുതിയ വാർത്തയുടെ തലക്കെട്ട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലാക്കിയാൽ അതിങ്ങനെയാണ്: സീത നാളെ പാർലമെന്റിലേക്ക് എന്നാണ്. നോക്കൂ നിങ്ങൾ, സീത നാളെ പാർലമെന്റിലേക്ക്. ദീപിക ചക്കിലിയ എന്ന BJP MP നാളെ പാർലമെന്റിലേക്ക് എന്നല്ല, സീത നാളെ പാർലമെന്റിലേക്ക് എന്നാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, CPIM പറയാൻ ആഗ്രഹിക്കുന്നത് മതമുദ്രകളെ, മതചിഹ്നങ്ങളെ, മതഗീതങ്ങളെ, മതാശയങ്ങളെ അഥവാ മതത്തെ മൊത്തമായി തന്നെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് മതതീവ്രവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൗശലങ്ങളിലൊന്ന്. നമുക്കിതിനോട് അനുബന്ധമായി ഇവിടുത്തെ കാര്യം കൂടി പറയാം. ആധികാരികമായും കൃത്യതയോടെയും അത് പറയാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ 4 വാക്യങ്ങളിലാണെങ്കിലും കൃത്യതയോടെ സമഗ്രമായി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കതെല്ലാം സംബന്ധിച്ച് കൃത്യമായ നിലപാടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇതിനകം തന്നെ സുവ്യക്തമായതുമാണ്. അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് ഇനിയൊരു അധികപ്പറ്റുണ്ടാക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം പറയാം, ആചാരങ്ങളെ തെരുവിലേക്ക് കൊണ്ടുവരുന്നത് അപാകമാണ് എന്നാണ് ശ്രീമതി ശശികലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ശശികല എന്ന് പറഞ്ഞാൽ അറിയാലോ, HIV-യുടെ പ്രസിഡന്റ്. HIV എന്ന് പറഞ്ഞാൽ സൂക്കടല്ല കേട്ടോ, തെറ്റിപ്പോകരുത്. HIV എന്ന് പറഞ്ഞാൽ വേറൊരു സൂക്കടുണ്ട്, അസുഖമുണ്ട്, അത് മോശം സൂക്കടാണ്. അതല്ല, HIV എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പേരാ, ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ശശികലയുടെ ആക്ഷേപം ഹിന്ദു ആചാരങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ തെരുവിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. വളരെ ലളിതമായ ചോദ്യം. അത് സംബന്ധിച്ച് പാർട്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിച്ച് പറയേണ്ട. ഗണേശോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടി RSS ഇന്ത്യയിലും കേരളത്തിലും പത്തനംതിട്ടയിലും നടത്താറുണ്ട്. കോഴിക്കോട്ടുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഗണേശോത്സവം, ഭഗവാൻ ഗണപതിയുടെ വിഗ്രഹം നിമഞ്ജനം ചെയ്യുന്ന പരിപാടി, ഇതെല്ലാം RSSകാർ അമ്പല കമ്മിറ്റി നടത്തുന്നതിനെ കുറിച്ചല്ല കേട്ടോ. RSSകാർ ദൈവങ്ങളെ തെരുവിലേക്ക് കൊണ്ടുവരുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗണേശോത്സവം. വളരെ ലളിതമായി വളരെ പച്ചയായൊരു കാര്യം പറയാം. കഴിഞ്ഞ വർഷം ഗണേശോത്സവം നടക്കുന്ന ദിവസം രാത്രി ഞാനൊരു പാർട്ടി പരിപാടി കഴിഞ്ഞ് എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ യാത്ര ചെയ്തിരുന്ന 2 വീലർ എന്തോ ഒരു കേടായി.
ഞാൻ അവിടെ നിർത്തി, ഓരം ചേർത്ത് നിർത്തി. ഇങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു സഖാവിനെ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി ഫോൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് തെരുവിൻ്റെ ഓരത്ത് ഒരു ഡ്രൈനേജ് അഴുക്കുചാലിൻ്റെ മേലെ പലകയടിച്ച് ഒരു ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. പൾപ്പ് കൊണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയത്. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി RSS സ്ഥാപിച്ചതാണ്. ഞാനൊരു കൗതുകത്തിന്, ഗണപതി ഭഗവാനല്ലേ, നല്ല കലാസൃഷ്ടിയാണ്, കണ്ട നല്ല ഓമനത്വമുള്ള ഭഗവാൻ ഗണപതി. ഞാൻ വ്യക്തിപരമായി ദൈവവിശ്വാസിയല്ല. ആ കലാപരമായ മികവ് കണ്ട്, നല്ല വെളിച്ചം കണ്ട് ഞാനൊന്നും അങ്ങോട്ട് നോക്കാൻ പോയി. എൻ്റെ കാലിനടിയിലൂടെ ഒരു ചെറിയ ഹെലികോപ്റ്ററിനേക്കാൾ കുറച്ച് വലിപ്പം കുറഞ്ഞൊരു പൊയ്ച്ചായി, അങ്ങനെയല്ലേ ഇവിടെ പറയുക, വലിയ എലി, ഒരു 4-5 എണ്ണം ഇങ്ങനെ വാണം വിട്ടതുപോലെ ഗണപതി ഭഗവാന്റെ അടിയിലേക്ക് പോവാം. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ വാഹനാണല്ലോ. നോക്കുമ്പോൾ അഴുക്കുചാലിനു മേലെ പലകയടിച്ച് തട്ടുപണിതാണ് ഗണപതി ഭഗവാനെ RSSകാർ എൻ്റെ അങ്ങ് അടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരെ വിനയപൂർവ്വം എന്നാൽ വിറയ്ക്കാതെ ശശികലയുടെ പ്രസ്ഥാനത്തെയും RSSന്റെ ആളുകളെയും വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിഗ്രഹങ്ങൾ സ്ഥാപിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലത്താകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് തെളിയിച്ചാൽ CPIMന്റെ അംഗത്വം ഉപേക്ഷിച്ച് ഞാൻ RSSൽ ചേരാം. മാലിന്യ കൂമ്പാരത്തിൻ്റെ ഒത്ത നടുക്ക് 5 സെന്റ് സ്ഥലം വെറുതെ തരാമെന്ന് പറഞ്ഞാലും വാങ്ങുന്നത് തെറ്റാന്ന് എനിക്കറിയാം. എന്നാലും നമ്മളൊരു വെല്ലുവിളിയായി പറയാം. ഹിന്ദു മതഗ്രന്ഥത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും അനുസരിച്ച് ഹിന്ദു ദൈവങ്ങളെ പ്രതിഷ്ഠിക്കേണ്ടതിന് കൃത്യമായ നിലപാടുണ്ട്, രീതികളുണ്ട്, അതിന് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, നിർബന്ധങ്ങളും നിബന്ധനകളുമുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അറിയാവുന്ന കാര്യങ്ങൾ എമ്പാടും പറയാനുണ്ട്, അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഭഗവാൻ ഗണപതിയുടെ വിഗ്രഹത്തെ അഴുക്കുചാലിന് മുകളിൽ മരപ്പലക കൊണ്ട് തട്ടുകെട്ടി എലി പുളയ്ക്കുന്ന, പുഴുവരിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കാൻ RSSന്റെ തെമ്മാടി പരീക്ഷകൾക്ക് ഏത് ഹിന്ദു പ്രത്യയശാസ്ത്രമാണ്, ഏത് ഹിന്ദു മതഗ്രന്ഥ നിലപാടുകളാണ് അനുമതി നൽകുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചക്കരയും ഞങ്ങൾ ചെയ്യുമ്പോൾ കൊപ്പരയാണ്. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. നേരത്തെ സഖാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഒരു മതത്തിൻ്റെ ദൈവങ്ങളെയും, ഹിന്ദു എന്നല്ല, ലോകത്തിലെ ഒരു മതഗ്രന്ഥങ്ങളെയും മതചിഹ്നങ്ങളെയും മതമുദ്രകളെയും മതാശയങ്ങളെയും മതത്തെയാകെയും അങ്ങേയറ്റം ബഹുമാനിക്കുകയല്ലാതെ കരിമ്പ് പോലും അപമാനിക്കണമെന്ന് അജണ്ടയുള്ള പാർട്ടിയല്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ, ഞങ്ങളുടെ യോഗങ്ങളിൽ സാധ്യമായിടത്തോളം കലാരൂപങ്ങളെ, അനുഷ്ഠാന കലാരൂപങ്ങളെ അടക്കം ആകാവുന്ന വിധത്തിൽ വളരെ ബഹുമാനത്തോടെയും മാന്യമായും ആനയിക്കുന്ന നിലപാട് ഏത് പൊന്നു പൂമോൻ എതിർത്താലും ഈ പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അതിനിയും തുടരും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ഓശാരം കൊണ്ടല്ല എന്നുകൂടി പറഞ്ഞു വെക്കാൻ അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഒറ്റ കാര്യം കൂടി അതിനോട് ചേർത്ത് പറഞ്ഞ് നമുക്ക് കടന്നു പോകാം മറ്റു വിഷയങ്ങളിലേക്ക്. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് RSS കേരളത്തെ ഇളക്കി മറിച്ചത് നിങ്ങൾക്കറിയാം. പത്തനംതിട്ടയിൽ പ്രത്യേകിച്ചും പുകിലും പുക്കാറും ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം. അവിടെ എല്ലാം നടന്ന പ്രധാനപ്പെട്ട കലാപരിപാടികളിൽ ഒന്നായിരുന്നു നാമജപ ഘോഷയാത്ര എന്ന പേരിലുള്ള തെമ്മാടിത്ത പ്രലപനം. എന്തായിരുന്നു മുദ്രാവാക്യം? എന്താ നാമജപം എന്ന് പറഞ്ഞാൽ? എൻ്റെ ചെറുപ്പത്തിൽ അമ്മൂമ്മ ഉമ്മറത്ത് കൊളുത്തി വെച്ച വിളക്കിന് മുന്നിലിരുന്ന് വൈകുന്നേരം മേല് കഴുകി വന്ന്, കുളിക്കാറില്ല, അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, തല കുളിക്കേണ്ടതില്ല എന്ന ഞങ്ങളുടെ നാട്ടിലെ കണക്ക്. വൈകുന്നേരം മേല് കഴുകി വന്ന് ഭസ്മക്കുറി നെറ്റിയിൽ ചാർത്തി, ചമ്രം പടിഞ്ഞ്, കണ്ണടച്ച്, തൊഴുകൈ കൂപ്പി, ഓം ഹരിഹരായ നമ, ഓം ആനന്ദായ നമ, ഓം അമൃതായ നമ, ഓം ഗോവിന്ദായ നമ. ഇനി പറഞ്ഞ നിങ്ങളെക്കാളും ചൊല്ലാൻ ഞങ്ങൾക്കറിയാം, പോട്ടെ, നേരം കളയണ്ട. ഇതെല്ലാം ചൊല്ലി ഏതാണ്ട് അരമണിക്കൂറിലധികം നാമജപം പൂർത്തിയാക്കിയാലേ വെള്ളം കിട്ടൂ എൻ്റെ വീട്ടിൽ നിന്ന്. ഹിന്ദു മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരമ്മൂമ്മ എനിക്കുണ്ടായതുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് അവർ വോട്ട് ചെയ്തിരുന്നത് എന്നുകൂടി ചേർത്ത് പറയണേ, മറന്നു പോകരുത്. അതായിരുന്നു നാമജപം. എന്തായിരുന്നു കോഴിക്കോട്ട് അങ്ങാടിയിൽ നടന്ന, തെരുവിൽ നടന്ന, പത്തനംതിട്ടയിലും നടന്ന നാമജപ ഘോഷയാത്രയിലെ നാമജപം? ഒറ്റക്കയ്യൻ ജയരാജ നിന്റെ മറ്റേ കയ്യും ഞങ്ങൾ എടുക്കും. ഏത് പുരാണത്തുന്ന? കള്ള തെണ്ടി പിണറായി നിന്നെ പിന്നെ കണ്ടോളാം. ഏത് ഇതിഹാസത്തിൽ നിന്ന? ഒറ്റക്കയ്യൻ ജയരാജ നിന്റെ മറ്റേ കയ്യും ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ശ്ലോകം മതത്തിന്റെ പേരിൽ, നിങ്ങൾ പറഞ്ഞത് മതത്തിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ പിണറായി എന്ന വൃത്തികെട്ടവൻ ശബരിമലയിലേക്ക് കണ്ടമാനം സ്ത്രീകളെ കയറ്റുന്നത് തടയാൻ, ശരി, നിങ്ങൾ തെരുവിൽ ഘോഷയാത്ര നടത്തിക്കോളൂ, നാമജപം തന്നെ നടത്തിക്കോളൂ. നടത്തേണ്ടത് നാമജപമാണ്, തെറി അഭിഷേക ഘോഷയാത്രയല്ല. ആരായിരുന്നു ന്യായീകരണം? എന്തായിരുന്നു നീതീകരണം? എന്നിട്ട് ഇവരിപ്പോൾ പറയുക നാമജപം
ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മഹാപാതകമാണ്. ആണോ? ഇത് ഇസ്ലാമിക തീവ്രവാദികൾക്കും ബാധകാട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറച്ച് കൊല്ലം മുമ്പ് ഗെയിൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ വാതകം പൈപ്പിലൂടെ കൊണ്ടുപോകുന്ന ഗെയിൽ പദ്ധതി. കോഴിക്കോട്ടായിരുന്നതിൻ്റെ സമര കേന്ദ്രം, എതിർപ്പിൻ്റെ കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമി. കോഴിക്കോട്ടെ കിഴക്കൻ മലയോര മേഖലയായ മണ്ഡലം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവാൻ, തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മുക്കത്ത് 4 കൂടിയ തെരുവിൽ വലിയ ഹൈവേയിൽ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരെയും പങ്കെടുപ്പിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നിസ്കാരം മുസല്ല വിരിച്ച്, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരപ്പായ, അത് വിരിച്ച് തെരുവിൽ നിസ്കാരം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയും നാമജപ ഘോഷയാത്ര എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ പുല്ലും കൊലയാട്ടും പുലമ്പാൻ തെരുവിനെ തെരഞ്ഞെടുത്ത് മതത്തെ മറയാക്കിയ RSSന്റെ തെമ്മാടിക്കൂട്ടവും ചെയ്തത് ആചാരങ്ങളെ രാഷ്ട്രീയത്തിനു വേണ്ടി അമർത്തിക്കെട്ടി, കുറുക്കിക്കെട്ടി, കുറ്റിയടിച്ച് കെട്ടി നന്നായി മുട്ടിക്കറക്കുകയായിരുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയണം. സാർ ഈ ലൈറ്റ് ഓഫ് ആക്കുമോ? ഈ കണ്ണ് ഇപ്പോട്ടത് ഞാൻ നല്ല ഗ്ലാമറാണ്, എനിക്ക് കുഴപ്പമില്ല, കണ്ണിന് വേദനയില്ല. അപ്പൊ നാം തിരിച്ചറിയേണ്ടത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തെരുവിലേക്ക് കൊണ്ടുവന്ന് അപമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയല്ല എന്ന് നാം തിരിച്ചറിയണം. ഇനി ഇവിടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ശ്രീമതി ശശികല ടീച്ചർ നടത്തിയ പരിപാടിയുടെ സ്റ്റേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനത് പത്രത്തിൽ കണ്ടതാണ്, TV-യിൽ കണ്ടതാണ്. RSSന്റെ തന്നെ പ്രചരണ മാധ്യമങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൻ്റെ ചില ക്ലിപ്പുകൾ കണ്ടിരുന്നു. ശശികല ടീച്ചർ വലതുഭാഗത്ത് പ്രസംഗിക്കുന്നു. ശശികലയേക്കാൾ ഉയരത്തിലൊരു 7 തിരിയിട്ട് കത്തുന്ന നിലവിളക്ക് ഒരു പൂമാല ചാർത്തി സ്റ്റേജിൽ വെച്ചിട്ടുണ്ട്. ഇവരാരാ? കാടാമ്പുഴ ഭഗവതിയാ? ആണോ? കാടാമ്പുഴ ഭഗവതിയാണോ എഴുന്നള്ളി നിൽക്കുന്നത്? ഏതോ മോഹൻലാൽ സിനിമയിൽ ചോദിച്ച പോലെ. ശശികല എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തീവ്രവാദ വിഷം തുപ്പുന്ന RSSന്റെ പ്രചാരകയല്ലേ? ആ വിലയല്ലേ അവർക്ക് കൊടുക്കാം? ആ വില കൊടുക്കാം. ഏത് വിരുദ്ധ പ്രചരണം നടത്തുന്ന ആളാണെങ്കിലും, CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും RSS ആയാലും SDP ആയാലും അവരുടെ നേതാവ് അതല്ലേ വേണ്ടു? പിന്നെ എന്തിനാ നിങ്ങൾ 7 തിരിയിട്ട് കത്തുന്ന ശശികലയേക്കാൾ ഉയരമുള്ള ഒരു നിലവിളക്കിൽ പൂമാലയിട്ട് ചാർത്തി നിങ്ങൾ ഹിന്ദു മതാചാരത്തിന്റെ ഭാഗമായി ആണ് പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഞങ്ങൾ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന്, റോഡിന്റെ ഉദ്ഘാടനത്തിന്, ഗവൺമെന്റ് പദ്ധതികൾക്ക് അല്ലാത്തതിന്, നല്ല പരിപാടികൾക്കെല്ലാം ഒരു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് തെറ്റാണ് എന്ന അഭിപ്രായമുള്ളവരല്ല ചെങ്കൊടി പാർട്ടിക്കാർ. ചോദ്യം നിങ്ങളോടാണ്, ഉത്തരം അതിന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് പ്രശ്നം. ശശികലയ്ക്കാവാം ഏത് 5 അടിയിലധികം ഉയരമുള്ള നിലവിളക്കിൽ 7 തിരിയിട്ട് കത്തിച്ച് അവരുടെ പ്രസംഗം. നിങ്ങൾക്ക് മതചിഹ്നങ്ങളെ ദുരുപയോഗം ചെയ്യാം. CPIM-ന് മതചിഹ്നങ്ങളെയല്ല, മതത്തിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി നൂറ്റാണ്ടുകളായി കേരളത്തിൽ പ്രചുര പ്രചാരത്തിലുള്ള കലാരൂപങ്ങളെ ഒട്ടും അപമാനിക്കാതെ ഏറെ ബഹുമാനത്തോടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രചരണത്തിന്റെ മാർഗവും ഉപാധിയുമാക്കി മാറ്റുന്ന രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അതിനെ അപമാനിക്കലാണ് എന്ന് അപവാദം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ എത്ര പറഞ്ഞാലും അത് അംഗീകരിച്ചു പോകാൻ ആളുകൾക്ക് പ്രയാസമുണ്ട് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത കാര്യം നമുക്ക് നോക്കാം. RSSന് ആരാണ് തിട്ടൂരം തന്നത് അട്ടിപ്പേർ അവകാശം ഹിന്ദുക്കളുടേത് സ്വീകരിക്കാൻ? RSSും ഹിന്ദുവുമായി എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധമായൊരു മൈതാനമാണ് മുതലക്കുളം. അവിടെ മുതലയില്ല, കുളവുമില്ല. പേര് മുതലക്കുളം. തൃശ്ശൂരിലെ വിശ്വപ്രസിദ്ധമായ മൈതാനമാണ് തേക്കിൻകാട് മൈതാനം. അവിടെ തേക്കുമില്ല, കാടുമില്ല, മൈതാനമുണ്ട്. അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ നാട്ടിലുണ്ട്. അതുപോലെ ഒന്നാണ് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. RSSന് ഹിന്ദുവുമായി ഒരു ബന്ധവുമില്ല. പുരാണം എടുത്തുദ്ധരിച്ചാൽ സുഭദ്രയോട് അടങ്ങാത്ത പ്രേമം അർജുനന്. അർജുനന്റെ ഏറ്റവും അടുത്ത സഖാവാണ്, ഈ നാളെ ബേജാറാവണ്ട കേട്ടോ, അർജുനന്റെ ഏറ്റവും അടുത്ത സഖാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പെങ്ങളാണ് സുഭദ്ര. നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് ശ്രീകൃഷ്ണനോട് അർജുനനോട് ശ്രീകൃഷ്ണൻ ചോദിച്ചു. നല്ല തല്ല് നാട്ടിൽ കിട്ടില്ലേ, അവിടെ വന്ന് വാങ്ങണം. പക്ഷെ ആഗ്രഹം എല്ലിന് പിടിച്ച പ്രേമാണ്. അവസാനം വേഷം മാറി വൃദ്ധ താപസന്റെ വേഷത്തിൽ സുഭദ്രയുടെ കൊട്ടാരത്തിലെത്തുന്നു ആര്? അർജുനൻ. എന്നിട്ട് ഈ വൃദ്ധ താപസന്മാരൊക്കെ വന്നാൽ ഫലമൂലാദികൾ നൽകി സ്വീകരിക്കണമെന്നാണ് പുരാണത്തിനനുസരിച്ചുള്ള രീതി. അങ്ങനെയുണ്ട്. അതുകൊണ്ട് വെള്ളിത്തളികയിൽ ഫലമൂലാദികൾ വെച്ച് ഭവ്യതയോടെ സ്വീകരിക്കുന്നു സുഭദ്ര ഈ പ്രായം ചെന്ന വൃദ്ധ താപസനെ. താപസം വന്നത് പൂവമ്പഴത്തിന് കിലോയ്ക്ക് എന്ത് വില ഉണ്ട് നോക്കാനല്ല, സുഭദ്രയോട് 4 വർത്താനം പറയാനാ.
പഴമെടുത്ത് താലത്തിൽ നിന്നെടുത്ത് സുഭദ്രയെ നിർനിമേഷനായി ഇതി കർത്തവ്യതാ മൂഢനായി എന്നാണ് കവി ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ കോഴിക്കോട്ട് ഭാഷയെ പറഞ്ഞ അന്തം വിട്ട് കുന്തം തിരിഞ്ഞുന്ന മലയാളം. പഴമെടുത്ത് തൊലി കളഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. തൊലിയിലേക്കും നോക്കുന്നില്ല, പഴത്തിലേക്കും നോക്കുന്നില്ല. കാരണം പഴമല്ല പ്രധാനം, സുഭദ്രയെ കൺകുളിർക്കെ കാണലാണ്. സുഭദ്രയുടെ മുഖത്തേക്ക് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കെ പഴത്തിൻ്റെ തൊലി ഇങ്ങനെ താഴോട്ടാക്കി പഴം തിന്നുന്നതിന് പകരം പഴത്തിൻ്റെ കാമ്പെടുത്ത് കളഞ്ഞ് തൊലി തിന്നുന്ന ഒരു രംഗമുണ്ട് മഹാഭാരതത്തിൽ. സുഭദ്രയെ കാണുന്ന രംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി രേഖയല്ല, മഹാഭാരതം വായിച്ചാൽ മതി. ഇതാണ് RSS സ്വീകരിക്കുന്നത്. നല്ല പൂവമ്പഴത്തിൻ്റെ മധുരമയുള്ള നല്ല ഫലത്തെ എടുത്ത് അതിൻ്റെ തൊലി കളയുന്നതാണെന്ന് ഭാവിച്ച് കാമ്പെടുത്ത് പുറത്തേക്ക് കളഞ്ഞ് തൊലി തിന്നുന്ന ശീമപ്പശുവിൻ്റെ രാഷ്ട്രീയ അധപതനമാണ് RSSന്റെ മണ്ഡലത്തിൽ ഹിന്ദുവിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. അത്രയേ ഉള്ളൂ. RSSും ഹിന്ദുവായിട്ടൊരു ബന്ധവുമില്ല. ഹിന്ദു മതവിശ്വാസികൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവങ്ങളിലൊന്നാണ് ഭഗവാൻ കണ്ണൻ. ഉണ്ണികൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിലൊന്നാണ് ഓടക്കുഴൽ. ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് അത് വിളിക്കുന്ന രംഗത്തെക്കുറിച്ച് ചെറുശ്ശേരി കൃഷ്ണഗാഥയിലും മറ്റനവധി പുരാണ കഥകളിലും പറയുന്നത് കർണാനന്ദകരമായ സംഗീതം പൊഴിക്കും ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ ചുണ്ടോട് ചേർത്താൽ എന്നാണ്. അതൊരു മുളവടിയാണ്. RSSന്റെ കയ്യിലൊരു മുളവടിയുണ്ട്. ഭഗവാൻ കണ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴലും തുളകൾ ദ്വാരങ്ങൾ 6 RSSന്റെ കയ്യിലുള്ള മുളവടിക്ക് ദ്വാരം 1. അതിലൊരു കയറിട്ട് വട്ടത്തിൽ പിടിക്കാനുള്ളതാണ്. ഓടക്കുഴലെടുത്ത് കണ്ണൻ ചുണ്ടോട് ചേർത്താൽ പുറത്തേക്ക് വരുന്നത് കർണാനന്ദകരമായ സംഗീതമാണ്. ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ പറയുന്നത് ഗോക്കൾ ഗോപികമാർ ഗോകുലമാകെ തീർന്നില്ല, കൊടിയ വിഷം ചീറ്റുന്ന പണം വിടർത്തി നിൽക്കുന്ന ലോകത്തിന്റെ കാലനായി കറുത്ത വിഷം വമിപ്പിക്കുന്ന കാളിയൻ പോലും കണ്ണന്റെ ഈ കർണാനന്ദകരമായ ഓടക്കുഴൽ സംഗീതം കേട്ട് ആനന്ദം പൊഴിക്കാറുണ്ട് എന്ന കാളീയ സർപ്പത്തെ പോലും ശാന്തനാക്കുന്നതാണ് ഭഗവാൻ കണ്ണന്റെ ഓടക്കുഴൽ വിളി. അതൊരു മുളവടിയ. RSSകാരന്റെ കയ്യിലുള്ള മുളവടി അന്തരീക്ഷത്തിലേക്ക് പൊക്കിയാൽ അല്ലോ എന്ന വാക്കാ കേൾക്കുക. അത് അബ്ദുറഹിമാന്റെ മൂർധാവ് പൊളിഞ്ഞ ഒച്ചയാണ്, അല്ലാതെ കർണാനന്ദകരമായ സംഗീതമല്ല. കണ്ണന്റെ ഓടക്കുഴൽ മുളവടിയും RSSന്റെ ദണ്ഡയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത RSSന്റെ മുഖ്യ ശിക്ഷകർ അങ്ങനെ കണ്ടിട്ടാണ്. DYFIക്കൊക്കെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ അങ്ങനെയൊക്കെ ഉണ്ടാവുക. RSSന് അങ്ങനെയല്ല. മുഖ്യ ശിക്ഷക്, മുക്കാത്ത ശിക്ഷക്, പ്രാന്ത കാര്യവാഹ്, പ്രാന്തില്ലാത്ത കാര്യവാഹ്, വടിവാൾജി, കൊടുവാൾജി, കുന്തവാഹുജി അങ്ങനെയൊക്കെ പെട്ടതാ. അതിൽപ്പെട്ടൊരു ഭ്രാന്തന്റെ പേരാണ് ഈ മുഖ്യ ശിക്ഷക്. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ചങ്ങാതിയാണ്. RSSന്റെ മുഖ്യ ശിക്ഷകായ ഒരു ചേട്ടൻ പാവപ്പെട്ട കുടുംബത്തിലെ അയാളുടെ നേരെ അനിയനെ ഒരു വിഷയത്തിൽ 1ഉം 2ഉം പറഞ്ഞ് തെറ്റി കയ്യിലുണ്ടായിരുന്ന ദണ്ഡയെടുത്ത് ശിരോമാർ, അതിന്റെ പേരാണ് മൂർധാവിനടിക്കുക. വഴിക്ക് തീർന്നു ഏർപ്പാട്. അയാൾ ഇരുന്നിടത്തുനിന്ന് ഭരിച്ചുപോയി. അപ്പൊ RSSന്റെ ദണ്ഡയും ഭഗവാൻ കണ്ണന്റെ കയ്യിലുള്ള മുളവടിയും രണ്ടും രണ്ടാണ്, മറക്കരുത്. രാമായണം എഴുതിയത് മഹർഷി വാത്മീകിയാണ്. മാ നിഷാദ അരുതു കാട്ടാള എന്നാണ് രാമായണത്തിലെ പ്രധാനപ്പെട്ട ഗുണപാഠം. രാമായണം എഴുതിയ മഹർഷി വാത്മീകി പണ്ട് കാട്ടാളനായ രത്നാകരനായിരുന്നു കേട്ടോ. കാട്ടിലൂടെ നടന്നു പോകുന്ന മഹർഷിമാരെയും വഴിപോക്കരെയും തടഞ്ഞു നിർത്തി ഭാണ്ഡം കവർച്ച ചെയ്ത് സമ്മതിക്കാത്തവരെ കൊന്നുതള്ളി ഒരു കുടിലമായ മനുഷ്യനായിരുന്നു ആര്? രത്നാകരൻ. ഒരു ദിവസം മഹർഷിമാർ ഹിമാലയത്തിലേക്ക് തപസ്സിന് പോകുമ്പോൾ കാട്ടാളൻ പതിവ് പോലെ മരക്കൊമ്പിൽ നിന്നും കത്തിയും കാട്ടി ചാടി വീണ് അടിക്കൂ ഭാണ്ഡം, കീഴടങ്ങൂ എന്നെ എന്ന് തീരുമാനിച്ചു. മഹർഷിമാർ പറഞ്ഞു, ഞാനിങ്ങനെ കച്ചറിയും ഉണ്ടാക്കി നിൽക്കല്ല. ഇബ്രാഹിം കുഞ്ഞിനെ പോലെ പാലാരിവട്ടം പാലം കട്ടതിന്റെ പണമൊന്നും ഭാണ്ഡത്തിലില്ല, അതുകൊണ്ട് ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ. ബഹളായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദായി. മഹർഷിമാർ ചോദിച്ചു, താൻ എന്തിനാ ഞങ്ങളെ തടയണത്, കൊല്ലണത്? മകനുണ്ട് വീട്ടിൽ, ഭാര്യയുണ്ട് അകത്ത്, അവരെ ഒറ്റാനാ, എനിക്കും ഭക്ഷണം കഴിക്കണം, പശി അടക്കണം. മഹർഷിമാർ ചോദിച്ചു, ശരി, ഭാര്യയ്ക്കും മകനും വേണ്ടി ഈ കൊല ചെയ്യുന്ന, അക്രമം നടത്തുന്ന താൻ കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നന്നായി കഴിക്കുന്ന ഭാര്യയും മകനും ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പങ്കു പറ്റുമോ? എന്നാരും പറഞ്ഞു, അതെനിക്കറിയില്ല, എന്നാ വീട്ടിൽ പോയി ചോദിച്ചു പോകാന്ന് പറഞ്ഞു. ഭാര്യയോടും മോനോടും ചോദിച്ചു, ഞാൻ ഈ കൊണ്ടുവരുന്നത് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, കുറ്റം വന്നാൽ അതിന്റെ പകുതി നിങ്ങൾ ഏൽക്കുവോ? അപ്പം ഭാര്യയും മകനും പറഞ്ഞു, അത് നടക്കില്ല, അത് നിങ്ങൾ തന്നെ ഏൽക്കണം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രത്നാകരൻ സന്യാസിമാരുടെ കാല് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മഹർഷിമാരെ, എനിക്ക് മനുഷ്യനാവണം, ഞാൻ ഈ ഏർപ്പാട് നിർത്തുകയാണ്.
പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പുറത്ത് തലോടി രത്നാകരൻ എന്ന കാട്ടാളിനോട് മഹർഷിമാർ പറഞ്ഞു, ഇവിടെ ഇരിക്ക്, രാമരാമ മന്ത്രം ജപിക്ക്, ഞങ്ങൾ പോയി തിരിച്ചു വരാം, അപ്പോഴേക്ക് താൻ നല്ല മനുഷ്യനാവും. അപ്പൊ കാട്ടാളി രത്നാകരൻ പറഞ്ഞു, നായനാരില്ല, സാക്ഷരതയില്ല, രാമരാമ എന്ന് മന്ത്രം ജപിക്കാൻ എനിക്കറിയില്ല, തെമ്മാടിത്തം പറയാൻ അറിയും. അപ്പൊ രണ്ട് വലിയ മരത്തിന്റെ നടുക്ക് ഈ ചങ്ങാതി നിർത്തിയിട്ട് പറഞ്ഞു, ആ മരം നോക്കിയിട്ട് ആ മരം എന്ന് പറയാ, ഈ മരം നോക്കിയിട്ട് ഈ മരം എന്ന് പറയാ, അങ്ങനെ അങ്ങ് പറഞ്ഞുകൊടുക്കുന്നു. ആ മരീമ രാമരീമാർ എന്ന് പറഞ്ഞപ്പോൾ ഏത് വിട്ടിയായാലും കുറച്ച് കഴിഞ്ഞാൽ രാമ 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 എന്നാവും, വീട്ടിൽ പോയി ചൊല്ലി നോക്കിയാൽ മതി. അങ്ങനെ രാമരാമാന്ന് ജപിച്ച് അവിടെ ഇരുന്നു. 7 കൊല്ലം കഴിഞ്ഞ് മഹർഷിമാർ തപസ്സം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം 2 വൻമരങ്ങൾക്കിടയിൽ ഒരു ചിതൽപുറ്റിന്റെ സുഷിരങ്ങളിലൂടെ രാമ 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 മന്ത്രം ഘനഗംഭീരമായി പുറത്തേക്ക് വമിക്കുന്നു. ഒരു ഉണക്കമര ചില്ലയെടുത്ത് പുറ്റു തല്ലിപ്പൊളിച്ച് നോക്കിയപ്പം ജടാവൽക്കലധാരിയായ മഹർഷി, തേജസ്വിയായ കണ്ണുകൾ, തട്ടി എണീപ്പിച്ച് ചോദിച്ചു, താനെന്താ അവിടെ ഇരുന്ന് ഇങ്ങനെ പുറ്റിനുള്ളിൽ ഇരുന്നിട്ട് രാമമന്ത്രം ജപിക്കുന്നു? കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഗതകാലം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി 7 കൊല്ലം മുമ്പ് തങ്ങളിരുത്തിയ ചങ്ങാതി അത് എന്ന്. പുറ്റു പൊളിച്ചു പുറത്തു വന്നവൻ, പുറ്റു എന്ന സംസ്കൃത വാക്ക് വാത്മീകം, പുറ്റിന്റെ സംസ്കൃതം. വാത്മീകം പൊളിച്ചു പുറത്തു വന്നവനായതുകൊണ്ട് താങ്കൾ ഇനി വാത്മീകി മഹർഷി എന്നറിയപ്പെടും എന്നും പറഞ്ഞ് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ആ മനുഷ്യനാണ് മരക്കൊമ്പിലിരുന്ന് കൊക്കുരുമ്മി പ്രണയസല്ലാപം നടത്തുകയായിരുന്ന ഇണപ്പക്ഷികളിൽ ഒന്നിനെ കാരുണ്യമില്ലാതെ കൂരം പെയ്ത് മാറുപിളർത്ത് ചോര തുള്ളിച്ച് താഴെ തള്ളിയിട്ട കാട്ടാളനെ കണ്ട് അന്തരീക്ഷത്തിലേക്ക് കൈത്തലമുയർത്തിപ്പിടിച്ച് മാനിഷാദ അരുത് കാട്ടാള എന്നെഴുതിയ മഹർഷി വാത്മീകിയായി വളർന്നത്. ഹിന്ദു പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഹിന്ദു പ്രത്യയശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല കേട്ടോ, രണ്ടും രണ്ടാണ്. അപ്പൻ ഔസേപ്പച്ചനും വേറെ വേറെയാ. ഹിന്ദു മതവിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് കാട്ടാളനിൽ നിന്ന് മഹർഷിയിലേക്കുള്ള വളർച്ചയാണ് ഹിന്ദു മതവിശ്വാസ സംബന്ധമായ വളർച്ച. എന്നാൽ RSSന്റെ വളർച്ച മഹർഷിയിൽ നിന്ന് കാട്ടാളനിലേക്കുള്ള വളർച്ചയാണ്. RSSന് ഹിന്ദുത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയണം. ഭഗവാൻ കൃഷ്ണൻ ഉണ്ണിക്കണ്ണനായിരുന്നപ്പോൾ യശോദ അലക്കിയ തുണികളെല്ലാം ഉണക്കാനിട്ടുകൊണ്ട് മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴാണ് കുരുത്തക്കേട് കളിക്കുന്ന കണ്ണനെ കണ്ടത്. കണ്ണനെ കണ്ടപ്പോൾ കണ്ണനോട് യശോദ പറഞ്ഞു, കണ്ണ, ശീലക്കേട് കാണിച്ച കോലുകൊണ്ട് ഞാൻ തല്ലും. കോല് എന്ന് പറഞ്ഞാൽ ഒലക്കെടുത്തിട്ടല്ല, മയിൽപീലിയുടെ തണ്ടുകൊണ്ട്. വീണ്ടും പൊട്ടിച്ചിരിച്ച് കണ്ണൻ അമ്മയ്ക്ക് അനുസരണത്തിന് കീഴടങ്ങിയില്ല. അവസാനം മണ്ണുവാരി തിന്നുന്നത് കണ്ട യശോദ കണ്ണന്റെ കവിട് പൊക്കിപ്പിടിച്ച് അമർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, വായ തുറക്കട, കാണട്ടെ വായിൽ എന്താന്ന്. കള്ള ചിരിചിരിച്ച്, കൗശല ചിരിചിരിച്ച് കണ്ണിറുക്കി നല്ല ബോധ്യത്തോടെ ഭഗവാൻ കണ്ണൻ, അതായത് ഉണ്ണിക്കണ്ണൻ അമ്മയുടെ മുന്നിൽ വായ തുറന്നു. അമ്മ യശോദ കണ്ണന്റെ വായിലേക്ക് ഒറ്റ തവണയെ നോക്കിയിട്ടുള്ളൂ. പുരാണം പറയണത് അമ്മ യശോദ കണ്ടത് ഉണ്ണിക്കണ്ണന്റെ വായിൽ ചപ്പും ചവറും പൊടിയും മണ്ണും ചളിയും ഒന്നും അല്ല, പിന്നെയോ വിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ വായിൽ അമ്മ യശോദ കണ്ടത് 14 ലോകങ്ങളെയും മണ്ഡകടാഹങ്ങളെയുമാണ്. അങ്ങനെയാ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ വായിലേക്ക് അമ്മ യശോദ നോക്കിയപ്പോൾ കണ്ടത് 14 ലോകങ്ങളെയും മണ്ഡകടാഹങ്ങളെയുമാണ്. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ബംഗാരു ലക്ഷ്മണന്റെ വായിലേക്ക് tehelka.com എന്ന് പറഞ്ഞ ചങ്ങാതിമാര് ഒളി ക്യാമറ വെച്ചപ്പോൾ കണ്ടത് കൈക്കൂലി വാങ്ങിയ 1.5 കോടിയുടെ ഇന്ത്യൻ നോട്ട് കെട്ടാണ്. വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ പറയാം. RSSന് ഹിന്ദുത്വവുമായി, ഹിന്ദു മതവിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കുന്ന അസുര ചിന്താഗതിയുടെ തമ്പുരാക്കന്മാരാണ് RSS ഉൾപ്പെടെയുള്ള, അല്ല, ഇസ്ലാമിക തീവ്രവാദികളടക്കമുള്ള എല്ലാ രാഷ്ട്രീയ വിധ്വംസക മതതീവ്രവാദ മതാന്ധ പ്രസ്ഥാനങ്ങളും എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടോ തീർച്ചയായും നമുക്ക് ആ വൃത്തികേടുകൾക്കെതിരായി ശക്തമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കുന്ന സംസ്കാരത്തിനെതിരായി മതവിശ്വാസികളെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് വലിയ പോരാട്ടം നടത്താൻ കഴിയണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിനയത്തോടെ സകലരോടും അപേക്ഷിക്കുന്നത്. അടുത്തൊരു കാര്യം, 86 വയസ്സുള്ള എൻ്റെ നാട്ടിലെ ഉറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായ ഒരു സഖാവ്, എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് അദ്ദേഹം. ഒരു കമ്മിറ്റിയിലുമില്ല, പക്ഷേ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യം. 10 പുസ്തകം അമർന്നിരുന്ന് വായിക്കുന്നതിനേക്കാൾ നല്ലത് അരമണിക്കൂർ അദ്ദേഹത്തിന് മുന്നിലിരുന്നാൽ അനുഭവങ്ങളുടെ, രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അക്ഷയ ഖനിയാണ് അദ്ദേഹം. ഉറച്ച കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചടാ, ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ ഇപ്പം എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല. പിന്നെ ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുകയാണല്ലോ കമ്മ്യൂണിസ്റ്റ് RSSകാർ എന്ന് പറഞ്ഞ് നിന്റെ പ്രസംഗം കേട്ടല്ലോ കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞു, സഖാബേത് രണ്ടും രണ്ടാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കരുത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ജയ് ശ്രീറാം തല്ലി വിളിപ്പിക്കരുത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരോടെങ്കിലും പറഞ്ഞോ? എല്ലായിടത്തും പറയും. അതാണ് വ്യത്യാസം.
ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരാണോ? അല്ല. ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, തുടരണമെങ്കിൽ ജയ് ശ്രീറാം എന്ന് വിളിച്ചേ പറ്റൂ എന്ന് നിഷ്കർഷിക്കുന്ന വൃത്തികേടിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒറ്റ കാര്യം ചോദിച്ച ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. രാമമന്ത്രം ഉച്ചരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർ എതിരല്ല. രാമമന്ത്രം ഉച്ചരിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്നതിനാണ് കമ്മ്യൂണിസ്റ്റുകാർ എതിര്. പോട്ടെ, ഇന്ത്യ രാജ്യത്ത് മഹർഷിമാരെയും സന്യാസിമാരെയും മാറ്റി നിർത്തിയാൽ അർത്ഥത്തെളിമയോടെ ആശയത്തികവോടെ രാമമന്ത്രം ഉച്ചരിച്ച ഏറ്റവും പ്രമുഖനായ മനുഷ്യൻ ആരാന്നറിയോ നിങ്ങൾക്ക്? അത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട ബാപ്പുജിയാണ്. മറക്കണ്ട. ബിർള മന്ദിരത്തിന്റെ പുൽത്തകിടിയിൽ നാഥുറാം വിനായക ഗോഡ്സെ എന്ന RSSന്റെ കവലച്ചട്ടമ്പി ഉതിർത്ത തീയുണ്ടകൾ നെഞ്ചിലേറ്റു വാങ്ങുമ്പോൾ അവസാനത്തെ ശ്വാസം ഇന്ധനമാക്കി സ്വീകരിച്ച് കൂപ്പുകൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ചിതറിത്തെറിച്ച ചോരത്തുള്ളികളോടൊപ്പം പച്ചപ്പുൽ തകിടിയിലേക്ക് മലർന്നടിച്ചു വീഴുന്നതിന് മുമ്പ് ബാപ്പുജി അവസാനമായി വിളിച്ച മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് എന്നല്ല, ഹേ റാം, ഹേ റാം എന്നാണ്. ഇങ്ങനെ അർത്ഥത്തെളിമയോടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ഉറക്കെ പറയുക മാത്രമല്ല, ജീവിച്ച് തെളിയിച്ച, നഗ്നപാതനായി അരുതാത്തത് കണ്ടിടത്തെല്ലാം അരുതേ എന്ന് അപേക്ഷിക്കാൻ ഒറ്റമുണ്ടുടുത്ത് ഊന്നുവടിയിലൂന്നി ചുണ്ടിൽ സാമ്രാജ്യ വിരോധ മന്ത്രത്തിന്റെ അഗ്നിജ്വാലകളും മനസ്സിൽ ഈശ്വർ അല്ലാ തേരേനാം എന്ന സർവമത സാഹോദര്യത്തിന്റെ മഹാസംഗീതികയുമായി നാടുനീള നടന്നു തീർത്ത ആ മഹാനുഭാവൻ അവസാനമായി വിളിച്ച വാക്യം ഹേ റാം, ഹേ റാം എന്നാണ്. എന്തേ ബാപ്പുജിയെ നിങ്ങൾ വെടിവെച്ചു കൊന്നത്? ജയ് ശ്രീറാമിനോടല്ല നിങ്ങൾക്ക് താല്പര്യം, അതിൻ്റെ അജണ്ടകൾ മറ്റു പലതുമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇന്ത്യ രാജ്യത്ത് നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഗൾഫ് നാടുകളിൽ ജീവിതത്തിന് വേണ്ടി പോയത്, ജോലിക്ക് വേണ്ടി. അവിടെ മണലാരണ്യത്തിൽ മല്ലടിച്ച് വിയർത്തൊലിച്ച് ചോരനീരാക്കി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഹിന്ദു മതവിശ്വാസികളുണ്ട്, RSSകാരും ഉണ്ടാവും. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ 14 മൈലിലെ ഒരു നല്ല RSSകാരൻ മുസ്ലിം മതം ഔദ്യോഗിക മതമായി അംഗീകരിച്ച ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജോലി ചെയ്യുമ്പം അവിടുത്തെ ഭരണാധികാരികൾ പറയാണ്, എല്ലാ മനുഷ്യരും 5 നേരവും അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് മതാധിഷ്ഠിത രാഷ്ട്രമായതുകൊണ്ട് കുറച്ചൊക്കെ ശരിയാണെന്ന് പറഞ്ഞേക്കാം, അതുപോലും പാടില്ലെന്ന് പറയുന്ന പാർട്ടിയാണ് CPIM. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 86 വയസ്സുള്ള കാരണവരുടെ ചോദ്യം ശരിയല്ല. ആ കാരണവർ എന്നോട് ചോദിച്ചതുപോലെ ചോദിക്കുന്നില്ലെങ്കിലും മനസ്സിൽ അങ്ങനെ പലരും വെക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി പറഞ്ഞത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഹിന്ദുവും RSSും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈരുദ്ധ്യം നമുക്ക് അവസാനിപ്പിക്കാം. 2011 ജനുവരി മാസം 17-ാം തീയതി കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിക്കടുത്തുള്ള ഒരു ഗ്രാമമാണ് കോലോത്ത് വയൽ. അവിടെ രാത്രി വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന മനോജ് എന്ന് പറയുന്ന 27 വയസ്സുള്ള DYFയുടെ മേഖലാ കമ്മിറ്റി അംഗത്തെ RSSന്റെ അക്രമി സംഘം അരുങ്കൊല ചെയ്തു. പാപ്പിനിശ്ശേരി കോലോത്ത് വയൽ മനോജ് 2011 ജനുവരി മാസം 17-ാം തീയതി. സഖാവ് മനോജിന്റെ ചേതനയറ്റ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പോലീസ് വന്ന് സ്വാഭാവികമായ ഒരു പരിശോധനയും നടപടിക്രമങ്ങളുണ്ട്. CI രാഘവൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ചെറുപ്പക്കാരൻ്റെ ഇൻക്വസ്റ്റ്, മലയാളത്തിൽ പറഞ്ഞ പ്രേത വിചാരണ റിപ്പോർട്ട് എഴുതിയത്. ഇൻക്വസ്റ്റ് നടത്താൻ പോയവർക്കും പോകുന്നതിന് സഹായിച്ചവർക്കൊക്കെ പരിചയം ഉണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി. മുടിയുടെ നീളം, പല്ലിന്റെ എണ്ണം, തടി, വണ്ണം, ഏതാണ്ട് വലിപ്പം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ട്. രാഘവൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സഖാവ് മനോജ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട DYFI നേതാവിന്റെ ചേതനയറ്റ ശരീരം പ്രേതവിചാരണ റിപ്പോർട്ട് എഴുതുന്നതിന്റെ കൂട്ടത്തിൽ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളും അപ്പോഴുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം ചേർക്കണമെന്ന കണക്ക്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവസാനമായി എഴുതിയൊരു വാചകം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണ്: ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ ഒരു കറുത്ത രുദ്രാക്ഷമാലയുണ്ടായിരുന്നു. അതിൽ ചെറിയ കനം കുറഞ്ഞ കമ്പി കൊണ്ട് കൊളുത്തിട്ട് സൂക്ഷിച്ചിരുന്ന ലോക്കറ്റിൽ ചെഗുവേരയുടെ ചിത്രമായിരുന്നില്ല, EMSന്റെയും AKGയുടെയും ചിത്രമായിരുന്നില്ല. പിന്നെയോ കറുപ്പുടുത്ത് 41 ദിവസം പൂർണ്ണ വ്രതശുദ്ധിയിൽ ശബരിമല ചവിട്ടി ഭഗവാൻ അയ്യപ്പനെ കാണാൻ വ്രതശുദ്ധിയുടെ നിറവിൽ നിൽക്കുമ്പോഴാണ് ഭഗവാൻ അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത രുദ്രാക്ഷമാല കഴുത്തിലണിഞ്ഞ് അരയിൽ കറുത്ത മുണ്ടുടുത്ത് വീട്ടിലേക്ക് പണി കഴിഞ്ഞു പോവുകയായിരുന്ന ആ അയ്യപ്പ ഭക്തനെ RSSകാർ അരുങ്കൊല ചെയ്തത്.
വളരെ ആധികാരികമായി പറഞ്ഞത്. ശശികല ഇവിടുന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരു വർത്തമാനം ഞാൻ കേട്ടു. കണ്ണൂരിൽ ഏതോ ഒരു കല്യാണ വീട്ടിൽ വിളക്ക് കത്തിച്ചതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വന്ന് വിളക്കെടുത്ത് മാറ്റാൻ പറഞ്ഞു. എന്തൊക്കെ വിടലാണ് ഈ പെണ്ണുങ്ങൾ വിടുന്നത്? ഏതാണ് സ്ഥലം എന്ന് പറഞ്ഞോ? ഇല്ല, അതങ്ങനെയാണ്. ആധികാരികമായൊരു കാര്യം പറയുമ്പം അതിൻ്റെ ഉത്തരവാദിത്തം, ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് ഉത്തരവാദിത്തം വേണമെന്ന്, പറയുന്ന വാക്കുകൾ പകുതിയെങ്കിലും പതിരായി പോകരുത് എന്ന് നിഷ്കർഷ വേണ്ടേ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും? എന്തേ ശശികല എന്ന് പറയാത്തത്? ഏത് കല്യാണ വീട്ടിലാണ് കണ്ണൂരിൽ വിളക്ക് കത്തിച്ചതിന് പാർട്ടി ലോക്കൽ സെക്രട്ടറി വന്നിട്ട് അതെടുത്താലേ കല്യാണം നടക്കൂ എന്ന് വരന്റെയും വധുവിന്റെയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയത്? ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണകൾ, പെരും നുണകളുടെ പെരുമഴ പെയ്യിക്കുക, കല്ലുവച്ച കളവുകൾ കണക്കില്ലാതെ പറയുക, ഇതാണ് RSSന്റെ ശൈലി. ഞാൻ വിശദീകരിക്കാനല്ല. സ്വാമി ഭക്തന്മാരായ അയ്യപ്പനെ കാണാൻ വ്രതമെടുത്തു നിന്ന DYFIയുടെ നേതാവിനെ അരുംകൊല ചെയ്ത RSSകാർ വെട്ടാനുയർത്തിയ വാളിന്റെ മിന്നായത്തിന്റെ വെളിച്ചത്തെങ്കിലും കഴുത്തിൽ തിളങ്ങി നിന്നിരുന്ന രുദ്രാക്ഷമാലയും അതിലേറെ മിന്നായത്തിൽ തിളങ്ങി നിന്നിരുന്ന ഭഗവാൻ അയ്യപ്പന്റെ ലോക്കറ്റും കണ്ടാലെങ്കിലും ഉയർത്തിയ വാൾ താഴ്ത്താതിരുന്നതെന്തുകൊണ്ട്? ഉത്തരം ഒന്നേയുള്ളൂ. ഭഗവാൻ അയ്യപ്പന് വേണ്ടി ശരണം വിളിക്കുന്നതോടൊപ്പം പിറ്റേന്ന് വൈകുന്നേരം ഒരു അനീതി അങ്ങാടിയിൽ നടന്നാൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് അതേ കറുപ്പെടുത്ത് രുദ്രാക്ഷമാല കഴുത്തിലണിഞ്ഞ് ഉറക്ക വിളിക്കാൻ ഒരു മടിയും കാണിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു സഖാവ് കോലോത്തുവയൽ മനോജ്. അതുമാത്രമാണ് കറുപ്പുടുത്ത സ്വാമി ഭക്തനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ നിന്ന് RSSനെ അരനിമിഷം പോലും പിന്തിരിപ്പിക്കാതിരുന്നത് എന്ന വസ്തുത കൂടി നാം തിരിച്ചറിയണം. അതുകൊണ്ട് RSS ഹിന്ദുവിൻ്റെതാണ് എന്ന് ധരിക്കുന്നവർ പിശകുണ്ട്, പിഴവുണ്ട്, വഴിമാറിപ്പോകുന്നുണ്ട്, വഴുക്കിപ്പോകുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അടുത്ത കാര്യം, ന്യൂനപക്ഷ പ്രേമത്തിന്റെ വല്ലാത്ത പറുദീസയിലേക്കാണ് RSS ഇപ്പോൾ പതുക്കെ പതുക്കെ കാലെടുത്ത് വെക്കുന്നത്. ന്യൂനപക്ഷങ്ങളോട് അളവില്ലാത്ത, അടങ്ങാത്ത, അതിരറ്റ പ്രേമമാണ് RSSനുള്ളത്. ഇപ്പൊ അരമനകളിൽ നിത്യസന്ദർശകരാണ് RSSകാർ, അല്ലേ? ഒരു പള്ളിയിൽ കയറി, അരമനയിൽ കയറി അവിടുത്തെ പിതാവിനെ കണ്ട് കൈമുട്ടുന്നു. സഖാ കോടിയേരി പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കാല് പിടിക്കുമ്പം RSS ആണെങ്കിൽ നല്ലോണം ഓർമ്മിക്കണമെന്ന് പണ്ട് നാഥുറാം വിനായക് ഗോഡ്സെ ബാപ്പുജിയുടെ കാല് തൊട്ട് വന്ദിച്ച് പാതാരവിന്ദങ്ങളിൽ പൂജ നടത്തി എഴുന്നേറ്റ് നിന്നിട്ട ആദ്യത്തെ വെടി മറക്കരുത്. നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് അധികാരമേറ്റെടുക്കാൻ പോകുന്നതിന് മുമ്പ് പാർലമെന്റിന്റെ പടിക്കെട്ടിൽ ചെങ്കൽ പടവുകളിൽ ചുണ്ടുകൊണ്ട് ചുംബിച്ചാണ് അധികാരത്തിലേക്ക് പോയത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നാത്തൂറാം ബാപ്പുജിയുടെ കാലു ചുംബിച്ച് എഴുന്നേറ്റ് നിന്ന് വെടിവെച്ചത് രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്കാണ്. ഈ ചങ്ങാതി നരേന്ദ്രമോദി 8-9 കൊല്ലമായി പാർലമെന്റിന്റെ പടിക്കെട്ടിൽ ചുണ്ടുകൊണ്ട് ചുംബിച്ച് എഴുന്നേറ്റ് നിന്ന് നിർത്താതെ വെടിയുതിർക്കുന്നത് രാഷ്ട്രത്തിന്റെ നെഞ്ചിലേക്കാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. മറ്റേത് ഒരാളെ കൊണ്ട് തീർന്നിരുന്നു, ഇത് രാഷ്ട്രത്തിന് നേരിട്ട് വെടിയേൽക്കുക. അപ്പൊ RSSകാർ കാല് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് കോടിയേരി കുറച്ചു വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാർ, ന്യൂനപക്ഷക്കാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ വളരെ ഗൗരവത്തോടെ അത് ആലോചിക്കണം എന്നേ പറയാനുള്ളൂ. ആധികാരികമായി ഒറ്റ കാര്യം പറയാം. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നത് 1925 വിജയദശമി നാളിൽ നാഗപ്പൂരിൽ വെച്ച് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവർ എന്ന് പറയുന്ന മനുഷ്യനാണ് അതുണ്ടാക്കിയത്. ഡോക്ടർ ജി എന്ന RSSകാർ ആദരപൂർവ്വം വിളിച്ചിരുന്ന ആ മനുഷ്യന്റെ മരണശേഷം RSSന്റെ സർ സംഘചാലക്, കേട്ടിട്ട് ബേജാറാവണ്ട, അഖിലേന്ത്യാ മുതലാളി എന്ന മലയാളം ഇവരങ്ങനെയാ പറയുക. സർ സംഘചാലക്, മലയാളം എന്താണെന്നറിയാം? സംഘത്തെ സമ്പൂർണ്ണമായി ചലിപ്പിക്കുന്നവൻ. ഈ പദവിക്ക് തുല്യമായി ലോകത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒറ്റ പദവിയേ ഉള്ളൂ. അറിയണോ നിങ്ങൾക്ക്? ആ പദവിയുടെ പേര് ഫ്യൂറർ എന്നാണ്. അതെടുത്താണ് ആളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ്. ജർമ്മനിയിലാണ് മൂപ്പരെ വീട്. ലോകത്തിലെ ഫാസിസത്തിന്റെ തലതൊട്ടപ്പൻ തമ്പുരാനായ അഡോൾഫ് ഹിറ്റ്ലർ സ്വയം എടുത്തണിഞ്ഞ ജർമ്മൻ വാക്കാണ് ഫ്യൂറർ. ജർമ്മൻ വാക്ക് മലയാളത്തിലാക്കിയാൽ ഞാൻ തന്നെ മുന്തിയാണ്, അതാണ് ഫ്യൂറർ എന്ന വാക്കിന്റെ അർത്ഥം. അതേ പദമാണ് ഇറ്റലിയിൽ നിന്ന്, ഫാസിസത്തിൽ നിന്ന്, നാസിസത്തിൽ നിന്ന്, തീവ്രവാദ ഏകാധിപത്യ പ്രവണതകളിൽ നിന്ന് ഇന്ധനം സ്വീകരിച്ച് ഉദയം ചെയ്ത RSSന്റെ അധിപൻ സ്വീകരിച്ച പേര് സർ സംഘചാലക് എന്ന. അത് വിശദീകരിക്കാൻ അവർ തമ്മിലുള്ള സാമ്യതകൾ, സാധർമ്മ്യങ്ങൾ, രൂപസാദൃശ്യം, പ്രവർത്തന മണ്ഡലത്തിലെ യോജിപ്പ്, ഇതെല്ലാം വിശദീകരിക്കാൻ എമ്പാടും സമയം വേണം. ഞാനത് വിട്ടുകളയുക. സർ സംഘചാലക് പദവിയിലേക്ക് രണ്ടാമതായി വന്ന മനുഷ്യന്റെ പേര് മാധവറാവു സദാശിവ ഗോൾവാൾക്കർ എന്നാണ്. ഗുരുജി ഗോൾവാൾക്കർ എന്നാണ് RSS അദ്ദേഹത്തെ ആദരപൂർവ്വം അഭിവാദ്യം ചെയ്യുക. ഗുരുജി.
ഗുരുജി ഗോൾവാൾക്കറാണ് RSSന് ഒരു പ്രത്യയശാസ്ത്ര കൈപ്പുസ്തകം ഉണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർട്ടി ഭരണഘടന പോലെ, പാർട്ടി പരിപാടി പോലെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെ, പ്രസിദ്ധമായ ആധികാരികമായ മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങൾ പോലെ അത്രയും ആധികാരികവും പ്രാമാണികവുമാണ് RSSകാർക്ക് ഗുരുജി ഗോൾവാൾക്കർ എഴുതിയ ആ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ ബഞ്ച് ഓഫ് തോട്ട്സ് എന്നാണ്. മലയാളത്തിൽ അതിനെ വിളിക്കുക വിചാരധാര എന്നാണ്. എൻ്റെ വീട്ടിലെ അലമാരിയിൽ ഞാൻ വാങ്ങി സൂക്ഷിച്ചത് 1ാം പതിപ്പാണ്. 48 അധ്യായങ്ങൾ അതിലുള്ളത്. 18ാമത്തെ അധ്യായത്തിൻ്റെ പേര് വിചാരധാരയുടെ 1ാമത്തെ പതിപ്പിൻ്റെ 18ാമത്തെ അധ്യായത്തിൻ്റെ പേര് ആന്തരിക ഭീഷണികൾ അഥവാ ആഭ്യന്തര ശത്രുക്കൾ എന്നാണ്. 3 കൂട്ടരെ കുറിച്ചാണ് അതിൽ പറയുന്നത്. 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 മുസ്ലിങ്ങൾ, 3 ക്രിസ്ത്യാനികൾ. കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിൻ്റെ മണ്ണിൻ്റെ സന്തതിയേ അല്ല. അത് നമ്മുടെ രക്തത്തിലും പാരമ്പര്യത്തിലുമില്ല. സഹസ്രാബ്ദങ്ങളായുള്ള നമ്മുടെ ജീവിത മാതൃകകളുടെ മഹത്തായ നീരുറവകളെ വറ്റിക്കുക എന്നതിന് തുല്യമാണ് നാം കമ്മ്യൂണിസത്തെ സ്വീകരിക്കുക എന്നതിനർത്ഥം. അതുകൊണ്ട് സംഘമിത്രങ്ങളാകെ, ഹിന്ദു സമാജമാകെ ദർശനമാത്രയിൽ തന്നെ കമ്മ്യൂണിസത്തെ നിരാകരിക്കേണ്ടതാണ്. വിചാരധാര എൻ്റെ വീട്ടിലുള്ള പുസ്തകത്തിലെ 18ാമത്തെ അധ്യായത്തിലെ 207ാമത്തെ പേജ്. കമ്മ്യൂണിസം ഈ മണ്ണിന്റെ സന്തതിയല്ല, അത് കണ്ട മാത്രയിൽ നിരാകരിക്കണം. 1, വിശദാംശങ്ങൾ വേറെയുണ്ട്, ഞാൻ വിസ്താര ഭയത്താൽ വിടുകയാണ്. 2, മുസ്ലിങ്ങളെ കുറിച്ചുള്ള സബ് ടൈറ്റിൽ ഉപതലവാചകത്തിന് താഴെ ഒരു വ്യക്തത കുറവുമില്ലാതെ ആശയത്തികവോടെ RSS ആചാര്യൻ ഗുരുജി ഗോൾവാൾക്കർ പറയുന്നത്, നാം വിശ്വസിക്കുന്ന എന്തിനേയും അവർ മുസ്ലിങ്ങൾ എതിർക്കുന്നു. നാം ക്ഷേത്രങ്ങളിൽ രഥോത്സവങ്ങളും ഭജനയും നടത്തിയാൽ അവർ മുസ്ലിങ്ങൾ രോഷാകുലരാകും. നാം പശുവെ പൂജിക്കുമ്പോൾ അവർ അതിനെ കൊന്നു തിന്നുന്നു. അടുത്ത കേട്ടോളൂ. നാം സ്ത്രീയെ പരിപാവനമായ മാതൃത്വത്തിന്റെ പ്രതീകമായി വാഴ്ത്തുമ്പോൾ ഈ മുഠാളന്മാർ തെമ്മാടികൾ മുസ്ലിങ്ങൾക്ക് അതിനെ മാനഭംഗപ്പെടുത്തുന്നതിലാണ് ഇഷ്ടം. ഇതാണ് ഇസ്ലാമിക മതവിശ്വാസികളെ. അത് സാരില്ല, അവിടെ നിൽക്കട്ടെ. അത് സാരില്ല, ഓട്ടെ. അത് ഏതൊരു ബൈക്ക് പോകുന്നത് സാരില്ല. അപ്പോൾ ഇസ്ലാം മതവിശ്വാസത്തെക്കുറിച്ച്, ഇസ്ലാം മതത്തെക്കുറിച്ച് ഗുരുജി ഗോൾവാൾക്കർ പറയുന്ന വാചകം ഇതാണ്: നാം വിശ്വസിക്കുന്ന സകലതിനെയും അവർ മുസ്ലിങ്ങൾ എതിർക്കുന്നു. നാം ക്ഷേത്രങ്ങളിൽ രഥോത്സവങ്ങളും ഭജനയും സംഘടിപ്പിച്ചാൽ അവർ രോഷാകുലരാകും. നാം പശുവെ പൂജിക്കുമ്പോൾ അവരതിനെ കൊന്നു തിന്നും. നാം സ്ത്രീയെ പരിപാവനമായ മാതൃത്വത്തിന്റെ പ്രതീകമായി വാഴ്ത്തുമ്പോൾ, കേൾക്കൂ, ഈ മുഠാളന്മാർ, ഈ തെമ്മാടികൾക്ക് അതിനെ മാനഭംഗപ്പെടുത്തുന്നതിലാണ് ഇഷ്ടം. പശുവിനെ കൊന്നു തിന്നുന്ന, അമ്മയെ മാനഭംഗപ്പെടുത്തുന്ന, ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന, എല്ലാം കൊണ്ടും എതിർക്കപ്പെടേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്നാണ് RSSന്റെ അടിസ്ഥാന ഗ്രന്ഥം. ശശികലയെപ്പോലെ തലയ്ക്ക് ഭ്രാന്തളകി ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് പ്രസംഗിച്ചതല്ല ഇത്. ഏതെങ്കിലും അപസ്മാര രോഗിയെപ്പോലെ ആളുകൾ വിടുവായത്വം വിളമ്പിയതല്ല ഇത്. ആവേശ തള്ളിച്ചുകൊണ്ട് അക്ഷര പിശക് വന്നതല്ല ഇത്. പിന്നെയോ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ആചാര്യസ്ഥാനീയനായ നേതാവ് ആധികാരികമായി പറഞ്ഞു വെച്ച അവലോകനമാണിത്. RSSകാർക്ക് പശുവിനെ ദൈവത്തെ പോലെ പൂജിക്കണം എന്നാണ്. നമ്മുടെ നിലപാടെന്താ? പൂജിച്ചോട്ടെ എന്ന. ഒരാൾ ഈ സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നോട് ചോദിക്കുകയാണ്, പശുവിനെ പൂജിക്കാമോ? CPIM പറയും പൂജിച്ചോളൂ. ഒരാൾ ഇതുവഴി വന്ന് എന്നോട് ചോദിക്കുകയാണ്, പശുവിനെ കറി വെച്ച് കഴിക്കാമോ? CPIM പറയും കറി വെച്ച് കഴിച്ചോളൂ. തെറ്റല്ലട്ടോ. ഇരട്ടത്താപ്പാണോ? അല്ല. ഉടായിപ്പിന്റെ ഉസ്താദാണോ? അല്ല. 2 നിലപാടാണോ? അല്ല, ഒറ്റ നിലപാടാ. എന്താ നമ്മുടെ നിലപാട്? ഭജിക്കേണ്ടവർക്ക് ഭജിക്കാം, ഭുജിക്കേണ്ടവർക്ക് ഭുജിക്കാം. പൂജിക്കേണ്ടവർക്ക് പൂജിക്കാം, കഴിക്കേണ്ടവർക്ക് കഴിക്കാം. 5 ആങ്ങളമാരുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഒരു ചെറുപ്പക്കാരൻ. 5ഉം RSSന്റെ നേതാക്കന്മാരാണ്. കല്യാണ മണ്ഡപത്തിൽ 2000 ആളെ വെച്ചാണ് കല്യാണം. സദ്യയൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു. ബന്ധുമിത്രാദികൾ അടുത്തവർ മാത്രമായി. സ്റ്റേജിൽ ഭാര്യയും ഭർത്താവും നിൽക്കുന്നു. അളിയന്മാർ, അങ്ങനെയല്ലേ ഇവിടെ പറയാ, ഭാര്യയുടെ ആങ്ങളാർ താഴെ നിൽക്കുകയാണ്. നല്ല സ്റ്റൈലൻ ബോഡിയൊക്കെ ആയിട്ട് RSSന്റെ ചങ്ങാതിമാരാണ്. ഈ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചവനെ വിളിച്ചു പറഞ്ഞു, ഒന്ന് ഭാര്യയായിട്ട് താഴോട്ടിറങ്ങി. എന്നിട്ട് അളിയനോട് പറയാ, തലയിൽ വെച്ച പേൻ കടിക്കും, താഴെ വെച്ച ഉറുമ്പരിക്കുമെന്ന് കരുതി 10-22 വയസ്സുപോലെ കുഞ്ഞു പെങ്ങളെ പൊന്നുപോലെ നോക്കിയതാ ഞങ്ങൾ. അപ്പോൾ ഈ പയ്യൻ അപ്പം ഈ സ്ത്രീ കുട്ടിയുടെ നവവധുവിൻ്റെ ആങ്ങളമാർ നല്ലവണ്ണം നോക്കണം. അപ്പോൾ ചെറുപ്പക്കാരൻ അപ്പം എല്ലാവരും കൂടി കടുപ്പിച്ച് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു പോറലും ഏൽപ്പിക്കാതെ പൊന്നുപോലെ നോക്കിയതാണ് ഈ പെങ്ങളെ. ഇന്നു മുതൽ തന്നെ ഏൽപ്പിക്കുകയാണ്. ഇന്നു മുതൽ വീട്ടിൽ കൊണ്ടുപോയി സ്വന്തം പെങ്ങളെപ്പോലെ നോക്കണം. എൻ്റെ അമ്മേ, ആരെ കല്യാണം കഴിച്ചോനോടെ? കല്യാണം കഴിച്ചോ പെണ്ണിനെ പൊന്നുപോലെ പെങ്ങളെപ്പോലെ നോക്കിയ സ്ഥിതി എന്തായിരിക്കും? ഇവർക്കല്ലേ പെങ്ങള്, ഇവന് ഭാര്യയല്ലേ? അതേ വ്യത്യാസമുള്ളൂ. ഇതേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളൂ. പശുവിനെ പൂജിക്കേണ്ടവൻ പൂജിക്കട്ടെ, പശുവിനെ പൂജിക്കുന്നവനെ തെറി വിളിക്കരുത്.
പശുവിനെ കറി വെക്കുന്നവനെ കഴുത്തറക്കരുത്. അടുക്കളയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കരുത്. തീന്മേശ പൂജാമുറിയല്ല. ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത്, ഉറപ്പിച്ച് കേട്ടോളൂ നിങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത് കഴിക്കുന്നവന്റെ നാക്കാണ്, ഭരിക്കുന്ന RSS തെണ്ടികളുടെ തോക്കല്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത് കഴിക്കുന്നവന്റെ നാക്കാണ്, ഭരിക്കുന്നവന്റെ തോക്കല്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഭക്ഷണം സ്വാദു മാത്രമല്ല സ്വാതന്ത്ര്യം കൂടിയാണ്. എന്താണ്? ഭക്ഷണം സ്വാദു മാത്രമല്ല സ്വാതന്ത്ര്യം കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് RSSന്റെ വിചാരധാരയിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമതായി, അന്യദേശത്ത് നിന്ന് വേരോടെ പിഴുതെടുത്ത് വളവും വെള്ളവും ചേർത്ത് വടവൃക്ഷമാക്കി വളർത്തിയെടുക്കാൻ ഒരുക്കത്തോടെ കൊണ്ടുവന്ന വിഷവൃക്ഷമാണ് ക്രിസ്ത്യാനിറ്റി. ആരാ പറഞ്ഞത്? ആധികാരികമായി വിചാരധാരയെ പറയുക. അന്യദേശത്ത് നിന്ന് വേരോടെ പിഴുതെടുത്ത് വളവും വെള്ളവും ചേർത്ത് വടവൃക്ഷമായി വളർത്തിയെടുക്കാൻ ബോധപൂർവം കൊണ്ടുവന്ന വിഷമുൾച്ചെടിയാണ് ആര്? ക്രിസ്ത്യൻ മതം. അതിനെ അംഗീകരിക്കരുത്. ഇന്ന് RSSന്റെ ഇപ്പോഴത്തെ സർസംഘചാലക് ആദരണീയനായ മോഹൻ ഭഗവത്ജി ഉത്തരേന്ത്യയിലെ RSS സംഘടിപ്പിച്ച ഒരു മതം മാറ്റ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ നടത്തിയ പ്രസംഗം ഇന്നത്തെ അച്ചടി മാധ്യമങ്ങളിലുണ്ട്. ഇന്നലത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യൻ പാതിരിമാരുടെ വെളുക്കയുള്ള ചിരി കണ്ട് മയങ്ങിപ്പോകരുത് ഹിന്ദു സമുദായം. ആരോടാ? ഞങ്ങളോട് പറയണ്ട, കെ സുരേന്ദ്രനോട് പറഞ്ഞാൽ മതി, വി മുരളീധരനോട് പറഞ്ഞാൽ മതി. ക്രിസ്ത്യൻ സമുദായത്തിലെ പാതിരിമാർ നല്ലവണ്ണം ചിരിക്കുന്നത് കണ്ട് വഞ്ചിക്കപ്പെടരുത്. അവരെന്തു വന്നാലും ചതിക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരിക്കുന്നു RSSന്റെ ഇപ്പോഴത്തെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി. അപ്പൊ എന്താ പരിപാടി? ഇനി ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ഞങ്ങളുടെ അഭ്യർത്ഥനയുണ്ട്. ആരോടും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. സാഹിത്യത്തിൽ പറയും, ശത്രുവിനെയും മിത്രത്തെയും മനസ്സിലാക്കാതിരുന്നാൽ വലിയ അബദ്ധമാണ്. സാഹിത്യത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, മരം മുറിക്കാൻ മഴുവുമായി കൊള്ളക്കാരൻ വരുമ്പോൾ, കാട്ടുകൊള്ളക്കാരൻ വരുമ്പോൾ ചില മരങ്ങൾ പ്രതിഷേധിക്കും. മരം എങ്ങനെയാ പ്രതിഷേധിക്കുക? കലക്ട്രേറ്റ് മാർച്ച്, റോഡ് പിക്കറ്റിങ്, അങ്ങനെയല്ല. കാവ്യാത്മകമായി കവികൾ പറയുന്നത് കമ്പും ചില്ലയും മരങ്ങളും ഒക്കെ കൊമ്പൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് പ്രതിഷേധിക്കും. വെട്ടരുത്, വെട്ടാൻ സമ്മതിക്കില്ല. അതാണ് അത്രേ മരങ്ങളുടെ സർഗാത്മക പ്രതിഷേധം. എങ്ങനെയാ കവികൾ പറയുന്നത്? കാട്ടാളൻ, കാട്ടുകൊള്ളക്കാരൻ മഴുവുമേന്തി മുരട് വെട്ടാൻ വരുമ്പം മരങ്ങൾ നിന്നിടത്തു നിന്ന് ഇളകിയാടി പ്രതിഷേധിക്കും. ചില മരങ്ങൾ മുണ്ടില്ല. അതെന്താ? അവർ മോശക്കാരായിട്ടല്ല, അവർ നോക്കുമ്പം മഴു ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് മഴുവിന്റെ പിടിയിലാണ്. ഇവിടെ എന്താ പറയാ? കോടാലിക്കൈ ഉണ്ടാക്കിയിരിക്കുന്ന മരം കൊണ്ടാണ്. നോക്കുമ്പം എൻ്റെ എളാപ്പാന്റെ മോന, കുഞ്ഞമ്മേന്റെ മോന, രണ്ടും മരാണല്ലോ. ആ മരമുണ്ട്, എന്നെ വെട്ടില്ല, അതുകൊണ്ട് മരം ഉണ്ടില്ല. അങ്ങനെയാണ് അബ്ദുള്ളക്കുട്ടി BJP പോയത് എന്ന് സംഗതി തിരിഞ്ഞു. നിങ്ങൾക്ക് സാഹിത്യം പറയുന്നതിനേക്കാൾ എളുപ്പത. AP അബ്ദുള്ളക്കുട്ടി BJP പോയത് അങ്ങനെയാ. വെട്ടാൻ വരുന്ന മഴുവിന്റെ പിടി അല്ലെങ്കിൽ കോടാലിക്കൈ മരം കൊണ്ടാണ് എന്ന് മരങ്ങൾക്ക് തോന്നിയാൽ പിന്നെ വെട്ടില്ല എന്നൊരു ധാരണയിൽ അവരെത്തും. നല്ലവണ്ണം അടിച്ച് പൂക്കുറ്റി പൂസായി ഇവിടെ 14-ാം മൈലിൽ അഴുക്ക് ചാലിൽ ഒരു കുടിയൻ കിടക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ അവനെ കാരുണ്യത്തോടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇപ്പുറത്ത് കൊണ്ടുപോയി ഒരു കിണറിന്റെ കരയിലിരുത്തി ഒരു ബക്കറ്റ് വെള്ളം കോരി അവന്റെ തലയോട് ഒഴിച്ച് ഒന്ന് കുളിപ്പിച്ചെടുത്തു വിചാരിക്കുക. ചെയ്യരുത് കേട്ടോ. അവന് ബോധമുറച്ചു വന്നാൽ എഴുന്നേറ്റ് നിന്ന് ആകാവുന്ന ശക്തി സംഭരിച്ച് കൈപ്പത്തി മടക്കി നിങ്ങളുടെ ചെപ്പക്കുറ്റിക്കടിക്കും. എന്താ കാരണം എന്നറിയോ? അവൻ മെനക്കെട്ട് ബീവറേജിന്റെ മുന്നിൽ വരിക്ക് നിന്ന് ഒരു ഫുൾ ബോട്ടിൽ വാങ്ങി അടിച്ചായത് പൂക്കുറ്റിയാവാനാ, കുളിച്ചു കൂട്ടപ്പനായി വീട്ടിൽ പോകാനല്ല. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ കുളിപ്പിക്കാൻ? അപ്പൊ ഞാൻ ക്രിസ്ത്യൻ മതവിശ്വാസികളോടാണ് പറയുന്നത്, ഒരാക്ഷേപിക്കാനല്ല. ഇതൊക്കെ ആലോചിക്കണം. ചില ആളുകളുടെ മടമ്പിൽ ഒരഞ്ഞുപൊട്ടുന്ന കാരിരുമ്പു ചങ്ങല കണ്ടാലും ഇങ്ങനെ സാഹിത്യ പ്രയോഗമുണ്ട്. മനസ്സിലായില്ലേ? കാലിന്റെ മടമ്പ് ഇരുമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. കശ്മലന്മാർ, അധികാരികൾ ഈ പാവത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി കളിക്കുമ്പം ഇരുമ്പ് ഉരഞ്ഞിട്ട് കാലിന്റെ മടമ്പ് പൊട്ടി ചോര കിനിയുന്നു. എന്നാലും തലയ്ക്ക് വെളിവില്ലാത്തവനാണെങ്കിൽ കാലിന്റെ മടമ്പ് ഉരഞ്ഞ് ചോരയൊലിക്കുന്ന കാരിരുമ്പു ചങ്ങലയിൽ നോക്കിയാൽ പൊട്ടനാണെങ്കിൽ തോന്നും അത് കനകകാന്തി പടർത്തുന്ന 916 ഗോൾഡ് പാദസരമാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നുന്നവരിൽ ആരെങ്കിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിലുണ്ടെങ്കിൽ അവർ കരുതിയിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. RSSന്റെ ശാഖയിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളെ കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന പ്രമാണമാണ് ഗുരുജി ഗോൾവാൾക്കറുടെ പുസ്തകം ഉദ്ധരിച്ച് ഞാനിവിടെ പറഞ്ഞത്. ഇനി പ്രായോഗികമായോ? 100 കണക്കിന് ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു തകർത്തു, കപ്പേളകൾ പൊളിച്ചടുക്കി, മതഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയാക്കി,
ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു വിദേശ പാതിരിയെ, മിഷണറി പ്രവർത്തകനെ, തിമോത്തി ഫിലിപ്സ് എന്ന് പറയുന്ന എട്ടും പൊട്ടും തിരിയാത്ത 2 കുട്ടികളോടൊപ്പം സഞ്ചരിച്ച വാനിനകത്തിട്ട് പച്ച ജീവനോടെ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് തീ കൊളുത്തിയ RSSന്റെ രാഷ്ട്രീയം മറന്നുപോകാൻ പാടില്ല. ഓർമ്മ മൂർച്ച കുറയാൻ പാടില്ലാത്ത, മുനമടങ്ങാൻ പാടില്ലാത്ത സ്മരണ ഒരു സമരായുധമാകേണ്ട കാലമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരു മനുഷ്യന് പറ്റാവുന്ന ഏറ്റവും വലിയ അപാകങ്ങളിലൊന്ന് അയാൾ മറവിയിലേക്ക് അതിവേഗം യാത്ര നടത്തുക എന്നതാണ്. മറവിയുടെ മടിയില്ലാതെ മടി പിടിച്ചുറങ്ങുന്ന ഒരു ജനതയെ തങ്ങളുടെ എല്ലാ ആസുരതകളെയും മറച്ചുവെച്ച് അടക്കി ഭരിക്കാൻ അധികാരി വർഗത്തിന് അനായാസം കഴിയുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വർത്തമാനം അത് ഉച്ചത്തിൽ ഉച്ചരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് വളരെ വിനയത്തോടെ CPIM-ന് വേണ്ടി ഞങ്ങൾ പറയട്ടെ, ക്രിസ്ത്യൻ മതവിശ്വാസികളോട്, അവരെ നയിക്കുന്ന ഇടയന്മാരോട്, അവരെ നയിക്കുന്ന നേതാക്കന്മാരോട്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ഞങ്ങൾ പറയുന്നു, ചരിത്രം പഠിക്കണം, പ്രത്യയശാസ്ത്രം പരിശോധിക്കണം, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ സമകാലിക പശ്ചാത്തലം പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. RSSകാരന്റെ ശാഖയിൽ പഠിപ്പിക്കുന്ന ഒരു പദ്യമുണ്ട്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം മഹാമംഗളേ പുണ്യഭൂമേ. ശ്വാസം മുട്ടിപ്പോകും, ബാക്കി പാടാൻ അറിയാഞ്ഞിട്ടല്ല. അത് RSSകാരൻ കന്യാസ്ത്രീകളെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ മാറ്റിച്ചൊല്ലി. നമസ്തേ സദാ കന്യാസ്ത്രീയെ ബലാത്സംഗം നമസ്തുഭ്യം, ബാലാത്സംഗം നമസ്തുഭ്യം, മാനഭംഗം നമസ്തുഭ്യം നമ എന്നാക്കിയ വീരന്മാരാവർ. ധ്വജപ്രണാമഗീതം മാറ്റിച്ചൊല്ലി കന്യാസ്ത്രീകളെ കശക്കിയെറിയാൻ ഒരു കാരുണ്യവും കാണിക്കാത്ത ഈ കശ്മലക്കൂട്ടത്തെ ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ സംരക്ഷകരായി കരുതുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരുടെ വേദിയിലാണ്. ആ തുരുത്തു കടന്ന്, ആ വേലി പൊളിച്ച്, ആ ആശങ്ക തിരുത്തി, ആശയക്കുഴപ്പം മാറ്റിവെച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾക്ക് ചെവിയോർക്കാൻ തയ്യാറാകണം എന്ന് മാത്രമേ ഞങ്ങളിപ്പോൾ പറയുന്നുള്ളൂ. ഞങ്ങൾ മതവിശ്വാസികളായ ക്രിസ്ത്യൻ മതപണ്ഡിതന്മാരോട് പറയുന്നു, വിശ്വാസികളോട് പറയുന്നു, മതനിരപേക്ഷതാ പ്രകടനം ഒരു സ്റ്റേജ് പെർഫോമൻസ് അല്ല. ഒറ്റ സന്ദർശനം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന, ഒറ്റമൂലി കൊണ്ട് ഉണക്കിയെടുക്കാൻ കഴിയുന്ന മുറിവുകളല്ല ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ നെഞ്ചകത്തിലും ഹൃദയത്തിലും നേരെ പതിറ്റാണ്ടുകളായി RSS ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെയോ, സന്ദർശനത്തിന്റെ പൂക്കളല്ല അവർ നിങ്ങളുടെ നെഞ്ചത്ത് വെക്കുന്നത്. ശവപ്പെട്ടിയിൽ ആഞ്ഞടിക്കാനുള്ള അവസാന താണിയും അതിനു മുകളിൽ സമർപ്പിക്കാനുള്ള ആദരാഞ്ജലി പൂക്കളുമാണ് RSSകാർ സന്ദർശനത്തിന്റെ വേളയിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നറിയുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളൂ. മറ്റു വിശേഷങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, വിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല, എന്നാൽ വിശ്വാസ ഭീകരതയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ലളിതമായ ഉദാഹരണം പറയാം. നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവിൽ ഒരു അപകടം നടക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ റോഡ് ക്രോസ് ചെയ്യുമ്പം സ്പീഡിൽ വന്ന വണ്ടി തട്ടി മുട്ടി താഴെ വീഴുന്നു, ചോരയൊലിച്ച് പിടയ്ക്കുന്നു. നമ്മളെല്ലാവരും പൊതുയോഗം നിർത്തി, പ്രസംഗം നിർത്തി, ഓടിച്ചെന്ന് കിട്ടുന്ന വാഹനം തടഞ്ഞു നിർത്തി അതിലേക്ക് ആ ചെറുപ്പക്കാരനെ കയറ്റും. ഞാനും കയറി, എൻ്റെ കൂടെ ഒരുത്തനും കയറി വിവരിക്കാം. ഒരു നല്ല മനുഷ്യ സ്നേഹി. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ചോരയൊലിക്കുന്ന ശരീരം, അതിൻ്റെ തല എൻ്റെ മടിയിൽ വെക്കുന്നു. അയാൾ ചോരയൊലിച്ചു ഒടിഞ്ഞു തൂങ്ങി അയാളുടെ കാല് ആ ചെറുപ്പക്കാരൻ്റെ മടിയിൽ വെക്കുന്നു. സ്പീഡിൽ ഓടുന്ന വാഹനത്തിലിരുന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഈ ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ടയാളെ മടിയിലേക്ക് എടുത്തു വെച്ച് വളരെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ മടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഒന്നും പറ്റാതെ ആശുപത്രിയിൽ എത്തിക്കണേ. CPIM-ന്റെ പ്രവർത്തകനായ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കില്ലെന്ന് മാത്രമല്ല, മനസ്സുകൊണ്ടുപോലും അപമാനിക്കാൻ ഞാൻ ആലോചിക്കില്ല. കാരണം എന്താ? അയാളുടെ വിശ്വാസം ഈ വണ്ടി സ്പീഡിൽ അങ്ങ് ആശുപത്രിയിലെത്തി ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടണം, അതിന് ദൈവം സഹായിക്കണമെന്ന അവിടുന്ന് പ്രാർത്ഥിച്ചോട്ടെ. അത് വിശ്വാസമാണ്, അതിന് അപമാനിക്കാൻ പോകരുത്. ഇനി സീനൊന്ന് മാറ്റി നോക്കൂ. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളിവിടെ പ്രസംഗിക്കുന്നു, റോഡിൽ ഒരു അപകടം നടക്കുന്നു, ചോരയൊലിച്ച് ചെറുപ്പക്കാരൻ പിടഞ്ഞു വീഴുന്നു, ആളുകൾ ഓടിക്കൂടുന്നു, കിട്ടിയ വണ്ടി കൈകാട്ടി തടഞ്ഞു നിർത്തി ചെറുപ്പക്കാരനെ വണ്ടി കയറ്റുന്നു, ഞാനും കയറുന്നു, ഈ പറഞ്ഞ ചെറുപ്പക്കാരനും കയറുന്നു. അതല്ല സംഭവിക്കുന്നത്. വണ്ടിയിൽ കയറ്റാൻ നോക്കുമ്പോൾ ഒരുത്തൻ വന്ന് പറയാണ്, ദൈവം കൽപ്പിച്ചതാണിത്, അവൻ്റെ അരിയൊടുങ്ങി, സമയം തീർന്നു, ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, തലയിൽ എഴുതിയതുപോലെയേ സംഭവിക്കൂ, അതുകൊണ്ട് ആശുപത്രിയിൽ പോണ്ട എന്ന് പറഞ്ഞൊരുത്ത കാവി മുണ്ടുകൊടുത്ത് കൊമ്പം മീശയായിട്ട് മൂക്കിൻ്റെ അറ്റത്തുനിന്ന് മൂർധാവിലേക്ക് ഏതാണ്ട് പാലിയേക്കര ടോൾ ബൂത്തിൽ വരച്ച വര പോലെ ഒരു കുറിയും വരച്ച് ഇവിടെ കയ്യിൽ ചരടും കെട്ടി വണ്ടി തടഞ്ഞാൽ എന്ത് ചെയ്യണം? അത് വിശ്വാസമല്ല, വിശ്വാസ ഭീകരതയാണ്. മറ്റേത് വിശ്വാസമാണ്, ഇത് വിശ്വാസ ഭീകരതയാണ് എന്ന് നാം തിരിച്ചറിയണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം കൂടി പറയാം നമുക്ക്.
അമ്പലം വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നാണ് ശശികല കഴിഞ്ഞ ദിവസം ഇവിടെ പുലമ്പിയത്. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അമ്പലം വിശ്വാസികൾക്ക് എന്നാണ് RSSന്റെ മുദ്രാവാക്യം അത്രേ. അമ്പലം വിശ്വാസികൾക്ക് എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം അത്രേ. ആയിക്കോട്ടെ, CPIMന്റെ അഭിപ്രായം അതാ. അമ്പലം, ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക്. ഒരു വാചകം കൂടി ചേർത്താൽ മതി. അമ്പലം വിശ്വാസികൾക്ക്, അമ്പലഭരണം വിശ്വസ്തർക്ക് എന്ന് പറഞ്ഞാൽ പടി ചെമ്പ് പതിക്കാൻ വെച്ചാൽ 1 കോടി വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. മനസ്സിലാവണ്ട? അമ്പലത്തിന്റെ പടി ചെമ്പ് പൊതിയാൻ തീരുമാനിച്ചാൽ കോടിക്കണക്കിന് ഉറുപ്പിക സ്വന്തം വീട്ടിലേക്ക് കട്ടുമുക്കരുത്. അത് വിശ്വസ്തതയല്ല, വിശ്വാസത്തിന്റെ പേരിലുള്ള തീവെട്ടിക്കൊള്ളയാണ്. പത്തനംതിട്ടക്കാരോട് പറയണ്ടല്ലോ, അതാ പ്രശ്നം. അമ്പലം വിശ്വാസികൾക്ക്, അമ്പലഭരണം വിശ്വസ്തരായവർക്ക്, അതാ CPIMന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വീമ്പ് പറഞ്ഞ് വീരസ്യം വിളമ്പി അക്രമത്തിനും തീവട്ടിക്കൊള്ളയ്ക്കും തടസ്സം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വാസവിരോധത്തിന്റെ മണ്ഡലത്തിൽ കുറ്റിയടിച്ചു കെട്ടാനുള്ള കുറുക്കൻ കൗശലത്തിനെതിരെ തികഞ്ഞ ജാഗ്രത പുലർത്താൻ ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരല്ലാത്തവരുൾപ്പെടെയുള്ള എല്ലാ മനുഷ്യസ്നേഹികളായ ഹിന്ദുമത വിശ്വാസികളും തയ്യാറെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹിന്ദുമത തീവ്രവാദികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മുഖമുദ്ര അവരുടെ ദളിത് വിരുദ്ധതയാണ്. മനുസ്മൃതിയാണ് അവരുടെ അടിസ്ഥാന ഗ്രന്ഥം. RSSന്റെ പാഠശാലകളിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന പാശ്ചാത്യമാണ്, വൈദേശികമാണ്. അങ്ങനെയാട്ടോ അവർ പറഞ്ഞത്. ഇന്ത്യൻ ദേശീയ പതാക 3 കീറത്തുണി തുന്നിച്ചേർത്തതാണ്, അശുഭകരമാണ്, അത് നല്ലതല്ല എന്ന് ലേഖനം എഴുതി തീരുമാനം പ്രഖ്യാപിച്ചവരാണ് RSSകാർ. ചരിത്ര രേഖകൾ സാക്ഷ്യം. ജനഗണമന അധിനായക ജയ ഹേ. ജോർജ് 5 രാജാവ് ഇന്ത്യയിലേക്ക് വരുമ്പം അയാളെ മൂടുതാങ്ങി പൊക്കിപ്പാടാനുള്ള അപദാന ഗീതമാണിത്, ഇത് ഇന്ത്യക്ക് ചേർന്നതല്ല എന്നെഴുതിയവരാണ് RSSകാർ. ദേശീയ ഗീതത്തെ, ദേശീയ പതാകയെ, ദേശീയ മുദ്രകളെ എല്ലാറ്റിനെയും അപമാനിച്ചവരും എതിർത്തവരുമാണ് RSSകാർ. ഇപ്പോൾ അവരതിൻ്റെ ചാമ്പ്യന്മാരാണ്. ഞങ്ങൾക്കുള്ള അഭിപ്രായം ജനഗണമനയാണെങ്കിലും ത്രിവർണ്ണ പതാകയാണെങ്കിലും ഭരണഘടനയാണെങ്കിലും ഇപ്പോഴുള്ളത് നിലനിൽക്കട്ടെ എന്നാണ്. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി വേണം എന്നാണ് RSSകാർ ആക്രോശിക്കുന്നത്. മഹാനായ സഹോദരൻ അയ്യപ്പന്റെ പ്രസിദ്ധമായൊരു പ്രയോഗം ഉദ്ധരിക്കുന്നതാണ് എളുപ്പവും ഉചിതവും. നമ്മുടെ മനുവിനെക്കുറിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ ഭേദം എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. മറക്കണ്ട കേട്ടോ. നമ്മുടെ മനുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ ഭേദം. ആരുടെ ഹിറ്റ്ലർ? മനുവിനേക്കാൾ ഭേദമാണ് ഹിറ്റ്ലർ എന്ന് പറയേണ്ടി വന്നാൽ എന്താ ഇതിൻ്റെ സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുസ്മൃതിയെക്കുറിച്ച് വിശദാംശങ്ങളിക്കാൻ പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. സവർണ മേധാവിത്വത്തിന്റെ കൊടിയടയാളം പേറി അവർണനെ അടിമച്ചങ്ങളിൽ തടച്ചിട്ട് സവർണാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ രഥയോട്ടം നടത്താൻ ലക്ഷ്യം വെച്ചുള്ള പ്രസ്ഥാനമാണ് RSS. അതിന് വിചാരധാരയിൽ RSSന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് തെളിവുകളുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്തില്ലേ ഞങ്ങൾ? അവർ ആദിവാസിയല്ലേ? താഴേക്കടയിലുള്ള ആളല്ലേ? അധസ്ഥിത ജനവിഭാഗത്തിലുള്ള ആളല്ലേ? അത് പറയുന്നുണ്ട് RSSകാർ. അങ്ങനെ ഉണ്ടാവാം. ഞങ്ങളുടെ നിലപാട് അതല്ല. ദ്രൗപദി മുർമു എന്ന് പറയുന്നൊരു ബിംബത്തെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ദളിതുപക്ഷക്കാരാണെന്ന് പറയുന്ന RSSനോട് സ്വത്വ രാഷ്ട്രീയത്തിന്റെ നിലപാടാണ് CPIMന് പറയാനുള്ളത്. മാർഗരറ്റ് താച്ചർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. സ്ത്രീയായ മാർഗരറ്റ് താച്ചർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു എന്നതുകൊണ്ട് ബ്രിട്ടനിലെ സ്ത്രീകൾക്ക് അതുകൊണ്ട് അരക്കടഞ്ച് ആനുകൂല്യം അധികം കിട്ടിയിട്ടില്ല കേട്ടോ. ബരാക് ഒബാമ കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർക്ക് അമേരിക്കയിൽ 1 ഇഞ്ച് ഗുണവും അതുകൊണ്ട് കിട്ടിയിരുന്നില്ല. കേരളത്തിലെ കോട്ടയത്ത് നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപതി ഭവനോളം വളർന്ന നക്ഷത്ര ശോഭ ബഹുമാനപ്പെട്ട KR നാരായണൻ അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്ന് ഉദയം കൊണ്ടുവന്ന ഒരു മഹാനായ മനുഷ്യനാണ്. അധസ്ഥിതനായ പാവപ്പെട്ടവനായ KR നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതി പട്ടം അലങ്കരിച്ചു എന്നതുകൊണ്ട് അധസ്ഥിതർക്ക് അതുകൊണ്ടെന്തെങ്കിലും ആനുകൂല്യം കിട്ടി എന്ന് പറയാനാവില്ല. ഫഖറുദ്ദീൻ അലി ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമായ APJ അബ്ദുൽ കലാം മുസ്ലിമായ രാഷ്ട്രപിതാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതിമാരായിരുന്നു. അവരായിരുന്നു എന്നതുകൊണ്ട് നമ്മളെ കൂട്ടര് രാഷ്ട്രപതിയാണ്, ഇതിനായിട്ട് ആനുകൂല്യമുണ്ട് എന്ന് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജാതി, മതം, കുടുംബം, കുലം, നിറം, ഭാഷ, വേഷം, ഭക്ഷണം, രീതി ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി സ്വത്വരാഷ്ട്രീയം പറഞ്ഞ് ദ്രൗപദി മുർമുവിനെ മുന്നിൽ നിർത്തി ഞങ്ങൾ ദളിത് അനുകൂലികളാണെന്ന വ്യാഖ്യാനം ചമയ്ക്കുന്ന
പറയുന്ന രാഷ്ട്രീയ ഗിമ്മിക്കെതിരായി നാം നല്ല ധാരണയോടെ നിൽക്കണം. RSSന്റെ ശാഖയിൽ ദണ്ഡ ചുഴറ്റാനും വടിവാൾ വീശാനും പോകുന്ന അധസ്ഥിത ജനവിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയണം, RSSന്റെ ലക്ഷ്യം 2025 പിറവിയുടെ 100ാം വർഷം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നതാണ്. RSSന്റെ നേതാവിന് മുമ്പേ അതിനുവേണ്ടി പുസ്തകം എഴുതിയ മനുഷ്യന്റെ പേരാണ് ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന VD സവർക്കർ. വി ഓർ അവർ നാഷണൽ ഫുഡ് ഡിഫൈൻ, നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം എന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ച അക്രമാസക്ത ഹിന്ദുത്വത്തിന്റെ വക്താവായിരുന്നു VD സവർക്കർ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ കടന്നുവന്ന് വിചാരധാരയിലൂടെ ഉദയം ചെയ്ത് RSSന്റെ സമകാലീന പ്രവർത്തനങ്ങളിലൂടെ തിടം വെച്ചതാണ് RSSന്റെ രാഷ്ട്ര സിദ്ധാന്തം. ആ സിദ്ധാന്തം പ്രാവർത്തികമാക്കാനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 9 കൊല്ലക്കാലമായി RSS കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടോ RSSന്റെ പിറവിയുടെ 100ാം വർഷം 2025 ഇന്ത്യ സമ്പൂർണമായി ഹിന്ദു രാഷ്ട്രമാകണം എന്നവർ ആക്രോശിക്കുന്നു. അതിനുവേണ്ടി അവർ അഹമഹമികയ അരയും തലയും മുറുക്കി രാപ്പകലില്ലാതെ പണിയെടുക്കുന്നു. അപ്പോൾ RSSന്റെ ശാഖകളെ സമ്പന്നമാക്കാൻ പോകുന്ന ഹരിജൻ, ഗിരിജൻ, അധസ്ഥിത ജനവിഭാഗത്തിലെ ചെറുപ്പക്കാർ ആലോചിക്കണം, അത് അവർക്ക് തന്നെ ശവക്കുഴി തോണ്ടുന്ന സംസ്കാര രാഷ്ട്രീയത്തിന്റെ നിർമ്മിതിയാണ് എന്ന് നാം തിരിച്ചറിയണം. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ശാസ്ത്രത്തെ പുരാണവുമായി ചേർക്കാനും ശാസ്ത്ര ചിന്തകളെ പുരാണവൽക്കരിക്കാനുമുള്ള പരിശ്രമങ്ങൾ RSS നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് RSSന്റെ നേതാവ് പറഞ്ഞത്, പശുവിനെ ചുംബിക്കണം വാലന്റൈൻ ദിനത്തിൽ. ഓരോരുത്തർക്കും പാകമുള്ളതാണ് ചുംബിക്കുക, പോട്ടെ. മത്തം കുത്തിയാൽ കൊമ്പളം മുളയ്ക്കാൻ പാടില്ല, പോട്ടെ. ഭഗവാൻ ഗണപതി ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ മകുടോദാഹരണമാണ്. ആനയുടെ തല, മനുഷ്യന്റെ ശരീരം. പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യത്തെ പ്രാക്തന പ്രഥമ രൂപമാണ് മഹാഗണപതി എന്നാണ് RSS നേതാവ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ അവർ പ്രസംഗിക്കും, അണ്ണാൻ കുഞ്ഞിന്റെ പുറത്തുള്ള 3 വര വൈഫൈ ആണ്. പറയുമെന്നറിയില്ല, പുതിയ RSSകാരെ ശാഖയെ പഠിപ്പിക്കും. ഭഗവാൻ ഹനുമാനാണ് ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. അവിടെ രാവണ യുദ്ധം നടന്നപ്പം രാവണന്റെ അമ്പേറ്റ് മോഹാത്സ്യപ്പെട്ടു വീണ പാവം വാനരപ്പടക്കി മൃതസഞ്ജീവനി മന്ത്രം ഉപദേശിച്ച് അവിടുന്ന് മരുത്വാമലയിൽ നിന്ന് മലയോടെ ഇത് കൊണ്ടുവന്ന ആളാണല്ലോ നമ്മുടെ ഭഗവാൻ ഹനുമാൻ. ഇപ്പൊ ലോകത്ത് ആദ്യമായി മരുന്നെത്തിച്ചാണ് ഭഗവാൻ ഹനുമാനാണ്. ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഈ ചങ്ങാതിയാണ് എന്ന് RSSകാർ പഠിപ്പിക്കാൻ പോവുകയാണ്. ഞാനത് വിശദാംശങ്ങൾ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ച് അക്രമാസക്ത ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിച്ച് പുരാണത്തെ ശാസ്ത്രവൽക്കരിച്ചും ശാസ്ത്രത്തെ പുരാണവൽക്കരിച്ചും തീർന്നില്ല. അഗ്നിപഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ എന്തോ പദ്ധതിയാണെന്ന് പറയുന്ന പരിപാടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സൈന്യത്തിന്റെ കാവ്യവൽക്കരണം, രാഷ്ട്രത്തിന്റെ സൈനികവൽക്കരണം, ഇത് ഫാസിസത്തിന്റെ അജണ്ടയാണ്. ഞാൻ നേരില്ലാത്തതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. സൈന്യത്തിന്റെ കാവ്യവൽക്കരണം, അതാണ് അഗ്നിപഥ്. രാഷ്ട്രത്തിന്റെ സൈനികവൽക്കരണം, അതാണ് അഗ്നിപഥ്. ആ രാഷ്ട്രീയ ചിന്തകൾ വല്ലാതെ തിടം വെച്ച് നിൽക്കുന്ന അസുരകാലത്താണ് നാം ഈ ചിന്ത നടത്തുന്നത്, ആലോചന നടത്തുന്നത് എന്ന് നാം തീരുമാനിച്ചറിയണം. അതുകൊണ്ട് തോറ്റപ്പോഴും പലപ്പോഴും ജയിച്ച പാർട്ടിയാണ് RSS. ഇന്ത്യ രാജ്യത്ത് RSS ഭരിക്കാൻ തുടങ്ങിയത് 98-ലാണ്. അടൽ ബിഹാരി വാജ്പേയി ഒരു 3 മാസം, ആദ്യത്തെ 33 ദിവസം, പിന്നൊരു 3 മാസം. 98-ന് പ്രത്യേകതയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകത്തുദയം ചെയ്തതിന്റെ 150-ാം വർഷമാണ് 1998 എന്നാണ്. തിരിയാത്ത ഭൂമിയെ ചവിട്ടിത്തിരിക്കണം, നഷ്ടപ്പെടാനുള്ളത് കൈച്ചങ്ങലകൾ മാത്രം, കിട്ടാനുള്ളത് ധീരനൂതന ലോകം എന്ന് പ്രഖ്യാപിച്ച് 2 താടിക്കാരായ ചെറുപ്പക്കാർ മാനവകുലത്തിന്റെ മോചന പ്രത്യയശാസ്ത്രത്തിന് രാഷ്ട്രീയ രൂപം നൽകിയ പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്ത പുസ്തകം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അധസ്ഥിതന്റെ രാഷ്ട്രീയ മാനിഫെസ്റ്റോ. അതിന്റെ പ്രകാശനം നടത്തിയതിന്റെ 150-ാം വർഷമാണ് 1998. ഇന്ത്യക്കാർക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാപ്പുജി വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിച്ചതിന്റെ 50-ാം വർഷത്തിലാണ് ബാപ്പുജിയുടെ കൊലപാതകികൾ, ഘാതകന്മാർ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി അധികാരത്തിൽ വന്നത്. അതാ 98-ന്റെ പ്രത്യേകത. 9 കൊല്ലമായി പ്രിയപ്പെട്ട മോഡിജി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള അതിവേഗ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളൊന്നും ഞാൻ പറയില്ല, രാഷ്ട്രീയ പ്രസംഗത്തിന് ഉദ്ദേശമല്ല എന്നതുകൊണ്ട്. 9 കൊല്ലം കൊണ്ട് മോഡി നമുക്ക് എന്തു നൽകി എന്ന ചോദ്യത്തിന് സത്യസന്ധമാണ് ഉത്തരമെങ്കിൽ 2 വാചകം ഇങ്ങനെയാണ്: സകല മേഖലകളിലും സർവനാശം സമ്മാനിച്ച ദുർഭഗ ഭരണം.
സകല മേഖലകളിലും പൂർണ്ണനാശം സമ്മാനിച്ച ദുർഭഗ ഭരണം. ആകെ നടക്കുന്നത് മോഡിക്ക് വേണ്ടിയുള്ള തള്ളു മാത്രം. അതിങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ട് ഒരു മാളിൽ പോയി. മാളെന്ന് പറഞ്ഞാൽ വലിയ സൂപ്പർ മാർക്കറ്റ്. അവിടെ ഭിത്തിയും വാതിലൊക്കെ ചുമരുകൊണ്ട അല്ല ഈ ചില്ലുകൊണ്ട ഉണ്ടാവുക. ഒരു കുളൂസാക്കാൻ ചുമരേതാണ് വാതിലേതാന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഭിത്തിയിൽ പോയി മൂക്കിടിച്ച് ചോര പൊട്ടിക്കേണ്ട. വാതിലിൽ തന്നെ പോയി തള്ളിക്കോട്ടെ എന്നൊക്കെ കണക്കാക്കാൻ അവിടെ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്കും. എല്ലായിടത്തുണ്ടാവും അത്. പുഷ് പുൾ, വലിക്കുക, തള്ളുക. അവിടെ പോയി തള്ളിയാൽ മതിയല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പോയ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയൊന്നും കാണാനില്ല. അവിടെ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ ബംഗാളി പയ്യനോട് ചോദിച്ചു, ഞാൻ എന്താ അത് കാണാത്ത? പുഷ്, പുള്ള്, തള്ള്, വലിക്കുക ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സാർ അവിടെ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് മതി. നോക്കുമ്പോൾ മോഡിയുടെ മോന്തേ. ഒരുമാതിരിപ്പെട്ട ആൾക്കൊക്കെ അറിയാം ഈ ചങ്ങാതിന്റെ മോന്ത കണ്ട തള്ളു അതാണ്. അതേ നടക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത്. ഞാനത് വിശദാംശങ്ങളിലൊക്കെ അല്ല പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് അതുമാത്രമാണ് നടക്കുന്നത്. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള കർമ്മപദ്ധതികളാണ് RSS സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വർഗീയത, ജാതീയത, കൂട്ടത്തിൽ ദേശീയത. ദേശീയത പറഞ്ഞാൽ പിന്നെ വർഗീയതയെ പോലെയല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം കൂടി പറഞ്ഞിട്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് സമയം ധാരാളമായി. 7:29 6 മണി 1 മിനിറ്റിനാണ് എൻ്റെ പ്രസംഗം തുടങ്ങിയത്. ദേശീയത ഒരു മൂർച്ചയുള്ള ആയുധമാണ്. അത് മറ്റതുപോലെയല്ല. ആളുകളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്നതാണ് വർഗീയത എന്ന് പറഞ്ഞാൽ കുറച്ച് തലയ്ക്ക് വെളിവുള്ളവർക്കെല്ലാം അത് ബോധ്യവും. പക്ഷെ ദേശീയത പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് അവർക്ക്. നേരെ മനസ്സിലാവില്ല. അമേരിക്കയിൽ ഒരു കള്ളക്കടത്തുകാരുണ്ടായിരുന്നു. ജോൺ എന്ന പേര്. മിടുക്കന. കള്ളക്കടത്തുകാരൻ മിടുക്കനാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കള്ളക്കടത്തിൽ മിടുക്കനാന്ന്. ഒരു ഡോക്ടർ മറ്റൊരു ഡോക്ടറോട് വിളിച്ചു ചോദിക്കുകയാണ്, നല്ല സീസണാന്ന് ചോദിച്ചാൽ എന്താ? മറ്റവൻ്റെ കഷ്ടകാലമെന്നാ അല്ലേ? ഡോക്ടറുടെ നല്ല കാലം മറ്റവൻ്റെ കഷ്ടകാലം. അതുപോലെ കള്ളക്കടത്തുകാരൻ മിടുക്കനാ. പട്ടാളത്തിനും പോലീസിനും കസ്റ്റംസിനും ഒക്കെ അറിയാം ഇവൻ്റെ മികവ്. ഒരു ദിവസം അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ പോലീസുകാർ കാവൽ നിൽക്കുക. ജോൺ ഒരു ബൈക്കും തള്ളിയിട്ട് കടന്നു വരിക. തെറ്റരുതിട്ടോ, ഓടിച്ചിട്ടല്ല, ഉന്തിയിട്ട്. പുറകിൽ ചാക്കിൽ എന്തോ കെട്ടിവെച്ചിട്ടുണ്ട്. പട്ടാളക്കാർ വടി താഴ്ത്തി. എന്താടാ ചാക്കില്? ജോൺ പറഞ്ഞു, ഇത്തിരി മണല. പോലീസുകാർ പറഞ്ഞു, മണലാവില്ല, സ്വർണ്ണമാണ് എന്ന് ഉറപ്പാ. അന്ന് ഈ സ്വർണം കൊണ്ടുപോകുന്നതൊക്കെ ചാക്കില. സ്വപ്ന എന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങൾ വന്നതിന് ശേഷമാണല്ലോ ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത്. ഒന്നും പറയാൻ പേരില്ല. ചാക്കിൽ സ്വർണ്ണ എന്ന് പറഞ്ഞു. പോലീസുകാരോട് ജോൺ പറഞ്ഞു, അഴിച്ചോളൂ. പോലീസുകാർ അഴിച്ചു നോക്കിയപ്പോൾ സത്യം, ഒരച്ചാക്ക് മണല. താൻ പൊക്കോ. ജോൺ വണ്ടിയും തള്ളിയിട്ട് അപ്പുറത്തേക്ക് കടന്നു. അതിർത്തി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇത് തന്നെ. ജോൺ വരുന്നു. പോലീസുകാർ തടയുന്നു. എന്താ ചാക്കില്? മണലാണ് സാർ. ഇന്നലെ ഞങ്ങളെ പറ്റിച്ചിട്ട് ഇന്ന് സ്വർണ്ണാന്ന് ഉറപ്പാ, അഴിച്ചു. നോക്കിയപ്പോൾ മണല. തിരി എളിപ്പരായെങ്കിലും പോലീസുകാർ ഗൗരവം വിടാതെ പറഞ്ഞു, തൽക്കാലം പൊയ്ക്കോ. പോയി. 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 8, 36, 72, 98, 100 ദിവസം. ജോൺ വരും, പോലീസ് തടയും, ചാക്കുണ്ടാവും, അഴിപ്പിക്കും, പരിശോധിക്കും, മണലാണ്, വിടും. 100 ദിവസം അങ്ങനെ നടന്നു. ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ഒരു കല്യാണ വീട്ടിൽ വെച്ച് ജോണും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും പരസ്പരം കണ്ടു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വട്ടത്തിലിട്ട കസേരയിൽ വടി പറയാനിരുന്നപ്പോൾ പോലീസുകാരൻ ചോദിച്ചു, താനാ കള്ളക്കടത്തുകാരൻ ജോണല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഓ, ആരാ? എന്നെ തടയാൻ അന്നുണ്ടായിരുന്ന പോലീസുകാരനല്ലേ? പുതുക്കൻ. പോലീസുകാരൻ പറഞ്ഞു, താനൊരു പൊട്ടനല്ലേ, മന്ദബുദ്ധിയല്ലേ? എന്താ സാർ? ഇവിടെ തന്നെ പോലെ ഒരു വിവരദോഷിയല്ലാതെ 100 ദിവസം ഇങ്ങനെ മെനക്കെട്ട് ഒരു ബൈക്കും തള്ളിയിട്ട് അതിൽ അരച്ചാക്ക് മണലുമായിട്ട് അപ്പുറത്തെ രാജ്യത്തേക്ക് പോവോ? താനൊരു പൊട്ടൻ തന്നെ. പോലീസുകാരോട് ജോൺ ചോദിച്ചു, നിങ്ങൾ പോലീസിൽ നിന്ന് പിരിഞ്ഞോ? പോലീസുകാരൻ പറഞ്ഞു, ഓ ഉറപ്പാ. പെൻഷൻ പറ്റിയതിൻ്റെ കടലാസൊക്കെ കാണിച്ചു. ജോൺ പറഞ്ഞു, എന്നാ പറയാ, ഞാൻ പൊട്ടനാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ കേട്ടോ പൊട്ട, ഞാനല്ല പൊട്ടൻ, താനാ പൊട്ടൻ. എന്താ കാര്യം? എടോ, ഞാൻ കടത്തിയത് മണലല്ല, കട്ടുകൊണ്ടുവന്ന 100 ബൈക്കാ. എന്റെ അല്ലേ തിരിഞ്ഞവങ്ങൾക്ക്. ഇതാണ് RSS. നവഫാസിസം മറക്കരുത്. ഫാസിസത്തിന്റെ പ്രത്യയശാസ്ത്രം അതാണ്. പണ്ട് ഗില്ലറ്റിൻ, മൂർച്ചയുള്ള വാളേറ്റ് കഴുത്തു കണ്ടിച്ച കുഷ്മലത, കുടിലത, ഗ്യാസ് ചേമ്പറുകൾ, വിഷവായു മൂക്കിലേക്ക് അടുപ്പിച്ച് കയറ്റി ലക്ഷങ്ങളെ കൊന്നു തള്ളിയ തെമ്മാടിത്തം. ഇത് മാത്രമല്ല ഫാസിസം. പിന്നെയോ, ജർമ്മനിയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന അഡോൾഫ് ഹിറ്റ്ലർ താൻ ഒപ്പുവെച്ച 3-ാമത്തെ കൽപ്പനകളിൽ ഒന്ന് സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 തൻ്റെ രാജ്യമായ ജർമ്മനിയിൽ ദേശീയ അവധി ദിനമാക്കി പ്രഖ്യാപിക്കലാണ്. മറക്കരുത്. മെയ് ഡേ, സാർവദേശീയ തൊഴിലാളി ദിനം തൻ്റെ രാജ്യത്ത് ദേശീയ അവധി ദിനമാക്കി പ്രഖ്യാപിച്ചു. ആര്? അഡോൾഫ് ഹിറ്റ്ലർ. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്തം വിട്ടുപോയി. ഇത് ആരപ്പ? ഇതാണ് ഫാസിസം. അതുകൊണ്ടോ
ധൃതരാഷ്ട്രാലിംഗനം. ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതം മലയാള ഭാഷാ നിഘണ്ടുവിന് നൽകിയ ഉജ്ജ്വലമായ ഉപമാ സംവിധാനം, ശൈലീ പ്രയോഗമാണത്. എന്താ കാരണം? കരുത്തരിൽ കരുത്തനായ ഭീമന്റെ കഥ കഴിക്കാൻ ശകുനിയുണ്ടാക്കിയ കൗശലമാണ് കണ്ണു കാണാത്ത മുത്തച്ഛൻ ധൃതരാഷ്ട്രയുടെ കരവലയത്തിൽ ഒതുക്കി ഭീമന്റെ കഥ കഴിക്കുകയാണ്. അന്ന് ബിനു വി ജോണും മാധുവും മറ്റേ സുജയ പാർവതിയൊന്നുമില്ല, ഏഷ്യാനെറ്റ് സൂര്യ TV ഒന്നുമില്ല. വാർത്ത ആരോ ചോർത്തി കൊടുത്തു. ഭീമൻ വെള്ളോട് കൊണ്ട് പ്രതിമയുണ്ടാക്കി മുത്തച്ഛൻ്റെ കൈയൊക്കെ പൊട്ടിക്കാൻ കൊടുത്തു. എന്നിട്ട് അസ്തിനപുരിയുടെ ചുമരിൽ ഒരു ദിനേശ് പീഡിയും വലിച്ച് ചാരി നിന്നു. അത് അസ്തിനപുരിയും ചുമരും ഒക്കെ ഉണ്ട്, ദിനേശ് പീഡി മഹാഭാരതത്തിലില്ല കേട്ടോ, അതെൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗാണ്. അങ്ങനെയാ ഭീമൻ അന്ന് രക്ഷപ്പെട്ടത്. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് നിങ്ങളെ കൊല്ലണമെങ്കിൽ പണ്ട് തല്ലണമായിരുന്നു, ഇന്നത് വേണ്ട, തലോടിയും തകർക്കാം. ആക്രമിക്കണമായിരുന്നു നിങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ മുമ്പ്, വേണ്ട, ആശ്ലേഷിച്ചു മതാകാം. കോഴിക്കോട്ടെ നാടൻ ഭാഷയിൽ പറയാം, എനിക്ക് നിങ്ങളെ കൊല്ലണമെങ്കിൽ പണ്ട് കഴുത്തു പിടിച്ച് ഞെക്കണമായിരുന്നു, വേണ്ട, നക്കിയും കൊല്ലാം എന്ന് മുതലാളിത്തത്തിലും ഫാസിസത്തിലും അറിയാം. ഞെക്കി തന്നെ വേണമെന്നില്ല കൊല, നക്കിയുമാകാം എന്ന് ഫാസിസം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് RSS വർഗീയത പോലെയോ വർഗീയതയെക്കാളോ നല്ല ഉപകരണമാക്കി ദേശീയതയെ ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദേശീയത പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല മക്കളെ. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ കൂടുന്നു. ഞാനിപ്പോൾ അങ്ങനെ പറയാറുള്ളൂ. ബാണം പോലെയെന്നാണ് ഞാൻ പണ്ട് പ്രസംഗിക്കാറുള്ളൂ. ബാണം ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, പറ്റില്ല എന്നെ കൊണ്ട് എന്നതുകൊണ്ട്. കുത്തനെ കൂടുന്നു പെട്രോളിന്റെ വില. എളമരം കരീം, ജോൺ ബ്രിട്ടാസ് ഒക്കെ രാജ്യസഭയിൽ ചോദിക്കുന്നു, എന്താ ഇങ്ങനെ കൂടുന്നത്? അപ്പൊ അമിത്ഷാ, മോഡി മറുപടി, കരീംജി, ബ്രിട്ടാസ് ജി, ഇപ്പോൾ ഒന്നും പറയരുത്. പാകിസ്ഥാന്റെ മാപ്പിളപ്പട്ടാളം ഇന്ത്യയിലേക്ക് തോക്കു തിരിച്ച് കടന്നു വരുന്നുണ്ട്. നമ്മുടെ പടയാളികൾക്ക് പടക്കോപ്പ് വാങ്ങാൻ, വെടിക്കോപ്പ് വാങ്ങാൻ ഒരു 10 റുപ്യ പണം വാങ്ങണ്ടേ? അതിനധികം കൂട്ടിയതാണ്. ഇങ്ങനെ പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എളമരം കരീമിന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ രാജ്യം അപകടപ്പെട്ട് നിൽക്കല്ലേ, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പണ്ടൊരു കുട്ടി നമ്പൂതിരി ഇല്ലത്ത് മീൻ വറുത്തു. മണം മൂക്കിലടിച്ച അച്ഛൻ നമ്പൂതിരി ഉലക്കയും എടുത്ത് ഉണ്ണി നമ്പൂതിരിയെ തല്ലാൻ പോയി. ഓടിത്തളർന്ന് വീഴാനായ ഉണ്ണി നമ്പൂരി അച്ഛൻ നമ്പൂരിയോട് പറഞ്ഞു, എനിക്ക് മീനിന്റെ നുണയുണ്ടായിട്ടല്ല അച്ഛ ഞാൻ മീൻ വറുക്കാൻ തീരുമാനിച്ചത്, പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കാനാ. ഈ തെണ്ടി പറയാ, പൂച്ചയ്ക്ക് മുള്ളു കൊടുക്കാനാണ് മീൻ വറുത്തത്, എനിക്ക് നുണയുണ്ടായിട്ടല്ല എന്ന. മോഡി അങ്ങനെയാ പറയുന്നത്. അദാനിയുടെ പള്ള വീർപ്പിക്കാനല്ല, പിന്നെയോ പാകിസ്ഥാൻ പട്ടാളം വരുമ്പം ഇന്ത്യക്ക് പട്ടാളത്തിന് തോക്കു വാങ്ങാൻ പണം കണ്ടെത്താൻ ഇതുണ്ടാക്കുന്നു എന്നാ. ആളുകൾ മോഡിയോട് ചോദിക്കുന്നത് അരി, തുണി, പണി, അതാണ്. മോഡി എന്താ പറയുന്നത്? രാമക്ഷേത്രം, പാകിസ്ഥാൻ അതിർത്തി, പട്ടാളം, ചൈന, ഇതൊക്കെ പറഞ്ഞ ആള് ബേജാറാവൂല്ലേന്ന്. എൻ്റെ നാട്ടിൽ ബിരിയാണി വെക്കുന്ന ബീരാൻ മിടുക്കനാ. കഴിഞ്ഞ ആഴ്ച 500 ആൾക്ക് ബിരിയാണി വെക്കാൻ അടുത്ത വീട്ടിലേക്ക് ക്ഷണിച്ചു. വെളുപ്പിന് 5 ചെമ്പിൽ 500 പേർക്കുള്ള ബിരിയാണി കയറ്റി അടുപ്പിൽ തീ കൂട്ടി, എല്ലാം പാകത്തിന് അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരുന്നു. 3/4 മണിക്കൂർ വേവ് വന്നപ്പം പരിണിതപ്രത്യനായ ബീരാന്റെ മുക്കിലേക്ക് മണം വന്നു. പരിചയസമ്പന്നനായ ബീരാന് സംഗതി മനസ്സിലായി, അടി ഉറപ്പാ, കാരണം ബിരിയാണി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നല്ല മണമല്ല. സഹായിയോട് പറഞ്ഞു, അപ്പുറത്തെ തൊഴുത്തിൽ പോയി പശുവിൻ്റെ കയറ് വലിച്ച് പറമ്പിൻ്റെ മൂലക്കിലുള്ള ഒരു പൊട്ടക്കടത്തെ വക്കിലേക്ക് നടന്നോ, ഞാൻ അങ്ങോട്ട് വരാം. ബീരാനും സഹായിയും കൂടി അവിടെ ചെന്നു. സഹായി പിടിച്ചു കൊടുത്ത കയറിലൂടെ ഊർന്ന് കിണറ്റിലിറങ്ങിയിരുന്നു. മുട്ട എറിഞ്ഞിട്ടില്ല, ഇറങ്ങിയതാ, വീണതല്ല. മൂട് നനഞ്ഞിട്ടില്ല, വെള്ളമില്ല, മനഃപൂർവ്വം ഇറങ്ങിയിരുന്നതാ. ഇറങ്ങിയിരുന്നതിന് ശേഷം ബീരാൻ സഹായിയോട് പറഞ്ഞു, കയറ് മേലോട്ട് വലിച്ചോ, പന്തലിൽ പോയിരുന്നോ, കള്ളി ആരോടും പറയരുത്. സഹായി പന്തലിലെത്തിയ ടൈമിംഗ് കണക്കാക്കി. ബീരാൻ കിണറിൻ്റെ അകത്തുനിന്ന് ഒറ്റ അട്ടഹാസം, അല്ലോ നമ്മൾ കിണറിൽ വീണിക്കണോ, ഇങ്ങനെ കോഴിക്കോട്ട് പറയുക. കല്യാണ വീട്ടിലുണ്ടായിരുന്ന സകലരും കിണറിൻ്റെ ചുറ്റും, കാരണം വെപ്പുകാരൻ കിണറ്റിൽ വീണതല്ലേ. നിരവധി അഭിപ്രായം. വേര് പിടിച്ച് കയറല്ലേ ബീരാനെ, അപകട. കല്ല് ചവിട്ടി നോക്കല്ലേ ബീരാനെ, കുഴപ്പ. വേറെ ചിലർ കയറ് താഴ്ത്തി കൊടുക്കൂ ബീരാന്. അപ്പോൾ ഒരുത്തൻ, പൊട്ട, വിവരക്കേട് പറയല്ലേ, കിണറ്റിൽ വീണവന് കയറി വരാൻ പാങ്ങുണ്ടാവില്ല, കസേര തന്നെ ഇറക്കി കൊടുക്കൂ. 100 സോ മെനി ഐഡിയാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ 100 തരം അഭിപ്രായങ്ങൾ. ഒരു 5 മിനിറ്റ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്ന ബീരാൻ അടുത്ത ടൈമിങ് നോക്കി, അടുത്ത ഡയലോഗ്, എന്നെ നോക്കണ്ട, ബിരിയാണി അടി പിടിക്കുമോ നോക്ക്. ഈ തെണ്ടി 5 ചെമ്പിലെയും ബിരിയാണി അടി പിടിച്ചിട്ടാ ചാടിയത്. അപ്പം കല്യാണ വീട്ടിൽ വന്ന പുയ്യാക്കുളയുടെ മൂത്താപ്പ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കല്യാണച്ചക്കൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇസ്മായിൽ തിയാജി, 98 വയസ്സ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല അവനെ കാക്കട്ടെ, കിണറിനകത്ത് ജീവിതത്തോട് മല്ലടിക്കുമ്പോഴും നമ്മുടെ ബിരിയാണിയെക്കുറിച്ചല്ലേ അവൻ്റെ ആശങ്ക. ഒലക്കിയ ഇതാണ് മോഡി. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇനിയും പറഞ്ഞാൽ നേരം പോകും. അതുകൊണ്ട് ദേശീയത എന്ന് പറയുന്നത് ഒരായുധമാക്കുകയാണ്. ഇന്ത്യ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദേശീയത ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ നാം അനുവദിക്കരുത്.
വള്ളത്തോളിന്റെ ഗീതം ചുണ്ടിൽ മൂളാത്ത മലയാളി ഉണ്ടാവില്ല. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വേണ്ടേ? വേണം. പക്ഷേ ഇത് കേട്ടപ്പോൾ വള്ളത്തോൾ നാരായണമേനോട് കേസരി ബാലകൃഷ്ണപിള്ള ചോദിച്ചത് തൃശ്ശൂരിൽ നിന്ന് കേട്ടാൽ ഡബിൾ സ്റ്റോങ് ആക്കാൻ പറ്റുമോന്ന. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പത്തനംതിട്ട എന്ന് ചോദിക്കാം, എനിക്ക് കോഴിക്കോട് എന്ന് ചോദിക്കാം. ഇങ്ങനെ പറയാൻ മാത്രമുണ്ടോ ഇന്ത്യ രാജ്യം? ഇല്ല. ഇന്ത്യ രാജ്യം മോശമായിട്ടല്ല. ദേശാഭിമാനം, ദേശസ്നേഹം, രാജ്യസ്നേഹം തല്ലിപ്പഴുപ്പിച്ചുണ്ടാക്കേണ്ടതല്ല, സ്വയം ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ കോഴിക്കോട്ടുനിന്ന് ട്രെയിനിലാണ് വന്നത്. കോഴിക്കോട്ടുനിന്ന് വണ്ടി കയറി 1 മണിക്കൂർ എത്തിയപ്പോൾ തിരൂരെത്തിയപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നി. ഞാൻ ട്രെയിനിലെ ബാത്റൂമിൽ കയറി മൂത്രമൊഴിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഫ്ലഷ് ചെയ്യണം, വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ നാറ്റം. ഞാൻ അവിടെ ചുമരിന് മേലെ ഉണ്ടായിരുന്ന പൈപ്പിൻ്റെ നോബ് എന്ന് പറഞ്ഞാൽ മൂക്ക് അമർത്തി, അതാ പതിവ്. ഒറ്റ അമർത്തലിന് താഴോട്ട് പോകേണ്ട വെള്ളം എൻ്റെ മോന്തയ്ക്ക് വന്നു. ഞാൻ നിർത്തി. ജില്ലാ കമ്മിറ്റിയായിട്ട് കാര്യമുണ്ടോ? താഴോട്ട് പോകേണ്ട വെള്ളം മോന്തയ്ക്ക് വന്നാൽ സംഗതി തിരിഞ്ഞില്ല നിങ്ങൾക്ക്. അതാണ് ഇന്ത്യയുടെ ദേശാഭിമാനത്തിൻ്റെയും പ്രശ്നം. പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അച്ഛൻ. ഉമ്മറക്കോലായിലിരിക്കുന്ന മകൻ ഓടിച്ചെന്ന് അച്ഛാ, അപ്പാ അല്ലെങ്കിൽ വാപ്പാ എന്താ വിളിക്കാൻ കാരണം? കക്ഷത്തൊരു പലഹാരപ്പൊതി, കയ്യിൽ തൂക്കിയിട്ട പാക്കറ്റിൽ മിഠായി, അതുള്ളത് കൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. തിരിച്ചോ? അച്ഛൻ പണി കഴിഞ്ഞ് വരുന്നു. കലാഭവൻ മണിയുടെ പാട്ട് പോലെ കിട്ടിയ പൈസയ്ക്ക് കള്ളും കുടിച്ച് ആടി വരുന്നു. അമ്മ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പം മുടിക്കൂത്തിൽ കുറ്റിപ്പിടിച്ച് മൂല ചുമന്ന് ചേർത്ത് നിർത്തി കാൽമുട്ട് മടക്കി നാഭിക്ക് ചൊഴിക്കുന്നു. ഇതാണ് മകൻ കാണുന്നത്. അവൻ അച്ഛനെ അച്ഛനാണോ വിളിക്കുക? അക്ഷരം മാറ്റിയിട്ടാണോ വിളിക്കുക? രണ്ടാമത്തതാ ഉണ്ടാവുക. അച്ഛനല്ലാത്തതുകൊണ്ടാണോ? അല്ല, കയ്യിലിരിപ്പിന്റെ വ്യത്യാസം കൊണ്ടാ. ഇതാണ് ഇന്ത്യക്കാരന്റെ അവസ്ഥ, ഏത് രാജ്യക്കാരന്റെയും. എന്താ പ്രശ്നം? അന്നം, വസ്ത്രം, പാർപ്പിടം, രോഗം വന്നാൽ ശുശ്രൂഷ, വൈദ്യസഹായം, പഠിക്കാൻ വിദ്യാലയം, പഠിച്ചിറങ്ങിയാൽ പണി, പണിക്ക് പോയി തിരിച്ചു വരുമ്പോൾ കഴുത്തിനു മേലെ തലയുണ്ടാകുമെന്ന സ്വസ്ഥ ജീവിതം. ഇത് തരേണ്ടതാരാ? കേരളത്തിൽ പിണറായി, ഇന്ത്യയിലോ മോഡി. അല്ലാതെ പിണറായിയുടെ മൂക്കിന് 2 ഓട്ടയുണ്ട്, മുടി മേലോട്ടാണ്, കാല് താഴോട്ടാണ് എന്ന് പ്രസംഗിച്ചാൽ ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? ഭരണാധികാരി രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന മിനിമം സംഗതികളുണ്ട്. അന്നം, വസ്ത്രം, പാർപ്പിടം, രോഗശുശ്രൂഷ, വൈദ്യസഹായം, ജീവിതം, അതെല്ലാം സ്വൈര്യ ജീവിതം, ഇതൊക്കെ അവരുടെ ബാധ്യതയാണ്. അതൊന്നുമില്ലെങ്കിലോ ഇന്ത്യ എൻ്റെ രാജ്യമാണ് അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. പഞ്ചസാരാന്ന് കറുപ്പ് മഷി കൊണ്ട് വെള്ളക്കടലാസിൽ അമർത്തി എഴുതി നക്കിയാൽ മഷി വയറ്റിലാവുന്നല്ലാതെ മധുരം ഉണ്ടാവുമോ? ഇല്ല. അതാണ് പ്രശ്നം. ഇന്ത്യ എന്റേതാണെന്ന് തോന്നണമെങ്കിൽ ജനനി ജന്മഭൂമി സ്വർഗാതപികരീയസി, സംസ്കൃത, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. ഉപനിഷത്ത് വാക്യാണ്. RSSന്റെ ശാഖയെ പഠിപ്പിക്കുന്നുണ്ട്. അത് നല്ലതാണ്, അത് ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പെറ്റമ്മയും പിറന്ന മണ്ണും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് ആര് പറഞ്ഞാലും CPIM ആത്മാർത്ഥതയോടെ 1000 തവണ ആ പ്രസ്താവനയ്ക്ക് താഴെ അടിയൊപ്പ് ചാർത്താൻ സദാ സന്നദ്ധമാണ്. പക്ഷേ പദ്യം ചൊല്ലിയാൽ ദേശാഭിമാനം ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഗീതങ്ങൾക്ക് ഓർമ്മയില്ലേ? ജനഗണമന. ടാഗോറിന്റെ തൂലികത്തുമ്പിൽ നിന്ന് മുതിർന്നു വീണതാണത്. BJP-കാരൻ കേൾക്കണ്ട. ഇതേ ടാഗോറാണ് ബംഗ്ലാദേശിന് ദേശീയ ഗാനം എഴുതിയത്. കണ്ട മാപ്പിളാർക്ക് ദേശീയ ഗാനം എഴുതിയ പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് അയാളെ കുഴിയിൽ നിന്നെടുത്ത് 2ാമതും കൊല്ലും. പേടിക്കണ്ട, പ്രഥം പറയണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഗാനം ജനഗണമന ചൊല്ലി നോക്കിയിട്ടുണ്ടോ? വേലായുധൻ മാഷ് അടിച്ച് പഠിപ്പിച്ചതല്ല 1ാം ക്ലാസ്സിൽ. ദേശാഭിമാനം കൊണ്ടല്ല, പേടികൊണ്ട് പഠിച്ചതാ. ഞാൻ മറന്നുപോയിട്ടില്ല, നിങ്ങളും മറന്നിട്ടുണ്ടാവില്ല. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ, അങ്ങനെയാണത് പുരോഗമിക്കുന്നത്. ഒന്ന് നിർത്തി ചൊല്ലി നോക്കൂ നിങ്ങൾ. ജനഗണമന അധിനായക ജയ ഹേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. 3ാമത്തെ വരി ഒന്ന് ചൊല്ലി നോക്കൂ. പഞ്ചാബ് കുഴപ്പമുണ്ടോ? ഇല്ല. സിന്ധ് കുഴപ്പമുണ്ടോ? ഉണ്ട്. അതെന്താ? അത് ആരാന്റെ പറമ്പില, നമ്മുടെ പറമ്പിലല്ല. അതാ കുഴപ്പം. ഇന്ത്യൻ ദേശീയ ഗാനത്തിന്റെ 3ാമത്തെ വരിയിലെ 2ാമത്തെ വാക്ക് പ്രകാശിപ്പിക്കുന്ന പ്രദേശം ആരാന്റെ പറമ്പിലാണ്. അത് തെറ്റായിട്ടല്ല. അപ്പൊ എന്താ വേണ്ടത്? എന്റെ നാട്ടിലെ വേലായുധേട്ടൻ പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിനനുസരിച്ച് കൂർക്കം വലിച്ചാൽ മതി. ഓരതം ഇങ്ങനെ പൈപ്പിന്റെ വണ്ണം വെപ്പിക്കേണ്ട കഴുത്തിന്റെ ഭാഗം. അതുകൊണ്ടോ RSS പറയുന്നത് കപട ദേശീയതയാണ്. ലോകത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പ്രത്യയശാസ്ത്ര ആയുധം നൽകിയ മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജോർജ് ദിമിത്രോ ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി എന്ന അദ്ദേഹത്തിന്റെ കൊച്ചു പുസ്തകമുണ്ട്. ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളുടെയും മാഗ്ന കാർട്ടയാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ശരിയായി നിരീക്ഷിക്കുന്നത് പോലെ തീവ്രദേശീയതയ്ക്ക് കൊമ്പ് മുളച്ചാൽ അത് ഫാസിസമാകാൻ അധികം വൈകില്ല. ഉന്മത്ത ദേശീയതയ്ക്ക് കൊമ്പ് മുളച്ചാൽ അത് ഫാസിസമാകാൻ അധികം വൈകില്ല എന്ന് ദിമിത്രോ നിരീക്ഷിച്ചതുപോലെ ഫാസിസമാണ് കപട ദേശീയതയുടെ കുതിരപ്പുറത്ത് കയറ്റി അരിക്കും തുണിക്കും പണിക്കും വേണ്ടി ആർത്തു വിളിക്കുന്ന ജനലക്ഷങ്ങളോട് അവർ പറയുന്നത് ഇന്ത്യ അപകടത്തിലാണ്. ഇന്നൊന്നും പേടിക്കാനില്ല.
ആ രാഷ്ട്രീയം നാം തിരിച്ചറിയണം. അതുകൊണ്ട് ജനകീയ ദേശീയതയാണ് കൾച്ചറൽ നാഷണലിസത്തിന് പകരം, സാംസ്കാരിക ദേശീയതയ്ക്ക് പകരം നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. RSSന്റെ കർമ്മ പദ്ധതിയുടെ പേര് കൾച്ചറൽ നാഷണലിസം. EMS മുന്നോട്ട് വെച്ച രാഷ്ട്രീയം സാംസ്കാരിക ദേശീയതയല്ല, ജനകീയ ദേശീയത. വിശ്വപ്രസിദ്ധനായ വിദ്യാഭ്യാസ വീക്ഷണൻ UR അനന്തമൂർത്തി, അദ്ദേഹം മരിച്ചു. ബാംഗ്ലൂരിൽ അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ മരണമറിഞ്ഞ് RSSകാർ കർണാടകയിൽ ആകെ മധുരപലഹാരം വിതരണം ചെയ്തു. ബാപ്പുജിയെ വെടിവെച്ചതറിഞ്ഞ് കേരളത്തിൽ RSSകാർ മധുരപലഹാരം വിതരണം ചെയ്തു എന്ന് ONVയുടെ ഓർമ്മക്കുറിപ്പ് പറയുന്നത് പോലെ RSSന്റെ കണ്ണിലെ കമ്പായിരുന്നു, കരടല്ല UR അനന്തമൂർത്തി. അദ്ദേഹം ദേശീയതയെക്കുറിച്ച് പറഞ്ഞത് ഉദ്ധരിച്ചാൽ എളുപ്പമാവും. ഞാൻ ലണ്ടനിൽ താമസിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, താങ്കൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു, ഐ ആം എ ഇന്ത്യൻ. ഞാൻ ഡൽഹിയിൽ താമസിക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട് ഏതാണ്? ഞാൻ പറഞ്ഞു, കർണാടകം. ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏതു നാട്ടുകാരനാണ്? ഞാൻ സാഭിമാനം പറഞ്ഞു, ഞാൻ ഷിമോഗ പട്ടണത്തിൽ നിന്നാണ്. ഷിമോഗയിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരനാണ്? ഞാൻ അഭിമാനത്തോടെ മാത്രമല്ല അഹങ്കാരത്തോടെ പറഞ്ഞു, ഞാൻ മെലിഗ ഗ്രാമക്കാരനാണ്. മൂപ്പര നാടാണത്. ഞാൻ ഇന്ത്യക്ക് പുറത്തു നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങളുടെ നാട് ഏതാണ്? ഞാൻ പറയും, UR അനന്തമൂർത്തി സാർ പറഞ്ഞതുപോലെ, ഐ ആം എ ഇന്ത്യൻ, അഭിമാനത്തോടെ. ഞാൻ കേരളത്തിന് പുറത്തു നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങളുടെ നാട് ഏതാണ്? അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ കേരളം, മലയാളി, അങ്ങനെ ഉറക്കെ പറയും. ഞാൻ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോടെ പറയും, ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്ന് പറയും. ഞാൻ കോഴിക്കോട്ട് പാളയത്തെ പച്ചക്കറി വാങ്ങി നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളെ നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പെരുമണ്ണ. അതെൻ്റെ നാടിൻ്റെ പേരാണ്, എൻ്റെ പഞ്ചായത്തിൻ്റെ പേരാണ്. പെരുമണ്ണയിലെ നാൽക്കമലയിൽ 10 രൂപയ്ക്ക് കുഞ്ഞമ്മത്തി വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുത്തം പുറത്ത് തട്ടിയിട്ട് എന്നോട് ചോദിക്കുക, നിങ്ങളെ പൊര എവിടെയാ? അങ്ങനെ എൻ്റെ നാട്ടിൽ ചോദിക്കുക. അപ്പം ഞാൻ പറയാ, ഐ ആം എ ഇന്ത്യൻ, ഒലക്കേൻ്റെ മൂട. അപ്പൊ എന്റെ നാടിന്റെ പേരല്ലേ പറയേണ്ടത്? ചെറുകാട് എന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ, സാംസ്കാരിക ചിന്തകൻ, സാഹിത്യ നായകൻ ചെറുകാട് പറഞ്ഞത് ഉദ്ധരിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും. ആകാശത്തിലെ അനന്തകോടി നക്ഷത്രങ്ങളെ ഞാൻ ആസ്വദിക്കുന്നത് ആഹ്ലാദത്തോടെയാണ്. ആകാശവീഥികളിലെ തിങ്ങിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രകോടികളെ ഞാൻ ആസ്വദിക്കുന്നത് ആഹ്ലാദത്തോടെയാണ്. അപ്പോഴും എൻ്റെ ഉപ്പൂറ്റി അമർത്തി ചവിട്ടി നിൽക്കുന്നത് അടുക്കള മുറ്റത്ത് ഞാൻ വളർത്തിയെടുത്ത മുരിങ്ങാമരത്തിന്റെ ചോട്ടിലെ ചളിയിലാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയത. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി രസിക്കുമ്പോഴും കാലമർത്തി ചവിട്ടി നിൽക്കുന്നത് അവനവന്റെ അടുക്കള മുറ്റത്തെ മുരിങ്ങാമരത്തിന്റെ ചോട്ടിലെ ചളിയിലാകണം എന്നതാണ് EMSന്റെ മലയാളം. കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ എന്നീ ചെറിയ പുസ്തകങ്ങളിലൂടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം ലോകത്തിന് സമ്മാനിച്ച മാർക്സിസ്റ്റ് മനീഷി സഖാവ് EMS ദേശീയതയെക്കുറിച്ച് രാഷ്ട്രീയമായി കൃത്യതയോടെ, സ്ഫടികതുല്യ വ്യക്തതയോടെ ഉറക്കെ പറഞ്ഞത് എന്നുകൂടി നാം കൃത്യതയോടെ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതതീവ്രവാദത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി മാനവികതയുടെ മഹാശക്തി സംഘമഹാഗീതം നാം ഉയർത്തിപ്പാടേണ്ടതുണ്ട്. ഒറ്റ വാചകം പറഞ്ഞ് CPIM വേണ്ടി ഞാൻ ഈ വേദിയിൽ നിന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ആവർത്തിക്കാം. മതമില്ലാത്ത നിങ്ങൾ എന്തിനാണ് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരോട്, RSS പ്രഭൃതികളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തിന്റെ മെമ്പുടി ചേർത്ത് ഉറക്കെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാർവദേശീയ പോരാട്ടത്തിന്റെ മാനമണ്ഡലങ്ങൾ ഉള്ളതാണ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം. ആളുകൾ ചോദിക്കുന്നത് അരിയെവിടെ, തുണിയെവിടെ, പണിയെവിടെ എന്നാണ്. അത് ചോദിക്കുന്ന ജനതയെ കല്യാണിയും ഖദീജയും കത്രീനയുമാക്കി, രാമനും റഹീമും ഔസേപ്പുമാക്കി, മതാന്ധതയുടെ മതിലുകൾ പണിതും വർഗീയതയുടെ വേലിക്കെട്ടുകൾ ഉയർത്തിയും വേർതിരിക്കാൻ ശ്രമിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ഐക്യത്തിന്റെ കണ്ണി കോർക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല സകല ജനാധിപത്യ സുമനസ്സുകളുടെയും പ്രഥമഗണനീയമായ രാഷ്ട്രീയ കർത്തവ്യമാണ് എന്ന് നാം തിരിച്ചറിയുന്നു. കണ്ണിൽ കത്തുന്ന അഗ്നിയും കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി അരിയെവിടെ എന്നലറി ആർത്തലക്ഷങ്ങൾ അധികാരി വർഗത്തിന്റെ അരമന ചുമരുകളിൽ സ്വന്തം ഹൃദയരക്തം കൊണ്ട് ഇൻകുലാബിന്റെ ചുവപ്പൻ അക്ഷരങ്ങൾ എഴുതി വെക്കാൻ തമ്പുരാക്കന്മാരുടെ കൊട്ടാരങ്ങൾ നോക്കി അലറിയാർത്തു വരുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും. കൊട്ടാരക്കെട്ടുകൾക്ക് വിള്ളലുണ്ടാകും, കനകസിംഹാസനങ്ങൾ കടലെടുക്കും, തമ്പുരാന്റെ നെറ്റി ചുളിയും, തമ്പുരാട്ടി അന്തപുരത്തിൽ നിന്ന് വിറയ്ക്കും വിയർക്കും. അതുണ്ടാകാൻ അധികാരികൾ സമ്മതിക്കില്ല. അതുകൊണ്ടോ മതാന്ധതയുടെ മതിലുകളാൽ, വർഗീയതയുടെ വേലികളാൽ, മഹാനദിയുടെ കുത്തൊഴുക്കിനെ മൺചിറ കെട്ടി തടുക്കാവുന്ന വിധം കൊച്ചരുവികളോ കൈത്തോടുകളോ ആക്കി ചിതറിത്തെറിപ്പിക്കാൻ, ശക്തി ക്ഷയിപ്പിക്കാൻ
എല്ലാ സാമ്രാജ്യത്വവാദികളും സകല വർഗീയവാദികളും എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് രാമനും റഹീമും കല്യാണിയും ഖദീജയും കത്രീനയും ഔസേപ്പും ഒരുമിച്ച് നിന്ന് അരിയെവിടെ, തുണിയെവിടെ, പണിയെവിടെ എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിലേക്ക് ഇന്ത്യയെ, കേരളത്തെ, പത്തനംതിട്ടയെ, തിരുവല്ലയെ, ഈ 14 മൈലിനെ മാറ്റുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രാഷ്ട്രീയ ദൗത്യം. അതുകൊണ്ടോ ശശികല ടീച്ചർക്കുള്ള മറുപടി മാത്രമല്ല ഇത്, RSSനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം മാത്രമല്ല ഇത്, പിന്നെയോ പ്രാദേശിക പ്രതലത്തിൽ ആരംഭിക്കുന്ന വർഗീയ വിരുദ്ധ, മതതീവ്രവാദ വിരുദ്ധ പോരാട്ടം സാർവദേശീയ മാനങ്ങളിലേക്ക് വികസിക്കുകയും വിടരുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സയുക്തികമായി സക്രിയമായി ആലോചിക്കുന്നുണ്ട്. ആ പോരാട്ടം നമുക്ക് പൊരുതിച്ചത്താലും തോറ്റുമടങ്ങാനുള്ളതല്ല, അവസാനിപ്പിക്കാനുള്ളതല്ല. നെഞ്ചിന്റെ കൂടുകൊണ്ട് നെടുങ്കോട്ട കെട്ടിപ്പടുത്ത് വൃത്തികേടിന്റെ ശക്തികൾക്കെതിരെ ഉശിരൻ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടെയുള്ള നിലപാടുകളുമായി നമുക്ക് അനവരതം, അനുസ്യൂതം, അവിരാമം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ മതത്തെക്കുറിച്ച് എന്തിന് വർത്തമാനം പറയുന്നു എന്ന ചോദ്യത്തിന് ഒറ്റവാചകത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട്, അതിങ്ങനെയാണ്: മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ മതത്തെക്കുറിച്ച് എന്തിനു പറയുന്നു എന്ന ചോദിക്കുന്നവരോട് ഞങ്ങളുടെ ഉത്തരം, മനുഷ്യൻ നിലവിളി ആണെങ്കിൽ, ദൈവം തലോടലാണെങ്കിൽ, അതാണ് എല്ലാ മതങ്ങളുടെയും സാരാംശം. നിങ്ങൾ മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കൂ. മനുഷ്യൻ നിലവിളിയാണെങ്കിൽ ദൈവം തലോടലാണ് എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. എല്ലാം കൂടി ആറ്റി കുറുക്കി ഒന്നിച്ചെടുത്താൽ അതിൻ്റെ അർത്ഥത, എല്ലാ മതഗ്രന്ഥങ്ങളുടെയും നല്ല വശങ്ങളെ സ്വാംശീകരിച്ചാൽ, ക്രോഡീകരിച്ചാൽ, ആറ്റിക്കുറുക്കി കാതലും കാമ്പുമാക്കിയാൽ അതിങ്ങനെ വാചകത്തിൽ സംഗ്രഹിക്കാം: മനുഷ്യൻ നിലവിളിയാണെങ്കിൽ ദൈവം തലോടലാണ്. അഭിമാനത്തോടെ ഞങ്ങൾ ഉറപ്പിച്ച് ശിരസുയർത്തിപ്പിടിച്ച് അല്പം അഹങ്കാരത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു: മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ, ആവർത്തിക്കട്ടെ CPIM, മനുഷ്യൻ നിലവിളിയും ദൈവം തലോടലുമാണെങ്കിൽ ലോകത്തിലെ ഒന്നാമത്തെ ദൈവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, ചെങ്കൊടി പ്രസ്ഥാനമാണ് എന്നുറക്കെ പറയേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അഭിവാദ്യങ്ങൾ.